സന്തോഷമായിട്ടിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. ಎಲ್ಲರೂ ಸಂತೋಷವಾಗಿದ್ದೀರಿ ಎಂಬುದಾಗಿ ನಾನು ನಂಬುತ್ತೇನೆ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. ഹല്ലേലൂയ. ಆಮೆನ್. ദൈവസന്നിധിയിൽ നമ്മൾ വന്നിരിക്കുന്നത് ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ನಾವು ಬಂದು ಕುಳಿತಿದ್ದೇವೆ ಅಲ್ವಾ? കർത്താവിനെ സ്തോത്രം. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. ഞാൻ നിങ്ങളുടെ ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. ನಾನು ನಿಮಗೊಂದು ಉದಾಹರಣೆಯನ್ನು ಹೇಳುವುದಕ್ಕಾಗಿ ಬಯಸ್ತೇನೆ. ഹല്ലേലൂയ. ಆಮೆನ್. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ಬಹಳ ಗಮನ ಇಟ್ಟು ನೋಡ್ರಿ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ജനങ്ങൾ മുഴുവൻ നിൽക്കുവാന്ന് ഒരു ഉദാഹരണം കാണിക്കുക. ಒಂದು ಉದಾಹರಣೆಯಾಗಿ ತೋರಿಸಿದ್ದೇನೆ. ಇಲ್ಲಿ ಜನಗಳೆಲ್ಲರೂ ನಿಂತಿದ್ದಾರೆ. ഇവിടെ എല്ലാ പ്രയാസങ്ങളും, ಇಲ್ಲಿ ಎಲ್ಲಾ ವಿಧ ಕಷ್ಟಗಳು ಇದೆ. ഹല്ലേലൂയ. വേദന, പ്രയാസങ്ങൾ, ವೇದನೆ, ಪ್ರಯಾಸಗಳು, മനുഷ്യനെ സഹിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങൾ, ಮನುಷ್ಯನಿಗೆ ಸಹಿಸಲಿಕ್ಕಾಗದೇ ಇರುವ ಅನೇಕ ಸಮಸ್ಯೆಗಳು. ഹല്ലേലൂയ. ಆಮೆನ್. എന്നാൽ ദൈവം ഇവിടെ നിൽക്കുക. ಆದ್ರೆ ದೇವರು ಅಲ್ಲಿ ನಿಂತಿದ್ದಾರೆ. ദൈവത്തിന്റെ ആഗ്രഹം, ದೇವರ ಆಸೆ, ഒരിക്കലും നിങ്ങൾ ഇവിടെ നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ಎಂದಿಗೂ ನೀವು ಇಲ್ಲಿ ನಿಲ್ಬೇಕೆಂಬುದಾಗಿ ದೇವರು ಆಗ್ರಹಿಸ್ತಾ ಇಲ್ಲ. അവിടെ ഒരു പുറപ്പാട് ഇപ്പൊ പറഞ്ഞതുപോലെ ദൈവം ആഗ്രഹിക്കുന്നു. ಅಲ್ಲಿಂದ ಒಂದು ಹೊರಡುವಿಕೆಯನ್ನು ದೇವರು ಬಯಸ್ತಾ ಇದ್ದಾರೆ. ഇത് ദൈവത്തിന്റെ പണ്ട് മുതലുള്ള ഒരു ആഗ്രഹം. ಇದು ದೇವರ ಮುಂಚಿನಿಂದಲೇ ಇರುವಂತ ಒಂದು ಆಸೆಯಾಗಿದೆ. ഇസ്രായേൽ ജനത്തിനല്ല പുറപ്പെടുക, നമ്മളെ പുറപ്പെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ಅದು ಇಸ್ರಾಯೇಲ್ ಜನಗಳನ್ನಲ್ವಾ ಹೊರಡಿಸಿದ್ದು, ನಮ್ಮನ್ನು ಹೊರಡಿಸಬೇಕಾದ ಅವಶ್ಯಕತೆ ಇದೆಯಾ? വചനം ഇസ്രായേലിന് മാത്രമുള്ളതല്ല, ವಾಕ್ಯವು ಇಸ್ರಾಯೇಲರಿಗೆ ಮಾತ್ರ ಇರೋದಲ್ಲ, കാലഘട്ടത്തിൽ മാത്രമല്ല, ಆ ಕಾಲಕ್ಕೆ ಮಾತ್ರ ಇರೋದಲ್ಲ. ഹല്ലേലൂയ. അത് കർത്താവിന്റെ വരവരെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ಅದು ಕರ್ತನ ಬರುವಿಕೆವರೆಗೂ ಇಲ್ಲಿ ಸಂಭವಿಸಲಿಕ್ಕಿರುವಂತ ವಿಷಯವಾಗಿದೆ. ഹല്ലേലൂയ. ಆಮೆನ್. പക്ഷെ ഇവിടെ ಆದರೆ ಇಲ್ಲಿ സന്തോഷിക്കാൻ പറ്റത്തില്ല, ಸಂತೋಷ ಪಡ್ಲಿಕ್ಕೆ ಆಗಲ್ಲ, സമാധാനിക്കാൻ പറ്റത്തില്ല, ಸಮಾಧಾನ ಅನುಭವಿಸ್ಲಿಕ್ಕೆ ಆಗಲ್ಲ. ഒരു മാറ്റവും നടക്കില്ല. ಯಾವ ಬದಲಾವಣೆಯೂ ನಿಲ್ಲಲ್ಲ ಇಲ್ಲೇ ಇದ್ರೆ, ನಡೆಯುವುದಿಲ್ಲ ಇಲ್ಲೇ ಇದ್ರೆ. ഇവിടെ വിടേണ്ടത് വിട്ടിട്ട് ಇಲ್ಲಿ ಬಿಡಬೇಕಾದದನ್ನ ಬಿಟ್ಟು നിങ്ങൾ ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ, ನೀವು ಆಚೆಗಡೆಗೆ ಪ್ರಯಾಣ ಮಾಡುವುದಾದ್ರೆ ഇവിടെ എല്ലാം ಅಲ್ಲಿ ಎಲ್ಲವೂ ಇದೆ. വിടുതലുണ്ട്, ಬಿಡುಗಡೆ ಇದೆ, അനുഗ്രഹമുണ്ട്, ಆಶೀರ್ವಾದವಿದೆ, അത്ഭുതങ്ങളുണ്ട്. ಅದ್ಭುತವಿದೆ. ഇവിടെ എപ്പോഴും ദൈവസാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കും. ಅಲ್ಲಿ ಯಾವಾಗಲೂ ದೈವ ಸಾನ್ನಿಧ್ಯ ಇಳಿಯುತ್ತಲೇ ಇರುತ್ತೆ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിനകത്തൊന്നും ഇവിടെ സംഭവിക്കത്തില്ല. ದೇವ ಚಿತ್ತವಲ್ಲದೆ ಇರುವಂತ ಏನು ಅಲ್ಲಿ ಸಂಭವಿಸೋದೂ ಇಲ್ಲ. ഹല്ലേലൂയ. ಆಮೇಲೆ ശ്രദ്ധിക്കുക, സമാധാനം, ಗಮನ ಇಟ್ಟು ಕೇಳಿಸ್ಕೊಳ್ರಿ. ಸಮಾಧಾನ, അനുഗ്രഹം, ಆಶೀರ್ವಾದ. ഇവിടെ കാണാത്തതല്ല, ಇಲ್ಲಿ ನಿಮಗೆ ಏನೆಲ್ಲ ಕಾಣ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ವೋ ಅದೆಲ್ಲ, ഇവിടെ ആഗ്രഹിക്കുന്നതും ദാഹിക്കുന്നതൊക്കെ, ಇಲ್ಲಿ ನೀವು ಆಸೆ ಪಡ್ತಿರೋದು ಮತ್ತು ದಾಹ ಪಡ್ತಿರೋದೆಲ್ಲ എല്ലാം ഇവിടെ കിടക്കുന്നത്. ಎಲ್ಲವೂ ಇರುವಂತದ್ದು ಇಲ್ಲಾಗಿದೆ. ഇവിടെ കിടന്ന് കരഞ്ഞാൽ നടക്കത്തില്ല. ಇಲ್ಲೇ ಕುಳಿತು ಕಣ್ಣೀರಿಟ್ರೆ ನಡೆಯಲ್ಲ. പക്ഷെ നിങ്ങൾ വീണ്ടും അവിടെയാണ് നിൽക്കുന്നത്. ಅದನ್ನೇ ಮುಂದುವರೆದು ನೀವು ಇಲ್ಲೇ ಇದ್ದೀರಿ. ദൈവം അവിടെ നിങ്ങൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ನೀವು ಇಲ್ಲೇ ಇರುವುದಕ್ಕಾಗಿ ದೇವರು ಬಯಸ್ತಾ ಇಲ್ಲ. ദൈവം ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. ದೇವರು ನೀವು ಆ ಕಡೆಗೆ ಬರುವುದಕ್ಕಾಗಿ ಬಯಸಿದ್ದಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. അതാണ് യേശുവും അതേപോലെ ശിഷ്യന്മാരും പറയുന്നത്. ಆದ ಕಾರಣವೇ ಯೇಸು ಮತ್ತು ಶಿಷ್ಯಂದಿರೆಲ್ಲರೂ ಹೇಳ್ತಿದ್ದಾರೆ, നിങ്ങൾ ഭൂമിയിലുള്ളത് നോക്കരുത്. ನೀವು ಭೂಮಿಯಲ್ಲಿರೋದನ್ನ ನೋಡ್ಬೇಡ್ರಿ. ഇത് ഭൂമിയിലുള്ളത്, ಇದು ಭೂಮಿಯಲ್ಲಿರುವಂತದ್ದು. നിങ്ങളെ നോക്കേണ്ട കാര്യമില്ല. ನೀವು ಅದನ್ನ ನೋಡ್ಬೇಕಾದ ಅಗತ್ಯವಿಲ್ಲ. കാരണം നിങ്ങൾ അവിടെ ഉള്ളവരല്ല, ನೀವು ಇಲ್ಲಿರುವವರಲ್ಲ. അതുകൊണ്ട് ಆದ ಕಾರಣ അവിടുത്തെ കാര്യത്തിനല്ല എന്റെ വിഷയം. ಅಲ್ಲಿಯ ವಿಷಯವಲ್ಲ ನನ್ನ ವಿಷಯ. എന്റെ വിഷയം ഇവിടെയാണ്. ನನ್ನ ವಿಷಯ ಇರೋದಿಲ್ಲ ಆಗಿದೆ. അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് നോക്കണം. ಆದ ಕಾರಣ ನೀವು ಆ ಕಡೆಗೆ ನೋಡಬೇಕು. ഇവിടെ നിങ്ങൾ താൽക്കാലിക നിൽക്കുന്നത്, ಇಲ್ಲಿ ನೀವು ನಿಂತಿರೋದು ತಾತ್ಕಾಲಿಕವಾಗಿ, ചെറിയൊരു സമയം മാത്രം, ಸ್ವಲ್ಪ ಕಾಲಕ್ಕಾಗಿ ಮಾತ್ರ. ഇവിടുത്തെ കാര്യം ചിന്തിച്ച് അതിനകത്ത് മുഴുവൻ പഠിച്ചൊതുങ്ങി അവിടെ നിൽക്കരുത്. ಇಲ್ಲಿಯ ವಿಷಯಗಳನ್ನ ಮಾತ್ರ ಕಲಿತು ತಿಳ್ಕೊಂಡು ಅಲ್ಲೇ ಅಡಗಿಸಲ್ಪಡಬಾರದು. ഇങ്ങോട്ട് കയറി വരാൻ നോക്കുക. ನಾವು ಆಚೆಗಡೆಗೆ ಬರಬೇಕು. ഇങ്ങോട്ട് വരുമ്പോൾ ಆಚೆಗಡೆಗೆ ಬರುವಾಗ മാറ്റങ്ങൾ കാണും. ಬದಲಾವಣೆಗಳು ನಡೀತವೆ. ബൈബിളിൽ പറഞ്ഞ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ, ಅಂದ್ರೆ ಬೈಬಲ್ ಹೇಳ್ದ ಬಿಡುಗಡೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ನಡೀತದೆ. ഇവിടെ നിന്ന് നടക്കത്തില്ല. ಇಲ್ಲೇ ಇದ್ರೆ ನಡೆಯಲ್ಲ. അപ്പോൾ ഇവിടെ എങ്ങനെ വരാം? ಆಗಿರೋದಾದ್ರೆ ಅಲ್ಲಿಗೆ ಹೇಗೆ ಹೋಗಬಹುದು? ഹല്ലേലൂയ. നമ്മുടെ മനസ്സ്, ನಮ್ಮ ಮನಸ್ಸು, നമ്മുടെ ആത്മാവ്, ನಮ್ಮ ಆತ್ಮ ഇവിടെ നിൽക്കരുതെന്ന്. ಇಲ್ಲೇ ನಿಲ್ಬಾರದು. ಭೂಮಿಯಲ್ಲಿ ಇರೋದನ್ನ ಚಿಂತೆ ಮಾಡ್ತಾ, ಭೂಮಿಯಲ್ಲಿ ಇರೋದನ್ನ ಮಾತ್ರ ತಿಳ್ಕೊಳ್ತಾ ಇಲ್ಲೇ ನಿಲ್ಬಾರ್ದು. അങ്ങനെ നിന്നാൽ, ಹಾಗೆ ನಿಂತರೆ ഇതിൽ പറഞ്ഞ അനുഗ്രഹത്തിന്റെ ഒരു വചനം ಅದರಲ್ಲಿ ಹೇಳಿರುವಂತ ಆಶೀರ್ವಾದದ ಯಾವ ವಾಕ್ಯ ಕೂಡ അനുഭവിക്കാൻ കഴിയാതെ ನಮ್ಗೆ ಅನುಭವಿಸಲಿಕ್ಕೆ ಆಗದೆ ಹೋಗುತ್ತೆ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അനുഭവം നമ്മൾ പറയും. ಆಗ ನಾವ್ ಏನ್ ಮಾಡ್ತೀವಿ ಅಂತ ಹೇಳಿದ್ರೆ, ಇಲ್ಲಿಯೇ ನಮ್ಮ ಅನುಭವಗಳನ್ನ ಹೇಳ್ತೇವೆ. ഇവിടുത്തെ ഏത് അനുഗ്രഹം പറഞ്ഞാലും, ಇಲ್ಲಿಯೇ ಯಾವ ಆಶೀರ್ವಾದನ ನಮ್ಮ ಮುಂದೆ ಹೇಳಿದ್ರು വിശ്വസിക്കാൻ പറ്റത്തില്ല. ನಂಬಕ್ಕಾಗುವುದಿಲ್ಲ. കാരണം അനുഭവമില്ല. ಯಾಕಂದ್ರೆ ನಾವು ಅನುಭವಿಸಿರೋದೇ ಬೇರೆ. പലർക്കും പറ്റുന്ന അബദ്ധം ഇതാണ്. ಅನೇಕರಿಗೆ ಸಂಭವಿಸ್ತಾ ಇರುವಂತ ಮಿಸ್ಟೇಕ್ ಆಗಿದೆ ಇದು. ഹല്ലേലൂയ. ಆಮೆನ್. ശ്രദ്ധിക്കുക, ಗಮನಿಸ್ರಿ. ഇത് അനുഭവമാണ്. ಇದು ನಮ್ಮ ಜೀವಿತದ ಅನುಭವಗಳು. പക്ഷെ ഈ അനുഭവം നിൽക്കുമ്പോൾ, ಆದ್ರೆ ಈ ಸನ್ನಿವೇಶದ ಅನುಭವಗಳು ಇರುವಾಗಲೇ അതിനകത്ത് വിടുതലുണ്ടെന്ന് ഇവിടെ പറയുന്നു. ಅದರೊಳಗಡೆ ಬಿಡುಗಡೆ ಇದೆ ಅನ್ನೋದನ್ನ ಇಲ್ಲಿ ಹೇಳ್ತಾ ಇದೆ.
ഹല്ലേലൂയ. ಆಮೆನ್. ഈ വചനം തന്നെ പറയുന്നു, ಈ ವಾಕ್ಯವೇ ಹೇಳ್ತಿದೆ, ഞാൻ നിന്നെ സഹായിക്കും, ನಾನು ನಿನಗೆ ಸಹಾಯ ಮಾಡ್ತೇನೆ, ನಾನು ನಿನ್ನನ್ನು ಬಲಗೊಳಿಸ್ತೇನೆ, ദൈവമാകും, ನಾನು ನಿನ್ನ ದೇವರಾಗಿದ್ದೇನೆ, ഞാൻ ഉപേക്ഷിക്കത്തില്ല. ನಾನು ನಿನ್ನನ್ನು ತಳ್ಳಿ ಬಿಡಲ್ಲ. ആമേൻ. ആവശ്യമുള്ളത് ಅಗತ್ಯವಿರುವುದು ദൈവം തരും, ದೇವರು ಕೊಡ್ತಾರೆ കടക്കുമ്പോൾ ಎಂಬುದಾಗಿ ಇರುವಂತದೆಲ್ಲ ಇಲ್ಲಿರುವಾಗ ഹല്ലേലൂയ ഇത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ಇದನ್ನ ಅನುಭವಿಸಕ್ಕಾಗ್ತಿಲ್ಲ. അതാണ് ഇതിലുള്ള എത്ര കാര്യം പറഞ്ഞാലും ಆದ ಕಾರಣವೇ ಬೈಬಲ್ ಇರುವಂತ ಎಷ್ಟು ವಿಷಯಗಳನ್ನ ಮಾತಾಡಿದ್ರು ಕೆಲವರಿಗೆ വരാൻ ഇത് അനുഭവിക്കാൻ പറ്റത്തില്ല, ഇതിലേക്ക് വരാൻ പറ്റത്തില്ല. ಇದಕ್ಕೆ ಬರ್ಲಿಕ್ಕೂ ಅನುಭವಿಸಲಿಕ್ಕೂ ಆಗ್ತಿಲ್ಲ. ಬಂದ್ರೆ അല്ല നിങ്ങൾ തിരിച്ചു പറയേണ്ടി വരും. ನೀವು ಇದನ್ನ ತಿರುಗಿ ಹೇಳ್ತೀರಾ, ಉಲ್ಟಾ ಹೇಳ್ತೀರಾ. ഹല്ലേലൂയ. തിരിച്ചു പറയേണ്ടി വരും. ಉಲ್ಟಾ ಹೇಳ್ಬೇಕಾಗಿ എന്ന് ಬರುತ್ತೆ. പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ തെറ്റാ ഇവിടെ കിടന്നത്. ಅಂದ್ರೆ ನಾನು ಮುಂಚೆ ಇದ್ದಾಗ ಹೇಳಿದ್ದೆಲ್ಲ ತಪ್ಪಾಗೋಯ್ತು ಎಂಬುದಾಗಿ ಉಲ್ಟಾ ಹೇಳ್ಬೇಕಾಗುತ್ತೆ. മുമ്പ് ചിന്തിച്ച തെറ്റാ, ಮುಂಚೆ ಯೋಚನೆ ಮಾಡಿ ತಪ್ಪು, മുമ്പ് ഇതിലുള്ള കാര്യം ഞാൻ അറിഞ്ഞത് തെറ്റാ. ಮುಂಚೆ ನಾನು ಇದ್ರ ಬಗ್ಗೆ ತಿಳ್ಕೊಂಡಿದ್ದು ತಪ್ಪು. ഹല്ലേലൂയ. ಆಮೇಲೆ ഇവിടെ വരുമ്പോഴാണ് ಆದ್ರೆ ಇಲ್ಲಿ ಬರುವಾಗಿದೆ ഇതിന്റെ വെളിപ്പാട് കിട്ടുന്നത്. ಇದರ ಪ್ರಕಟಣೆ ನಮಗೆ ഇത് ಲಭಿಸಿದೆ. നിങ്ങളോട് സംസാരിക്കും, ಇದು ನಿಮ್ ಸಂಗಡ ಮಾತಾಡುತ್ತೆ. ഇത് നിങ്ങളുടെ തന്നെയാന്ന് പറയുന്നു. ಇದು ನಿಮ್ಮ ವಿಷಯವೇ ಆಗಿರುತ್ತೆ ಹೇಳೋದು. ഇവിടെ കണ്ട പറയത്തില്ല. ಆದ್ರೆ ಇಲ್ಲಿದ್ರೆ ಅದನ್ನ ಹೇಳಕ್ಕಾಗಲ್ಲ. ഇത് ലോകമാണ്, ಇದು ಲೋಕವಾಗಿದೆ, ലോകത്തിലെ ബന്ധം, ಲೋಕದ ಸಂಬಂಧ, ലോകത്തിലെ കുടുംബ ജീവിതം, ಲೋಕದ ಕುಟುಂಬ ಜೀವಿತ, ലോകത്തിലെ വേണ്ടപ്പെട്ടവർ, ಲೋಕದ ಬೇಕಾದ ವಿಷಯಗಳು. ഹല്ലേലൂയ. ആമേൻ. അതിനകത്തൊരു ദൈവ പൈതൽ കുടുങ്ങരുത്. ಅದರ ಒಳಗಡೆ ಒಬ್ಬ ದೇವರ ಮಗು ಸಿಲುಕಿಕೊಳ್ಳಬಾರದು. ഹല്ലേലൂയ. ಆಮೆನ್. ഇസ്രായേൽ അടിമത്തത്തിൽ ഒരിക്കലും കടന്നിട്ട് അവിടുത്തെ പോലെ ആകരുത്. ಇಸ್ರಾಯೇಲ್ ದಾಸತ್ವದಲ್ಲಿದ್ದು ಅಲ್ಲಿಯವರಂತೆ ಅವರಾಗಬಾರದು. അവരെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി അതല്ല. ಅವ್ರ ಕುರಿತಾಗಿರೋ ದೇವರ ಯೋಜನೆ ಅದಲ್ಲ. അവരെ പുറത്തു കൊണ്ടുവരണം. ಅವ್ರನ್ನ ಹೊರ ತರಬೇಕು ಅನ್ನೋದಾಗಿರೋ ದೇವರ ಉದ್ದೇಶ. നമ്മൾ ഇപ്പുറത്തേക്ക് കേൾക്കണം. ನಾವ್ ಈ ಕಡೆ ಬರಬೇಕು. ഹല്ലേലൂയ. ಆಮೆನ್. അതുകൊണ്ട് ಆದ ಕಾರಣ ഇതിനകത്ത് പറഞ്ഞ വിടുതലും അനുഗ്രഹം ಇದ್ರೊಳಗಡೆ ಹೇಳಿರೋ ಬಿಡುಗಡೆ ಮತ್ತು ಆಶೀರ್ವಾದ ഇത് അനുഭവിക്കാൻ ഭാഗ്യമുള്ളതാണ്. ಇದನ್ನ ಅನುಭವಿಸುವುದಕ್ಕೆ ಭಾಗ್ಯ ಇರುವವರು അത് ആരായിരുന്നാലും ಅದು ಯಾರೇ ಆಗಿದ್ರು ഇവിടേക്ക് കയറി വരാൻ പറ്റുന്നവർക്ക് മാത്രമേ. ಇಲ್ಲಿಗೆ ಹಾದು ಬರುವವರಿಗೆ ಮಾತ್ರವೇ ಅದು ಅನುಭವಿಸಲಿಕ್ಕಾಗುವುದು. വിശ്വാസത്താൽ, ನಂಬಿಕೆಯಿಂದ, ഈ നിയമത്തിൽ വിശ്വാസത്താൽ കയറി വരും. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನಂಬಿಕೆಯಿಂದ ಬಂದಿರಿ. അബ്രഹാം എവിടെ നിൽക്കുന്നത്? ಅಬ್ರಾಮನ್ ಎಲ್ಲಿದ್ದಾನೆ? ആദ്യം എവിടെ നിന്നത്? അബ്രഹാം എവിടെയാ നിന്നത്? ಅಬ್ರಾಮನ್ ಮೊದಲಿದ್ದಿದ್ದು ಈ ಸ್ಥಾನದಲ್ಲಿ. അപ്പൊ അബ്രഹാമിന്റെ ദൈവശബ്ദം, ಆಗ ಅಬ್ರಾಮನಿಗೆ ಒಂದು ದೈವ ಶಬ್ದ, ഞാൻ കാണിപ്പാനിരിക്കുന്ന ನಾನು ತೋರಿಸುವುದಕ್ಕಿರುವ പാലും തേനും ഒഴുകുന്ന ಹಾಲು ಜೇನು ಹರಿಯುವ ദേശത്തേക്ക് നീ വരണം. ದೇಶಕ್ಕೆ ನೀನು ಬರಬೇಕು. ഉൽപ്പത്തി പുസ്തകം 12 ಆದಿಕಾಂಡ ಪುಸ್ತಕ 12ನೇ ಅಧ್ಯಾಯದಲ್ಲಿದೆ. അബ്രഹാം എന്ത് ചെയ്തു? ಅಬ್ರಾಮನ್ ಏನ್ അവിടെ ಮಾಡಿದ? നിന്നില്ല, ಅಲ್ಲೇ ನಿಲ್ಲಿಲ್ಲ, പെട്ടെന്ന് ഇറങ്ങി ഇവിടേക്ക് വന്നു. ತಕ್ಷಣ ಅಲ್ಲಿಂದ ಹೊರಟು ಈ ಕಡೆಗೆ ಬಂದನು. പിന്നെ ഏത് സമയത്ത് അബ്രഹാമിന്റെ സംസാരിക്കുന്ന ദൈവമാണ്. ನಂತರದ ದಿನದಲ್ಲಿ ಯಾವುದೇ ಸಮಯದಲ್ಲೂ ಅಬ್ರಾಮನ್ ಜೊತೆಯಲ್ಲಿ ಮಾತನಾಡೋದು ದೇವರೇನೆ. അബ്രഹാം യുദ്ധം ചെയ്താൽ ജയിക്കും. ಅಬ್ರಾಮನ್ ಯುದ್ಧ ಮಾಡಿದ್ರೆ ಗೆಲ್ತಾನೆ. അബ്രഹാം അനുഗ്രഹിക്കപ്പെടും. ಅಬ್ರಾಮನ್ ಆಶೀರ್ವದಿಸಲ್ಪಡ್ತಾನೆ. അബ്രഹാമിനോട് മാത്രമാണ് ദൈവത്തിന് കൂടുതൽ ഇടപെടാനുള്ളത്. ಅಬ್ರಾಮನೊಂದಿಗೆ ಮಾತ್ರವಾಗಿದೆ ದೇವರಿಗೆ ಹೆಚ್ಚು ಮಾತಾಡ್ಲಿಕ್ಕಿರೋದು. ബാക്കി എല്ലാവരും ഇവിടെ കിടക്കുവാണ്. ಬೇರೆ ಎಲ್ಲರೂ ಕೂಡ ಇಲ್ಲೇ ಇದ್ದಾರೆ. ഈ ಕಾಲಘಟ್ಟದಲ್ಲೂ ദൈവ ശബ്ദം കേട്ടിട്ട് ದೈವ ಶಬ್ದವನ್ನ ಕೇಳಿ, ഇതിലേക്ക് വരാൻ ശ്രമിക്കുകയാണെങ്കിൽ, ದೈವ ಶಬ್ದವನ್ನ ಕೇಳಿ ಈ ಸ್ಥಾನದಿಂದ ಈ ಕಡೆಗೆ ಬರುವುದಕ್ಕೆ ನೀವು ಸಿದ್ಧವಾದರೆ, ഹല്ലേലൂയ, ಆಮೆನ್, ഇതിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ പറ്റും. ಇದರ ಆಶೀರ್ವಾದವನ್ನ ನೀವು ಅನುಭವಿಸ್ತೀರಾ. ഹല്ലേലൂയ. ಆಮೆನ್. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ಇದು ಯಾವುದನ್ನು ಸುಮ್ಮನೆ ಹೇಳ್ತಿರೋದಲ್ಲ. ഹല്ലേലൂയ. ഇവിടെ കിടന്നിട്ട് ഹല്ലേലൂയ ಇಲ್ಲೇ ಬಿದ್ದುಕೊಂಡು കർത്താവ് കഷ്ടത്തിന്റെ ദൈവം മാത്രം എന്ന് പറയാനുള്ളതല്ല. ಕರ್ತನು ಕಷ್ಟದ ದೇವರು ಮಾತ್ರ ಅಂತ ಹೇಳಲಿಕ್ಕಿರೋದಲ್ಲ. ഇവിടെ വരുമ്പോൾ തിരിച്ചവര് പറയും, ಕಷ್ಟ ಕೊಡೋ ದೇವರು ಅನ್ನೋದನ್ನ ಇಲ್ಲಿ ಹೇಳಿದ್ರೆ ಇಲ್ಲಿ ಬರುವಾಗ ಅವ್ರು ತಿರುಗಿ ಹೇಳ್ತಾರೆ, അവൻ കഷ്ടത്തിന് മാത്രമല്ല അനുഗ്രഹത്തിന്റെ ಅವನು ദൈവം. ಕಷ್ಟ ಕೊಡುವ ದೇವರನ್ನ ಆಶೀರ್ವಾದದ ದೇವರಾಗಿದ್ದಾನೆ. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യമാണ്. ಇದೇ ರೀತಿಯಾದ ವಿಷಯವನ್ನ ನಮ್ಮ ಜೀವಿತದ ಗುರಿಯಾಗಿ ಮಾಡ್ಕೋಬೇಕು. ഇന്നത്തെ ചിന്തയ്ക്ക് ഒരു ഭാഗം വഹിക്കുന്നു. ಇವತ್ತಿನ ಧ್ಯಾನಕ್ಕಾಗಿ ನಾವು ಒಂದು ವಾಕ್ಯದ ആ ಭಾಗ, വചനം ശരിക്കും പറഞ്ഞാൽ അത് വചനം അത് മാറത്തില്ല. ಆ ವಾಕ್ಯವೇ ಅದು ಬದಲಾಗೋದಿಲ್ಲ. ഈ രീതിയിലേക്ക് കയറിയാൽ മാത്രമേ അതിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുള്ളൂ. ಈ ರೀತಿಯ ಅನುಭವ ಬಂದ್ರೇನೆ ನಿಮ್ಗೆ ಅದನ್ನ ಹಿಡಿದಿಟ್ಕೊಳಕ್ಕಾಗುವುದು. മനസ്സിലായില്ലേ? ಇಲ್ಲಿಂದ ನೀವು ಹೊರಟು ಪ್ರಯಾಣ ಮಾಡಿ ಇಲ್ಲಿಗೆ ಬಂದ್ರೆ ಮಾತ್ರವೇ ನಿಮಗೆ ಈ ವಾಕ್ಯವನ್ನ ಹಿಡಿದಿಟ್ಕೊಳಕ್ಕಾಗುವುದು. അഞ്ചപ്പവും 2 പേരും വർദ്ധിക്കപ്പെടും. ಇವತ್ತು ಕೂಡ 5 ರೊಟ್ಟಿ 2 ಮೀನು ಹೆಚ್ಚಾಗುತ್ತೆ. ഇവിടെ വർദ്ധിക്കപ്പെടത്തില്ല. ಇಲ್ಲಿ ಅಲ್ಲ, ഇവിടെ ಇಲ್ಲಲ್ಲ, ಇಲ್ಲಾಗಿದೆ. ഇവിടെ ഇന്നും ചെങ്കടൽ തുറക്കും. ಇವತ್ತು ಕೂಡ ಕೆಂಪು ಸಮುದ್ರ ಓಪನ್ ಆಗುತ್ತೆ. ഇവിടെയല്ല, ಇಲ್ಲಲ್ಲ, ഇവിടെയാ. ಇಲ್ಲಾಗಿದೆ. അതാ കർത്താവ്, നിങ്ങൾ ഭൂമിയിലൂടെ ചിന്തിക്കരുത്. ಆದ ಕಾರಣ ಆಗಿದೆ ಕರ್ತನ ಹೇಳಿದ್ದು, ನೀವು ಭೂಮಿಯಲ್ಲಿರೋದನ್ನ ಯೋಚನೆ ഭൂമിയോട് ಮಾಡಬೇಕು. ആരെങ്കിലും ചിന്തിച്ചാൽ, ಭೂಮಿಯಲ್ಲಿರೋದನ್ನ ಯಾರಾದ್ರೂ ಚಿಂತಿಸಿದ್ರೆ, കൂടുതൽ അറിയാൻ ശ്രമിച്ചാൽ, ಹೆಚ್ಚು ಭೂಮಿಯಲ್ಲಿರೋದನ್ನೇ ತಿಳ್ಕೊಳಕ್ಕೆ ಪ್ರಯತ್ನ ಮಾಡಿದ್ರೆ, നിങ്ങൾ അറിയാതെ ನೀವೇ ತಿಳಿಯದೆ ഭൂമിയിലുള്ള കാര്യം നിങ്ങളെ വന്ന് മൂടും. ಭೂಮಿಯಲ್ಲಿರೋ ವಿಷಯಗಳು ನಿಮ್ಮನ್ನು ಬಂದು ಆವರಿಸ್ಕೊಳ್ಳುತ್ತೆ. അതിനെക്കുറിച്ച് ചിന്തിക്കില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ದೇವ್ರ ವಾಕ್ಯ ಹೇಳ್ತಿರೋದು ಅದ್ರ ಬಗ್ಗೆ ನೀನ್ ಚಿಂತೆ ಮಾಡಬೇಡ ಎಂಬುದಾಗಿ. ഉയരത്തോടെ ചിന്തിപ്പിക്കുക. ಮೇಲಿರುವುದನ್ನ ಯೋಚಿಸು. ഹല്ലേലൂയ. ಆಮೆನ್. സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പറയുന്ന കാര്യം ಕರ್ತನು ಹೇಳಿದ ವಿಷಯಗಳು വിശ്വസ്തയോടെ ನಂಬಿಕೆಯಿಂದ ചെയ്യുന്നവരാണ് ಮಾಡುವವರಾಗಿದ್ದಾರೆ ഭാഗ്യവാന്മാർ. ಧನ್ಯರು. ഹല്ലേലൂയ. ಆಮೆನ್. ഇന്നത്തെ ചിന്തയ്ക്ക് ഒരു ഭാഗം വഹിക്കും. ಇವತ್ತಿನ ಧ್ಯಾನಕ್ಕಾಗಿ ನಾವು ಒಂದು ವಾಕ್ಯ ಓದೋಣ. വചനമല്ല നമ്മൾ ചിന്തിക്കുന്ന ഓപ്പോസിറ്റ് ആണ്. ನಾವು ವಾಕ್ಯದಲ್ಲಿ ಚಿಂತಿಸುವುದೆಲ್ಲವೂ ವಿರುದ್ಧವಾಗಿದೆ. വിശ്വാസം പോലും നഷ്ടപ്പെടും. ನಂಬಿಕೆ ಕೂಡ ನಷ್ಟವಾಗುತ್ತೆ. കാരണം നിൽപ്പ് എവിടെയാണെങ്കിൽ, ಯಾಕಂದ್ರೆ ನಿಂತಿರೋದು ಯಾವ ಸ್ಥಳದಲ್ಲಿ?
ഹല്ലേലൂയ. മാറിയാൽ അതിന്റെ മാറ്റവും ಆದ್ರೆ ಆ ಸ್ಥಳದಿಂದ ಬದಲಾವಣೆ ಆದ್ರೆ ಅದರ ಬದಲಾವಣೆಯನ್ನ ನಾವು ಅನುಭವಿಸ್ತೇವೆ. അതിന്റെ ഭാഗം പഠിക്കുക. ಇವತ್ತಿನ ಧ್ಯಾನಕ್ಕಾಗಿ ನಾವು ಒಂದು ವಾಕ್ಯ ಓದೋಣ. 121 സങ്കീർത്തനത്തിൽ 121ನೇ ಕೀರ್ತನೆಯ 3-4 വായിന്ന് വായിക്കാനായിട്ട് 3 ಮತ್ತು 4ನೇ ವಾಕ್ಯವನ್ನಾಗಿದೆ ಇವತ್ತು ಓದುವುದಕ್ಕಾಗಿ അകത്ത് പ്രകാശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അതിലേക്ക് പോയി. ಅದನ್ನಾಗಿದೆ ದೇವರಾತ್ಮನ ನನ್ನೊಳಗಡೆ ಪ್ರಕಾಶಪಡಿಸಿದ್ದು. ಆದ ಕಾರಣ ಆ ವಾಕ್ಯದೊಳಗೆ ನಾನು ಹೋಗುತ್ತೇನೆ. ಆತನು ನಿನ್ನ ಪಾದಗಳನ್ನು ಕದಲಗೊಳಿಸದಿರಲಿ, ನಿನ್ನನ್ನು ಕಾಯುವವನು ತೂಕಡಿಸದಿರಲಿ. ಇಗೋ, ಇಸ್ರಾಯೇಲರನ್ನು ಕಾಯುವಾತನು ತೂಕಡಿಸುವುದಿಲ್ಲ, ನಿದ್ರಿಸುವುದಿಲ್ಲ. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, ಅಲ್ಲಿ ಹೋಗ್ತೇವೆ, നിന്റെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ನಿನ್ನ ಕಾಲುಗಳು ಕದಲಗೊಳಿಸದಿರಲಿ. ദൈവം ചെയ്യുന്നില്ല, ದೇವರು ನಿನ್ನ ಪಾದಗಳನ್ನ ಏನ್ ಮಾಡಲ್ಲ, സമ്മതിക്കത്തില്ല എന്ന്. ಕದಲುವುದಕ್ಕೆ ಬಿಟ್ಕೊಡೋದಿಲ್ಲ ಅಂತಾಗಿದೆ ಮಾತಿನ ಅರ್ಥ. സമ്മതിക്കില്ലെന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതിന്റെ ಸಮ್ಮತಿಸೋದಿಲ್ಲ ಅಥವಾ ಅನುಮತಿಸೋದಿಲ್ಲ ಎಂಬ ಮಾತಿನ ಅರ್ಥವೇನು? പിശാചെ വെറുതെ മോഹിക്കണ്ട, ಸೈತಾನನ ಸುಮ್ಮನೆ ಅತ್ಯಾಸೆ ಪಡಬೇಡ. എന്റെ മക്കളുടെ കാൽ വഴുതുവാൻ ഞാൻ ನನ್ನ സമ്മതിക്കത്തില്ല ಮಕ್ಕಳ ಕಾಲುಗಳು ಕದಲುವುದಕ್ಕೆ ನಾನು ಬಿಟ್ಕೊಡೋದಿಲ್ಲ എന്നതിന്റെ അർത്ഥം. ಅದಲ್ವಾ ಅದರ ಅರ್ಥ? പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതോ? ಆದ್ರೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಸಂಭವಿಸುವಂತದ್ದು അതാ ഞാൻ പറഞ്ഞത്. ಅದನ್ನಾಗಿದೆ ನಾನು ಹೇಳಿದ್ದು. ഇവിടെ നിൽക്കരുത്, ಇಲ್ಲಿ ನಿಲ್ಬಾರ್ದು. ആ അറിവിലും ആ ചിന്തയിലും ഈ കാഴ്ചപ്പാടിലും നിൽക്കരുത്. ಈ ಭೂಮಿಯ ಚಿಂತೆಯಲ್ಲೂ ಯೋಚನೆಯಲ್ಲೂ ದೃಷ್ಟಿಕೋನದಲ್ಲೂ ನಾವು ನಿಲ್ಬಾರ್ದು. മാറ്റം വരണം ജീവിതത്തിൽ. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬದಲಾವಣೆ ಬರಬೇಕು. പ്രാർത്ഥന എവിടെയൊക്കെ വെക്കുന്നു, ഉപവാസ പ്രാർത്ഥന എനിക്കറിയത്തില്ല. ಎಲ್ಲೆಲ್ಲ ಉಪವಾಸ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಿದ್ದಾರೆ ಎಂಬುದಾಗಿ ನನಗೆ ಗೊತ್ತಿಲ್ಲ. പക്ഷേ ಆದ್ರೆ ഈ പ്രാർത്ഥനയ്ക്കകത്ത് കേൾക്കുന്നത് നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ, ಈ ಪ್ರಾರ್ಥನೆಯ ಒಳಗಡೆ ನೀವು ಕೇಳುವಂತದನ್ನ ಅಂಗೀಕರಿಸುವುದಾದರೆ, ഇതിൽ പറഞ്ഞ വിടുതൽ നിങ്ങൾ അനുഭവിക്കാൻ തന്നെ ചെയ്യും. ಈ ವಾಕ್ಯದಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟಿರುವಂತಹ ಬಿಡುಗಡೆಯನ್ನ ನೀವು ಅನುಭವಿಸ್ತೀರಿ. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? ಅಲ್ಲಿ ಯಾವ ರೀತಿಯಲ್ಲಿ ಬರ್ದಿದೆ? നിന്റെ കാലിൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. ನಿನ್ನ ಕಾಲುಗಳನ್ನ ಕದಲಗೊಳಿಸುವುದಕ್ಕೆ ಆತನ ಅನುಮತಿಸೋದಿಲ್ಲ. നിന്നെ ഒരുവൻ കാക്കുന്നുണ്ട്. ಯಾಕಂದ್ರೆ ನಿನ್ನನ್ನು ಒಬ್ಬನು ಕಾಯುತ್ತಿದ್ದಾನೆ. അവരെ ആരുമില്ല നമുക്ക്. ನಾವು ಹೇಳ್ತೇವೆ ನನಗೆ ಯಾರು ಇಲ್ಲ ಎಂಬುದಾಗ, ಆದ್ರೆ ವಾಕ್ಯ ಏನ್ ಹೇಳುತ್ತೆ? എന്തൊരു അനുഗ്രഹം അല്ലേ? ಆಹಾ, ಎಂತ ಆಶೀರ್ವಾದ ಅಲ್ವಾ? കാൽ വഴുതുവാൻ സമ്മതിക്കത്തില്ല. ನಮ್ಮ ಕಾಲುಗಳು ಕದಲಗೊಳಿಸುವುದಕ್ಕೆ ಆತನ ಅನುಮತಿಸೋದಿಲ್ಲ. കാരണം ഉറങ്ങാതെയും മയങ്ങാതെയും ഒരുത്തൻ നിന്നെ കാക്കും. ಯಾಕಂದ್ರೆ ತೂಕಡಿಸದೆ ನಿದ್ರಿಸದೆ ಒಬ್ಬ ನಿನ್ನನ್ನು ಕಾಯ್ತಿದ್ದಾನೆ. അത് വേറെ ആരുമല്ല, യേശു. ಅದು ಬೇರೆ ಯಾರು ಅಲ್ಲ, ಯೇಸುವೇ ಆಗಿದ್ದಾನೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. കാക്കുന്നു ಕಾಯ್ತಿದ್ದಾನೆ. ഹല്ലേലൂയ. കാവല് മിലിറ്ററി നിൽക്കുന്നുണ്ട്. ഇന്ത്യൻ ഹല്ലേലൂയ രാജ്യത്ത്, ಭಾರತ ದೇಶದಲ್ಲಿ ഇന്ത്യയുടെ സുരക്ഷിതത്തിന് വേണ്ടി ಭಾರತದ ಸುರಕ್ಷತೆಗಾಗಿ ഇന്ത്യൻ മിലിറ്ററി കാക്കുന്നുണ്ട്. ಭಾರತದ ಮಿಲಿಟರಿ ಭಾರತವನ್ನ ಕಾಯ್ತಾ ಇದೆ. നമ്മുടെ നാടിനെ ನಮ್ಮ ನಾಡನ್ನ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കാക്കുന്നു. ನಮ್ಮ ಈ ರಾಜ್ಯವನ್ನ ಪೊಲೀಸ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಅವರು ಕಾಯ್ತಿದ್ದಾರೆ. നാട്ടിനകത്തുള്ളവരെ പോലീസിലാക്കുന്നു. ಈ ರಾಜ್ಯದ ಒಳಗಡೆ ಇರೋರನ್ನ ಪೊಲೀಸ್ ಕಾಯ್ತಿದ್ದಾರೆ. രാജ്യത്തിന്റെ ചുറ്റും ಆ ದೇಶದ ಸುತ್ತಲೂ ಮಿಲಿಟರಿ ಸುರಕ್ಷಿತ, ಮಿಲಿಟರಿ ಅವರು ಸುರಕ್ಷಿತವಾಗಿ ಕಾಯ್ತಿದ್ದಾರೆ. ಬೇರೆ ರಾಜ್ಯದಲ್ಲಿ ಪಡ್ಕೊಂಡು ಬೇರೆ ದೇಶದವರು ಏನು ಬಂದು ತೊಂದರೆ ಮಾಡದೇ ಇರ್ಲಿಕ್ಕೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಆಮೆನ್. അപ്പോൾ ഈ രാജ്യത്തിലെ മിലിಟറി, ಹಾಗಾದ್ರೆ ಈ ರಾಜ್ಯದ ಅಥವಾ ಈ ದೇಶದ ಮಿಲಿಟರಿ, ದೇವರಾಜ್ಯದ മിലിಟറി, ದೇವರ ರಾಜ್ಯದ ಮಿಲಿಟರಿ, ദൈവം ആക്കി വെച്ച അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും, ದೇವರು ನೇಮಕ ಮಾಡಿರುವ ಅಪೊಸ್ತಲರು ಮತ್ತು ಪ್ರವಾದಿಗಳೇ ಆಗಿದ್ದಾರೆ. പുറമേ നിന്നൊന്നും നിങ്ങളിലേക്ക് വന്ന് കയറാതിരിക്കാൻ ദൈവമാണ് ಮಿಲಿಟರಿ. ಆದ್ರೆ ಹೊರಗಡೆಯಿಂದ ಯಾವುದು ನಿಮ್ಮನ್ನ ಬಂದು ಬಾಧಿಸದೆ ಇರಲಿಕ್ಕೆ ದೇವರೇ ನಿಮಗೆ ಮಿಲಿಟರಿ ಆಗಿದ್ದಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. അതുകൊണ്ട് ആ ദൈവവചനം ഇങ്ങനെ വായിക്കുന്നത്. ಆದ ಕಾರಣ ದೇವರ ವಾಕ್ಯ ಈ ರೀತಿ ಹೇಳುತ್ತೆ. ഹല്ലേലൂയ. ಆಮೆನ್. പ്രതികൂല സമയങ്ങളിൽ, ಅನಾನುಕೂಲ ಸಮಯದಲ್ಲಿ, അനർത്ഥ ദിവസങ്ങളിൽ, ಅಪಾಯ ಕಾಲದಲ್ಲಿ, 27 സങ്കീർത്തനം 5-ാമത്തെ വാക്യം, 26ನೇ ಕೀರ್ತನೆ 27ನೇ ಅಧ್ಯಾಯದ 5ನೇ ವಾಕ್ಯ ഇങ്ങനെ വായിക്കപ്പെടുന്നു. ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, അനർത്ഥ ദിവസം വന്നിട്ട് കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. ಅಪಾಯ ಕಾಲದಲ್ಲಿ ಆತನು ತನ್ನ ಗುಡಾರದಲ್ಲಿ ನನ್ನನ್ನು ಅಡಗಿಸುವನು. അതിനെ അവൻ കാക്കുന്നത്. ಆ ರೀತಿಯಲ್ಲಾಗಿದೆ ಆತ ನಮ್ಮನ್ನ ಕಾಯುವುದು. കാക്കുമ്പോൾ അനർത്ഥ ദിവസം വരുമ്പോൾ, ಆ ರೀತಿಯಲ್ಲಿ ಆತನ ಕಾಯುವ ವೇಳೆಯಲ್ಲಿ ನಮಗೆ ಅಪಾಯ ಕಾಲ ಬಂದ್ರೆ അവൻ അവിടെ എന്ത് ചെയ്യുന്നു? ಆತನಲ್ಲಿ ಏನ್ ಮಾಡ್ತಾನೆ? കൂടാരത്തിൽ, ತನ್ನ ಗುಪ್ತ ಸ್ಥಳದಲ್ಲಿ, ഇന്ത്യൻ ആമേ, ഈ ഭാരതം, ಈ ಭಾರತ ದೇಶ ആമേ മിലിറ്ററിയുടെ ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ, എന്തിനാ? കാവലിലാണ് നിൽക്കുന്നത്. ಈ ಭಾರತ ದೇಶ ಮಿಲಿಟರಿಯ ಕಾವಲಿನ ಒಳಗಡೆ ಇದೆ. ഹല്ലേലൂയ. ആമേൻ. ഇതേപോലെ ಇದೇ ರೀತಿ അനർത്ഥ ദിവസത്തിൽ ಅಪಾಯ ಕಾಲದಲ್ಲಿ ദൈവം ദൂതനെ നിർത്തും. ದೇವರು ದೂತರನ್ನ ನಿಲ್ಲಿಸ್ತಾನೆ. പക്ഷേ ಆದ್ರೆ സഭയ്ക്കകത്ത് ಸಭೆಯ ಒಳಗೂ ദൈവമക്കളെയും ದೇವರ ಮಕ್ಕಳನ್ನ, ശുശ്രൂഷമാരെ, ಸೇವಕರನ್ನ, എല്ലാരും എനിക്ക് പറയാൻ പറ്റത്തില്ല. ಎಲ್ಲರನ್ನೂ ಅಂತ ಹೇಳಕ್ಕಾಗಲ್ಲ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവം ആക്കി വെച്ച അഭിഷക്തന്മാരെ, ಆದ್ರೆ ಸಭೆಯ ಒಳಗಡೆ ಇರುವವರನ್ನ ಕಾಯುವುದಕ್ಕಾಗಿ ದೇವರು ಕೆಲವರನ್ನ ನೇಮಕ ಮಾಡಿದ್ದಾನೆ. ಅದು ಎಲ್ಲರನ್ನೂ, ಎಲ್ಲಾ ಸೇವಕರನ್ನು ಅಂತ ನಾನು ಹೇಳಲ್ಲ, ದೇವರು ನೇಮಕ ಮಾಡಿರುವ ಸೇವಕರನ್ನ, ദൈവം അയച്ചവരെ, ದೇವರು ಕಳುಹಿಸಿದವರನ್ನ. പുറമേ നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ, ನೀವು ಮನೆಗೆ ಹೋಗುವಾಗ, നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ, ನೀವು ಒಂಟಿಯಾಗುವಾಗ, നിങ്ങൾ ഏത് സാഹചര്യത്തിലും ನೀವು ನಿಮ್ಮ ಯಾವುದೇ ಸನ್ನಿವೇಶದಲ್ಲಿ അവിടെയൊന്നും ശുശ്രൂഷമാരുണ്ടാകത്തില്ല. ಅಲ್ಲೆಲ್ಲೂ ನಿಮ್ಮ ಸೇವಕರು ನಿಮ್ ಜೊತೆ ಇರಲ್ಲ. അവിടെയാണ് ദൈവം കാക്കുന്നത്. ಅಲ್ಲಿ ನಿಮ್ಮನ್ನ ಕಾಯುವನು ದೇವರೇ ಆಗಿದ್ದಾನೆ. ഹല്ലേലൂയ. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ದೇವರಿಗೆ ಸ್ತೋತ್ರ
ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. രണ്ട് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ಮಿಲಿಟರಿ ಡಿಪಾರ್ಟ್ಮೆಂಟ್. ಆದ ಕಾರಣ ಆಗಿದೆ ನಾನು ಎರಡನೇ ಹೇಳಿದ್ದು, ದೇಶದ ಗಡಿಯಲ್ಲಿ ಮಿಲಿಟರಿ ಅವರಿದ್ದಾರೆ, ದೇಶದ ಒಳಗಡೆ ಪೊಲೀಸ್ ಅವರಿದ್ದಾರೆ. ഡിപ്പാർട്ട്മെന്റ് വേറെ ഉണ്ട്. ಇಲ್ಲಿ ಈ ಭೂಮಿಯಲ್ಲಿ ಬಹಳಷ್ಟು ಬೇರೆ ಡಿಪಾರ್ಟ್ಮೆಂಟ್ಗಳು ಇದ್ದಾರೆ. ടീച്ചർമാരുണ്ട്, സാറന്മാരുണ്ട്, ಟೀಚರ್ಗಳು, ಮಾಸ್ಟರ್ಗಳೆಲ್ಲ ಇದ್ದಾರೆ. പിള്ളേരൊക്കെ നല്ല ഭാഷയൊക്കെ പഠിപ്പിക്കാൻ, ಮಕ್ಕಳಿಗೆ ಒಳ್ಳೆ ಭಾಷಾ ಶೈಲಿಯನ್ನು ಕಲಿಸಲಿಕ್ಕೆ ഇതേപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റ്, ಇದೇ ರೀತಿಯ ಒಂದೊಂದು ಇಲಾಖೆ ಇದೆ. അതിന് ഉപദേശകന്മാരൊക്കെ ഉണ്ട്. ಅದಕ್ಕೆ ಉಪದೇಶಕರೆಲ್ಲ ಇದ್ದಾರೆ. എല്ലാം ദൈവമനത്തിന് പോയതാ, വേറെ എവിടെ വന്നതല്ല. ದೇಶದಲ್ಲಿ ಪಾಠ ಕಲಿಸಲಿಕ್ಕೋಸ್ಕರ ಟೀಚರ್ಗಳು ಇರುವಂತ ರೀತಿಯಲ್ಲಿ ಸಭೆಗಳು ಉಪದೇಶಕರಿದ್ದಾರೆ. ದೇವರೆಲ್ಲರನ್ನ ಅಚ್ಚುಕಟ್ಟಾಗಿ ಮಾಡಿದ್ದಾರೆ ಸಭೆಗಳು. ദൈവത്തില്ലാത്ത ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടില്ല. ದೇವರಿಂದ ಅಲ್ಲದೆ ಇರುವಂತ ಯಾವುದನ್ನು ಈ ಭೂಮಿಯಲ್ಲಿ ಯಾರು ಕಂಡಿರ್ತೀವಿ? ഒരു ഡിപ്പാർട്ട്മെന്റും ഇല്ല, ಯಾವ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಇಲ್ಲ. എങ്ങനെ വക്കീല് വന്നത്? ಹೇಗೆ ವಕೀಲರು ಬಂದರು? ബൈബിളിലുണ്ട്. ಬೈಬಲ್ ಅಲ್ಲಿ ಇದೆ. എങ്ങനെ ജഡ്ജി വന്നത്? ಹೇಗೆ ಜಡ್ಜಿಗಳು ಬಂದರು? ബൈബിളിലുണ്ട്. ಬೈಬಲ್ ಅಲ್ಲಿ ನ್ಯಾಯಸ್ಥಾಪಕರಿದ್ದಾರೆ. എങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്? ಹೇಗೆ ಪೊಲೀಸ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಬಂತು? ಬೈಬಲ್ ಅಲ್ಲಿ. ഹല്ലേലൂയ, ಇದೆ. ഹല്ലേലൂയ. ബൈബിളില്ലാത്ത ഒരു കാര്യം, ഒരു നിയമം എവിടെയും ചെയ്യുന്നില്ല. ಬೈಬಲ್ ಅಲ್ಲಿ ಇಲ್ಲದೆ ಇರುವಂತ ಯಾವುದು ಕೂಡ ಭೂಮಿಯಲ್ಲಿ ಇಲ್ಲ. അതാ യേശു പറഞ്ഞത്. ಅದನ್ನಾಗಿದೆ ಯೇಸು ಹೇಳಿದ್ದು, ലോക നിയമത്തിന് കീഴ്പ്പെടുവി, ಲೋಕದ ಅಧಿಕಾರಕ್ಕೆ ಅಧೀನರಾಗಿರಿ. ലോകത്തിന്റെ പാപത്തിനല്ല, ಲೋಕದ ಪಾಪಕ್ಕಲ್ಲ, ലോക നിയമത്തിന് കീഴ്പ്പെടുവി, ಲೋಕದ ಅಧಿಕಾರಿಗಳಿಗೆ ಅಧೀನರಾಗಿರ್ರಿ. കാരണം ഇതൊക്കെ ബൈബിളിൽ നിന്ന് പോയതാ. ಇದೆಲ್ಲ ಬೈಬಲ್ ಇಂದಲೇ ಹೋಗಿರೋದು. മാറ്റം വരത്തില്ല, ಅದು ಬದಲಾವಣೆ ಬರೋದಿಲ್ಲ. ഞാൻ ಆ ಭಾಗത്ത് ಪ್ರವೇಶಿക്കാത്തില്ല. ನಾನು ಆ ಭಾಗಕ್ಕೆ ಹೋಗುವುದಕ್ಕೆ ಬಯಸ್ತಾ ಇಲ್ಲ. ഇസ്രായേലിന്റെ പരിപാലനം മയങ്ങത്തൂല, ഉറങ്ങില്ല. ಇಸ್ರಾಯೇಲರನ್ನ ಕಾಯುವಾತನು ತೂಕಡಿಸುವುದೆಲ್ಲ ನಿದ್ರಿಸುವುದಿಲ್ಲ. ഹല്ലേലൂയ. എന്താ സംഭവം അറിയാമോ? ವಿಷಯ ಗೊತ್ತಾ? നിന്റെ കാല് വീഴുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ನಿಮ್ಮ ಕಾಲು ಕದಲಿ ಹೋಗುವುದಕ್ಕೆ ದೇವರು ಅನುಮತಿಸೋದಿಲ್ಲ. ദൈവം കാത്തുകൊണ്ടേയിരിക്കും. ದೇವರು ಕಾಯುತ್ತಲೇ ಇರ್ತಾರೆ. കരം കൊടുത്ത് പറഞ്ഞേ, ദൈവം എന്നെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ಪಕ್ಕದಲ್ಲಿ ಕೈ ಕೊಟ್ಟು ಹೇಳಿದ್ರೆ ದೇವರು ನನ್ನನ್ನು ಕಾಯುತ್ತಲೇ ಇದ್ದಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഞാൻ വിശക്കുമ്പോഴും, ನಾನು ಹಸಿವಾಗುವಾಗ, ನಾನು ವೇದನೆ ಪಡುವಾಗ, ഞാൻ ഭയപ്പെടുമ്പോഴും, ನಾನು ಭಯಪಡುವಾಗ, ഏത് വിഷയത്തിൽ ನನ್ನ ಯಾವ ವಿಷಯದಲ್ಲಿ ഒരു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ನನ್ನನ್ನೊಬ್ಬನು ಹುಡುಕ್ತಾನೆ ಇದ್ದಾನೆ, ಕಾಯ್ತಾನೆ ಇದ್ದಾನೆ. പക്ഷെ ആ വിഷയത്തിൽ, ಆದ್ರೆ ಆ ವಿಷಯದಲ್ಲಿ എന്റെ കാൽ വഴുകാൻ ദൈവം ನನ್ನ സമ്മതിക്കില്ല. ಕಾಲು ಕದಲಿ ಹೋಗಲಿಕ್ಕೆ ದೇವರು ಅನುಮತಿಸುವುದಿಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. യേശു പറയാണ്, ഡയറക്റ്റ് പറയുന്നു. ಯೇಸು ಡೈರೆಕ್ಟ್ ಆಗಿ ಹೇಳ್ತಿದ್ದಾರೆ. മത്തായിയുടെ സുവിശേഷമായ 3 ഗിരിപ്രഭാഷണത്തിൽ, ಮತ್ತಾಯನ ಸುವಾರ್ತೆಯ 3 ಪರ್ವತ ಪ್ರಸಂಗಗಳಲ್ಲಿ 5, 6, 7 ആണ് ഗിരിപ്രഭാഷണം. ಮತ್ತಾಯನ ಸುವಾರ್ತೆ 5, 6, 7ನೇ ಅಧ್ಯಾಯಗಳಾಗಿದೆ ಪರ್ವತದ ಪ್ರಸಂಗ. യേശു പറയുന്നു, നാളെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ಯೇಸು ಅಲ್ಲಿ ಹೇಳ್ತಿದ್ದಾರೆ, ನಾಳೆ ಕುರಿತು ಚಿಂತೆ ಮಾಡಬೇಡ್ರಿ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ಹಾಗೆ ಹೇಳಿರುವುದಾದ್ರೆ, നാളത്തെ കാര്യം, ನಾಳೆಯ ವಿಷಯ ഈ കാക്കുന്നവൻ, ಈ ಕಾಯುವವನು ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്, ಸಿದ್ಧ ಮಾಡಿದ್ದಾನೆ ಎಂಬುದಾಗಿ അവിടെയാണ് ഒരു ചോദ്യം ഉണ്ടാകുന്നത്. ಅಲ್ಲಾಗಿದೆ ನಮಗೊಂದು ಪ್ರಶ್ನೆ. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയല്ലേ? അവസ്ഥ ಫಸ್ಟ್ ಅದೆಲ್ಲ ಸಿದ್ಧ ಆಗಿದೆ ಅಂತ ನೀವ್ ಹೇಳಿದ್ರು ನಮ್ಮ ಪರಿಸ್ಥಿತಿ ಹಿಂಗಿದೆಯಲ್ಲ. അതിനാ പറയുന്നത്, ഇവിടെ നിൽക്കരുത്, ഇങ്ങോട്ട് വരിക. ಆದ ಕಾರಣ ಆಗಿದೆ ನಿಮಗೆ ಫಸ್ಟ್ ಹೇಳಿದ್ರು, ಇಲ್ಲಿ ನಿಂತ್ಕೋಬೇಡಿ, ಇಲ್ಲಿ ಬನ್ನಿ. ഈ ബൈബിളിൽ ಅಲ್ಲಿ ഹല്ലേലൂയ, ಆಮೆನ್. നാളത്തെ കുറിച്ച് വിചാരപ്പെടുന്നത് പറഞ്ഞിട്ടുണ്ട്. ನಾಳೆ ಕುರಿತು ಚಿಂತೆ ಮಾಡಬೇಡ್ರಿ ಎಂಬುದಾಗಿ ಹೇಳಿದ್ಯಾ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ಹಾಗೆ ಹೇಳಿದ್ಯಾ? 6:24 മുതൽ പറഞ്ഞിട്ടുണ്ട്. 6ನೇ ಮತ್ತಾಯನ ಸುವಾರ್ತೆ 6:24 ವಾಕ್ಯದಿಂದ ಕೆಳಗಡೆ ಬರೆಯಲ್ಪಟ್ಟಿದೆ. വാഗ്ദത്തങ്ങൾ അധികം പറയുന്നു. ಅಲ್ಲೆಲ್ಲ ಕರ್ತನ ವಾಗ್ದಾನಗಳಲ್ಲಿ ಹೇಳ್ತಿದ್ದಾನೆ. ഹല്ലേലൂയ. ಆಮೆನ್. അവിടെ പറയാം, നാളത്തെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, ನಾಳೆ ಕುರಿತು ನೀವು ಚಿಂತೆ ಮಾಡಬೇಡಿ. അയ്യോ, ഞങ്ങൾ പാവങ്ങളാണ്. ಅಯ್ಯೋ, ನಾವ್ ಹೇಳ್ತೇವೆ ನಾವು ಬಡವರು. അതുകൊണ്ട് തന്നെ പറയാം, നാളത്തെ കുറിച്ച് ಆದ ಕಾರಣನೇ ಹೇಳ್ತಿರೋದು, ನೀವು ನಾಳೆ ಕುರಿತು ಚಿಂತೆ ಮಾಡಬೇಡಿ ಎಂಬುದಾಗಿ. ഇവിടെ ഉള്ളവർ ആരാ ഇപ്പം? അതെല്ലാവരും പാവങ്ങളാണ്. ಇಲ್ಲಿರೋದು ಎಲ್ಲರೂ ಬಡವರೇ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു സങ്കടം തോന്നി. ಸರಿಯಾಗಿ ಹೇಳ್ಬೇಕಂದ್ರೆ ನನಗೊಂದು ಸಂಕಟ ಆಯ್ತು. ആ ബൈക്കിന്ന് ഏകദേശം 2 ലിറ്റർ പെട്രോൾ തെറ്റാ ഇപ്പൊ ഇതെല്ലാം ചെയ്യുന്നത്. ಆ ಬೈಕಿಂದ 2 ಲೀಟರ್ ಪೆಟ್ರೋಲ್ ತೆಗೆದ್ಬಿಟ್ಟಾಗಿದೆ, ಇವಾಗ ಈ ಲೈಟ್ ಬರುವಂತೆ ಮಾಡಿದ್ದು. ആ ഇല്ലായ്മ ചെയ്തു. ಆ ಇಲ್ಲದೇ ಇರೋ ಪರಿಸ್ಥಿತಿಯಲ್ಲೂ ಮಾಡುವಂತದ್ದು. ಆಮೇಲೆ പക്ഷെ ദൈവം അത് കാണുന്നു. ಆದ್ರೆ ದೇವರು ಅದನ್ನು ಕಾಣ್ತಿದ್ದಾರೆ. നാളത്തെ കുറിച്ച് വിചാരപ്പെട്ടു, ನಾಳೆ ಕುರಿತು ಚಿಂತೆ ಮಾಡಬೇಡಿ എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ಎಂಬುದಾಗಿ ದೇವರು ಹೇಳಿದ್ದಾರೆ. അത് ആ അത്ഭുതം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ಆ ಅದ್ಭುತ ಕಾಣ್ಬೇಕಂದ್ರೆ ನಾವೇನ್ ಮಾಡ್ಬೇಕು? നമ്മുടെ മനസ്സ്, ನಮ್ಮ ಮನಸ್ಸು, നമ്മുടെ എല്ലാ ചിന്തകളും, ನಮ್ಮ ಎಲ್ಲಾ ಚಿಂತೆಗಳು ഇവിടെ നിൽക്കരുത്, ಇಲ್ಲಿ ನಿಲ್ಬಾರ್ದು, ಇಲ್ಲಿ ನಿಲ್ಬಾರ್ದು, ಈ ಕಡೆ ಬರ್ಬೇಕು. ഈ വചനത്തിന്റെ ആ വിടുതൽ നമുക്ക് അനുഭവിക്കണം. ಆಗಿದ್ರೆ ಮಾತ್ರ ಈ ವಾಕ್ಯದ ಬಿಡುಗಡೆಯನ್ನು ನಾವು ಅನುಭವಿಸಕ್ಕಾಗುವುದು. അതാണ് ഇവിടുത്തെ ശുശ്രൂഷയുടെ പ്രത്യേകത. ಅದಾಗಿದೆ ಈ ಸೇವೆಗಿರುವಂತ ವಿಶೇಷತೆ. ഇവിടെ കിടന്നുകൊണ്ടുള്ള ശുശ്രൂഷ, ಇದು ಇಲ್ಲಿ ಬಿತ್ಕೊಂಡಿರೋ ಸೇವೆ ಅಲ್ಲ. കിടക്കുന്നവർക്ക്, ಅಲ್ಲಿ ಬಿತ್ಕೊಂಡಿರೋರಿಗೆ ഇവിടുന്ന് വരുന്ന ശുശ്രൂഷ, ಇಲ್ಲಿಂದ ಬರುವಂತ ಸೇವೆ. നിങ്ങൾ അങ്ങോട്ട് കയറുകയാണെങ്കിൽ, ನೀವು ಕೂಡ ಅಲ್ಲಿಂದ ಇಲ್ಲಿ ಬರುವುದಾದ್ರೆ നിങ്ങൾക്ക് സാക്ഷിയിരിക്കേണ്ട ನೀವು ಕೂಡ ಸಾಕ್ಷಿಯಾಗತಕ್ಕ ರೀತಿಯಲ್ಲಿ ದೇವರು ನಮ್ಮ ದೇವರ ಅದ್ಭುತ ಮಾಡ್ತಾರೆ. ഹല്ലേലൂയ. ദൈവമൊക്കെ ദൈവമാണ് പറയും. ದೇವರು ನನ್ನ ದೇವರು ಅಂತ ನೀವು ಹೇಳ್ತೀವಿ. മനസ്സോടെ പറയാൻ പറ്റുമോ പ്രശ്നം വരുമ്പോ? ಹಾಗಾದ್ರೆ ಮನಸ್ಸಿನಿಂದ ಹೇಳ್ಬೋದ ಸಮಸ್ಯೆಗಳು ಬರುವಾಗ? നല്ല പ്രശ്നങ്ങൾ വന്ന് നോക്കണം. ಒಳ್ಳೆ ಸಮಸ್ಯೆಗಳು ಬರುವಾಗ മനസ്സോടെ യേശുവിന്റെ ദൈവം അങ്ങോട്ട് പറയാൻ പറ്റുമോ? ಮನಸ್ಸಾರೆ ಹೇಳಲಿಕ್ಕಾಗುತ್ತಾ ಯೇಸುವೆ ನನ್ನ ದೇವರು ಎಂಬುದಾಗಿ? ഇവിടെ വന്ന
ಇಲ್ಲಿಗೆ ಬಂದ್ರೆ നിങ്ങൾ പറഞ്ഞില്ല നിങ്ങളുടെ നാവ് തന്നെ പറയും. ನೀವ್ ಹೇಳಕ್ಕಾಗಿಲ್ಲ ಅಂದ್ರೂ ನಿಮ್ಮ ನಾಲಿಗೆ ತಾನಾಗಿ ಹೇಳುತ್ತೆ ಯೇಸುವೇ ನನ್ನ ದೇವರೆಂಬುದಾಗಿ. ഹല്ലേലൂയ. കാരണം എല്ലാ മുഴക്കാലും ಯಾಕಂದ್ರೆ ಎಲ್ಲಾ ಮೊಣಕಾಲು ಆತನ ಮುಂದೆ ಊರಲ್ಪಡುತ್ತೆ. നാവ് യേശു കർത്താവ്. ಎಲ್ಲಾ ನಾಲಿಗೆಗಳು ಯೇಸುವೇ ಕರ್ತನೆಂದು ಅರಿಕೆ ಮಾಡುತ್ತೆ. ചിന്തിക്കാതെ പറയുന്ന ദിവസം വരാൻ പോകുന്നു. ಚಿಂತನೆ ಮಾಡದೆ ಯೇಸುವೇ ನನ್ನ ದೇವರು ಅಂತ ಹೇಳುವಂತ ಒಂದು ದಿನ ಬರುತ್ತೆ. അവൻ നിന്റെ കാൽ വീഴുവാൻ ദൈവം സമ്മതിക്കുന്നു. ಹಾಗಾದ್ರೆ ನಿನ್ನ ಕಾಲು ಕದಲಿ ಹೋಗುವುದಕ್ಕೆ ದೇವರು ಅನುಮತಿಸುವುದಿಲ್ಲ. കാല് എന്തിനെന്ന് കുറിച്ച് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്. ಕಾಲು ಏನನ್ನ ಸೂಚಿಸುತ್ತೆ ಎಂಬುದಾಗ ನಾನು ಅನೇಕ ಬಾರಿ ಹೇಳಿದ್ದೇನೆ. കാല് ജീവിതത്തെ കാണിക്കുന്നു. ಕಾಲು ನಮ್ಮ ಜೀವಿತ ಮಾರ್ಗವನ್ನು ಸೂಚಿಸುತ್ತೆ. മുമ്പോട്ടുള്ള ജീവിതത്തെ കാണിക്കുന്നു. ಮುಂದಕ್ಕಿರುವ ಜೀವಿತವನ್ನ ತೋರಿಸ್ತದೆ. കാല് ಅದಾಗಿದೆ ಕಾಲು. പുറകോട്ട് നടക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ಹಿಂದಕ್ಕೆ ನಡೆಯುವ ಮನುಷ್ಯರು ನೋಡಿದೀರಾ? അല്ല വെറുതെ ചുമ്മാ നടക്കാന്നല്ലാതെ ആരും അങ്ങനെ പുറകോട്ട് വെറുതെ ആവശ്യം നടക്കുന്ന എന്നിവരെ കണ്ടിട്ടില്ല. ಸುಮ್ಮನೆ ಆತರ ತಮಾಷೆಗೆ ನಡೆಯೋದನ್ನ ಬಿಟ್ರೆ ಅಗತ್ಯಕ್ಕಾಗಿ ಯಾರು ಹಿಂದಕ್ಕೆ ನಡೆಯೋದನ್ನ ನೋಡಿಲ್ಲ. മുമ്പിൽ ഒരു അപകടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അപകടം വന്നാൽ ನಡೀತಾ ಇರುವಾಗ ಮುಂದೆ ಒಂದು ಅಪಾಯವಿದೆ. ചിലപ്പോൾ ഒന്ന് പുറകോട്ട് വെച്ചത്. ಕೆಲವೊಮ್ಮೆ ಹಿಂದೆ ಕಾಲಿಡಬಹುದು. പക്ഷെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ಆದ್ರೆ ಗುರಿ ತಲುಪಲಿಕ್ಕೆ ആരും പുറകോട്ട് പോകാൻ ಯಾರು ಹಿಂದಕ್ಕೆ ನಡೆಯಲ್ಲ. പുറകോട്ട് പോകുന്ന ദൈവത്തിന് ഇഷ്ടമേ അല്ല. ಹಿಂದಕ್ಕೆ ಹೋಗೋದು ದೇವರಿಗೆ ಇಷ್ಟವೂ ಅಲ್ಲ. അത് ഏത് പറവൻ പുറകെ വന്നാലും വേണ്ടില്ല. ಅದು ಯಾವ ಫರೋಹನಿಂದ ಬಂದ್ರೂ ಪರವಾಗಿಲ್ಲ. ഹല്ലേലൂയ. ഏത് സ്ഥലത്ത് കൊണ്ട് അവൻ ഒതുക്കിയാലും വേണ്ടില്ല. ಯಾವ ಸ್ಥಳದಲ್ಲಿ ತಗೊಂಡೋಗಿ ಅವನ ಅಡಗಿಸಿದ್ರು ಪರವಾಗಿಲ್ಲ. മുമ്പോട്ടുള്ളത് കൊണ്ട് വഴി മുമ്പിൽ തുറക്കപ്പെടുക തന്നെ ചെയ്യും. ಮುಂದಕ್ಕೆ ಹೋಗ್ತಿರೋದ್ರಿಂದ ದಾರಿ ಮುಂದೆ ತೆರೆಯಲ್ಪಟ್ಟೇ ಪಡುತ್ತೆ. ഹല്ലേലൂയ. അപ്പോൾ കാൽ ജീവിതത്തിന്റെ മുമ്പോട്ട് കാണിക്കുന്നു. ನಮ್ಮ ಕಾಲು ನಮ್ಮ ಮುಂದಿನ ಜೀವಿತವನ್ನು ತೋರಿಸ್ತಾರೆ. വാഗ്ദത്തങ്ങൾക്ക് പോകേണ്ടതാണ് കാല്. ವಾಗ್ದಾನಗಳಿಗೆ ಹೋಗಬೇಕಾಗಿರೋದಾಗಿದೆ ನಮ್ಮ ಕಾಲು. ആ കാല് വഴുതുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ലെന്ന്. ಆ ಕಾಲು ಕದಲಿ ಹೋಗಲಿಕ್ಕೆ ನನ್ನ ದೇವರು ಅನುಮತಿಸೋದಿಲ್ಲ ಎಂಬುದಾಗಿ ವಾಕ್ಯ ಹೇಳ್ತಿರೋದು. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ದೇವರು ಒಂದು ವಾಗ್ದಾನವನ್ನ ആ ಹೇಳ್ತಾರೆ. സമയം മുതലാണ് ಆ ಸಮಯ ಮೊದಲುಗೊಂಡಾಗಿದೆ പിശാച് പരീക്ഷിക്കാൻ വരുന്നത്. ಸೈತಾನನ್ನು ಶೋಧಿಸುವುದಕ್ಕಾಗಿ ಬರೋದು ഏതൊരു വ്യക്തിയെയും. ಯಾವುದೇ ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು. എന്നാൽ ಆದ್ರೆ പിശാച് പരീക്ഷിക്കുമ്പോൾ ಸೈತಾನ ಶೋಧಿಸುವಾಗ കാൽ വഴുതത്തക്കവണ്ണം ಕಾಲು ಜಾರದ ಹಾಗೆ, ജീവിതം നശിക്കത്തക്കവണ്ണം, ಜೀವಿತವು ನಾಶವಾಗದ ಹಾಗೆ, ജീവിതം നഷ്ടപ്പെടത്തക്കവണ്ണം, ಜೀವಿತ ನಷ್ಟಪಡುವ ಹಾಗೆ ആമെ പ്രശ്നങ്ങൾ വരുമ്പോൾ ಸಮಸ್ಯೆಗಳು ಬರುವಾಗ അത് വഴുതുവാൻ ദൈവം ಆ സമ്മതിക്കത്തില്ല. ಸಮಯಗಳಲ್ಲಿ ನಮ್ಮ ಕಾಲು ಕದಲಿ ಹೋಗುವುದಕ್ಕೆ ದೇವರು ಅನುಮತಿಸುವುದಿಲ್ಲ. പക്ഷെ ഇത് രണ്ടും വരണം. ಆದ್ರೆ ಇವೆರಡು ಬರಬೇಕು. കാൽ വഴുന്ന സാഹചര്യം ഉണ്ടാകണം. ಕಾಲು ಕದಲುವಂತ ಸನ್ನಿವೇಶ ಬರಬೇಕು. കാൽ വഴുതാതെ നിൽക്കണം. ಕಾಲು ಕದಲಿ ಹೋಗದೆ ನಿಲ್ಲಬೇಕು. അതാണ് വിശ്വാസ ജീവിതം. ಅದಾಗಿದೆ ನಂಬಿಕೆ ಜೀವಿತ. ഹല്ലേലൂയ. ആ പ്രശ്നങ്ങൾ വരാതെ ಆ ಸಮಸ್ಯೆಗಳೇ ಬರದೆ കാല് വഴുതാതെ സൂക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. ಕಾಲು ಕದಲದಂತೆ ಕಾಪಾಡಬೇಕಾದ ಅವಶ್ಯಕತೆ ಇಲ್ವಲ್ಲ? ഉണ്ടോ? ഇല്ല. ഹല്ലേലൂയ. ಅಲ್ಲೂಯ್ಯ. അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോൾ ಆದ್ರೆ ಸಮಸ್ಯೆಗಳು ಬರುವಾಗ കാല് വഴുതാതെ ദൈവം നിർത്തുന്നത്. ಕಾಲುಗಳು ಕದಲಿ ಹೋಗದ ಹಾಗೆ ದೇವರು ನಿಲ್ಸೋದು. നിർത്തുകയെന്നല്ല പറയാം, അവൻ സമ്മതിക്കത്തില്ലെന്നാ പറയുന്നത്. ನಿಲ್ಸೋದಿಲ್ಲ ಅಂತಲ್ಲ, ಆತನು ಒಪ್ಪಿಕೊಳ್ಳೋದೇ ಇಲ್ಲ. ആ കാര്യത്തിലെ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ഇല്ല. ಆ ವಿಷಯದ ಅಂದ್ರೆ ನಮ್ಮ ಕಾಲು ಕದಲಿ ಹೋಗುವಲಿಕ್ಕೆ ಬಿಡುವಂತ ವಿಷಯದಲ್ಲಿ ದೇವರಿಗೆ ಯಾವ ಕಾಂಪ್ರಮೈಸು ಇಲ್ಲ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവം. ದೇವರಿಗಾಗಿ ನಿಲ್ಲುವಂತ ಒಬ್ಬ ದೇವರ ಮಗನಿಗೆ കാല് വീഴത്തക്കവണ്ണം, ജീവിതം വീഴത്തക്കവണ്ണം, ಅವನ ಜೀವಿತ ಬಿದ್ದೋಗತಕ್ಕ ರೀತಿಯಲ್ಲಿ പിശാച് ഏത് തന്ത്രം മെനങ്ങിട്ട് ಸೈತಾನ್ ಯಾವುದೆಲ್ಲ ತಂತ್ರಗಳನ್ನ എന്നാലും ಬಂದ್ರು പിശാചിനോട് യേശു പറയും, ಸೈತಾನ್ಗೆ ಹೇಳ್ತಾನೆ, ഈ ഒരു കാര്യത്തിൽ യാതൊരു ಈ കോംപ്രമൈസും. ವಿಷಯದಲ್ಲಿ ಕಾಂಪ್ರಮೈಸೇ ಇಲ್ಲ. ഹല്ലേലൂയ. ಆಮೇಲೆ കാല് വഴുതത്തക്കവണ്ണം നീ അവനടുത്ത് പോയதைയും കണ്ടു. ಕಾಲು ಕದಲಿಸತಕ್ಕ ರೀತಿಯಲ್ಲಿ ಅವನ ಬಳಿಗೆ ಹೋಗಿದ್ದನ್ನ ನಾನು ಕಂಡೆ. അങ്ങനെയുള്ള പ്രശ്നം വീട്ടിലിട്ടത് ഞാൻ കണ്ടു. ಸೈತಾನನೇ ಆ ರೀತಿಯ ಸಮಸ್ಯೆಗಳನ್ನ ಆ ಮನೆಗೆ ತಂದು ಹಾಕಿದ್ ನಾನು ನೋಡಿದೆ. അതിനെ ഞാനൊന്നും ചെയ്യുന്നില്ല. ಅದಕ್ಕೆ ನಾನೇನು ಮಾಡಲ್ಲ, അത് അവര് തന്നെ ചെയ്യട്ടെ. ಅದು ಅವರೇ ನೋಡ್ಕೊಳ್ತಾರೆ. കാരണം അവരെ ಮೇಲೆ ഞാൻ അഭിഷേകം തന്നു. ಯಾಕಂದ್ರೆ ಅವ್ರ ಮೇಲೆ ನಾನು ಅಭಿಷೇಕವನ್ನು ಕೊಟ್ಟಿದ್ದೇನೆ. ആർക്കാ ദൈവത്തെ സ്തുതിക്കുന്നു? ഹല്ലേലൂയ. ಅರ್ಥ ಆಗ್ತಿರೋರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. നീ അവിടെ കൊണ്ടുവന്ന പോരാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. ನೀನು ಅವರ ಮನೆಗೆ ವಿರುದ್ಧವಾಗಿ ತಂದಾಕದ ಕೆಲವು ಹೋರಾಟಗಳಿವೆ. വിചാരിക്കുന്നെന്ന് പറഞ്ഞിട്ട് ನಾನು ಸುಮ್ಮನೆ ಇದ್ದೀನಿ ಅಂದ್ಬಿಟ್ಟು നീ കൂടുതൽ ആള് കളിക്കണ്ട. ನೀನ್ ಜಾಸ್ತಿ ಆಟೋಳಕ್ ಹೋಗ್ಬೇಡ. അവരെ ಮೇಲೆ എന്റെ ആത്മാവിനെ അപാകത്തിലുണ്ട്. ಅವರ ಮೇಲೆ ಬೇಕಾಗಿರುವ ನನ್ನ ಆತ್ಮವನ್ನ ನಾನು ಸುರಿಸಿದ್ದೇನೆ. ആരാധിക്കുകയാണെങ്കിൽ, ಅವರ ಆರಾಧನೆ ಮಾಡುವುದು, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ಅವರು ಪ್ರಾರ್ಥನೆ അവരെ ಮಾಡುವುದು, കൽപ്പിച്ചാൽ ಅವರು ആ ಆಜ್ಞಾಪಿಸಿದ್ರೆ പോരാട്ടം മാറും. ಆ ಹೋರಾಟ ನೀಗುತ್ತೆ. പക്ഷേ ಆದ್ರೆ കാലുവഴുതുവാൻ നീ പദ്ധതി ഇട്ടാൽ ಕಾಲು ಜಾರಿಸಲಿಕ್ಕೆ ನೀನು ಯೋಚನೆ ಮಾಡಿದ್ರೆ അത് ഞാൻ അടങ്ങിയിരിക്കട്ടെ. ಆ ಸಮಯದಲ್ಲಿ ನಾನು ಸುಮ್ಮನೆ അത് ഞാൻ സമ്മതിക്കട്ടെ. ಅದಕ್ಕೆ ನಾನು ಬಿಟ್ಕೊಡೋದಿಲ್ಲ. അതിനെക്കാളും വലിയ സുരക്ഷിത. ಇದಕ್ಕಿಂತ ದೊಡ್ಡ ಸುರಕ್ಷತೆ ನಮಗೆ ಬೇರೆ ಏನ್ ಬೇಕು? ഹല്ലേലൂയ. ಆಮೆನ್. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. ಹಾಗಾದ್ರೆ ನಾವು ಮಾಡಬೇಕಾದ ಕಾರ್ಯ ನಾವು ಮಾಡಬೇಕು. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಆಮೆನ್. ഈ ലോകത്തിലെ പിശാചിനെ ಈ ಲೋಕದಲ್ಲೇ ಇರುವ ಸೈತಾನನಿಗೆ, മുഴുവനെയും ಎಲ್ಲಾ ಸೈತಾನನಿಗೆ, ദൈവമക്കൾ ശാസിക്കുമ്പോണ്ട ಎಲ್ಲಾ ಸೈತಾನನನ್ನ ದೇವರ ಮಕ್ಕಳು ಗದರಿಸೋದು ಬೇಕಾಗಿಲ್ಲ. അതിനൊന്നും കൃപയില്ലാതെ പോകരുത്. ഹല്ലേലൂയ. ಅದಕ್ಕಿರೋ ಕೃಪೆ ಇಲ್ಲದೆ ಎಲ್ಲಾ ದುರಾತ್ಮಗಳನ್ನು ಓಡೋಗು ಅಂತ ಗದರಿಸಕ್ ಹೋಗ್ಬೇಕು. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ വരുന്ന, ನಿಮ್ಮ ಮನೆಗೆ ಬರುವ, നിങ്ങളുടെ തലമുറയ്ക്ക് വരുന്ന, ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ವಿರುದ್ಧವಾಗಿ ಬರುವ, നിങ്ങളുടെ ജീവിതത്തിന് നേരെ വരുന്ന ನಿಮ್ಮ ಜೀವಿತ ವಿರುದ್ಧವಾಗಿ ಬರುವ അതിനെ ശാസിക്കുക.
ಅದನ್ನ ಗದರಿಸ್ಬೇಕು. അതിന് അഭിഷേകം, ಅದಕ್ಕಾಗಿದೆ ಅಭಿಷೇಕ. അതിന് അഭിഷേകം ദൈവം തന്നിട്ടുണ്ട്. ಅದಕ್ಕಾಗಿರುವ ಅಭಿಷೇಕ ದೇವರು ನಿಮಗೆ ಕೊಟ್ಟಿದ್ದಾರೆ. ഹല്ലേലൂയ. അങ്ങനെ മറ്റുള്ള ലെവലിലേക്ക് പോകാൻ ಬೇರೊಂದು ಲೆವೆಲ್ ಹೋಗ್ಲಿಕ್ಕೆ ദൈവം ചിലരെ അധികാരപ്പെടുത്തി. ದೇವರು ಕೆಲವರಿಗೆ ಅಧಿಕಾರವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. മനസ്സിലാക്കേണ്ട വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ಅರ್ಥವಾಗತಕ್ಕ ರೀತಿಯಲ್ಲಿ, ಅರ್ಥ ಮಾಡಿಕೊಳ್ಳತಕ್ಕ ರೀತಿಯಲ್ಲಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಿ. ഹല്ലേലൂയ. ಆಮೆನ್. വീട്ടിലെ ഭയങ്കര പ്രശ്നം നിലനിൽപ്പില്ല, വീട്ടിനകത്ത് ಮನೆಯ ಒಳಗಡೆ ಭಯಂಕರ ಸಮಸ್ಯೆ ನಿಂತ್ಕೊಳ್ಳಿಕ್ಕೆ ಆಗ್ತಿಲ್ಲ. അതിനെ നമ്മൾ ശാസിക്കണം. ಅದನ್ನ ನಾವು ಗದರಿಸಬೇಕು. ഹല്ലേലൂയ. ಆಮೆನ್. അതിനെ ശാസിക്കണം, ಅದನ್ನ ಗದರಿಸಬೇಕು. അതിനെ ശ്വാസിച്ച് ജയം എടുത്തിരിക്കണം. ಅದನ್ನ ಗದರಿಸಿ ನಾವು ಜಯವನ್ನ ತಕೊಳ್ಳಬೇಕು. ഹല്ലേലൂയ. ಆಮೆನ್. അതിനെ ദൈവം ಅಭಿಷೇകം തന്നിട്ടുണ്ട്. ಅದಕ್ಕಾಗಿ ದೇವರ ಅಭಿಷೇಕ ಕೊಟ್ಟಿದ್ದಾರೆ. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ಮನೆ ಒಳಗಡೆ ಏನಾದ್ರು ಸಮಸ್ಯೆ നിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ ನಿನ್ ಮೇಲೆ ಅಭಿಷೇಕ ಇದೆ, അതിന്റെ ഉത്തരവാദി നീയാണ്. ಅದರ ಜವಾಬ್ದಾರಿ, ಅದನ್ನ ಹ್ಯಾಂಡಲ್ ಮಾಡ್ಬೇಕಾಗಿರೋ ಜವಾಬ್ದಾರಿ ദൈവമേ, ನಿನಗಾಗಿದೆ. നീ കാണുന്നില്ലെന്ന് പറയേണ്ട കാര്യമില്ല. ದೇವರೇ ನೀನ್ ಇದನ್ನೆಲ್ಲ ನೋಡ್ತಿಲ್ವಾ ಅಂತ ಹೇಳ್ಕೊಂಡಿರೋದಲ್ಲ. അഭിഷേകം നമ്മെ തന്നുകം തകരും. ಅಭಿಷೇಕದ ಮೂಲಕ ನೊಗಗಳು ಮುರಿಯಲ್ಪಡುತ್ತವೆ. അന്യഭാഷ പറഞ്ഞിട്ട് മാത്രമല്ല, ಅಭಿಷೇಕ ಅನ್ನೋದು ಅನ್ಯ ಭಾಷೆ ಮಾತಾಡ್ಬಿಟ್ಟು ಮಾತ್ರ ಮುಗಿಸಲಿಕ್ಕಿರೋದಲ್ಲ. അന്യഭാഷ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ಅನ್ಯ ಭಾಷೆ ಸರಿಯಾಗಿ ಹೇಳ್ಬೇಕಂದ್ರೆ ಏನು? അന്യഭാഷ ഒരു ചടങ്ങല്ല. ಅನ್ಯ ಭಾಷೆಯು ಒಂದು ವಾಡಿಕೆ ಅಲ್ಲ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തോട് സംസാരിക്കുന്നതാണ് അന്യഭാഷ. ಅನ್ಯ ಭಾಷೆ ಅನ್ನೋದು ದೇವರ ಸಂಗಡ ಮಾತಾಡುವಂಥದ್ದು. ഹല്ലേലൂയ. ಆಮೆನ್. പണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം തന്നെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവോ? ಯಾವತ್ತೋ ಮಾತಾಡಿದ್ನ ಇವಾಗ್ಲೂ ಮಾತಾಡ್ಕೊಂಡಿರೋದು. എന്ന് പറഞ്ഞാൽ ಅಂದ್ರೆ ഒരു ചെറിയ കൊച്ച്, ಚಿಕ್ಕ ಮಗು, 5 വയസ്സുള്ള ഒരു കൊച്ച് 5 ವಯಸ್ಸಿರೋ ಮಗು പണ്ട് പറഞ്ഞ കാര്യം ಮುಂಚೆ ಇರದ ವಿಷಯ 25 വയസ്സിൽ പറയും. 25ನೇ ವಯಸ್ಸಿಗೆ ಬಂದಾಗಲೂ ಅದೇ ವಿಷಯ അത് ಮಾತಾಡ್ತಿರುತ್ತೆ. തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമോ? ಅದನ್ನೇ ಮಾತಾಡ್ತಿರುತ್ತಾ. 5 ವಯಸ್ಸಲ್ಲಿ ಏನ್ ಮಾತಾಡ್ತಿರುತ್ತೋ ಅದೇ ಲೆವೆಲ್ ಅಲ್ಲ 25ನೇ ವಯಸ್ಸಿಗೆ ಬಂದಾಗ ಮಾತಾಡೋದು. പ്രായമാകുന്നതനുസരിച്ച് ವಯಸ್ಸಿಗೆ ತಕ್ಕಂತೆ ശബ്ദത്തിന് പവർ കൂടും, ಅದರ ಶಬ್ದಕ್ಕೆ ಪವರ್ ಹೆಚ್ಚಾಗುತ್ತೆ. അതായത് അർത്ഥങ്ങളുണ്ടാകും, ಆ ಮಾತಾಡೋ ಪದಗಳಿಗೆ ಅರ್ಥ ಹೆಚ್ಚಾಗುತ್ತೆ, അറിവുണ്ടാകും, ತಿಳುವಳಿಕೆನೂ ಹೆಚ್ಚಿರುತ್ತೆ. പ്രായത്തിന്റെ വളർച്ചയനുസരിച്ച്. ವಯಸ್ಸಿನ ಬೆಳವಣಿಗೆಗೆ ತಕ್ಕಂತೆ. പഴയ അന്യഭാഷ കൊണ്ടിരിക്കരുത്. ಹಳೆಯ ಅನ್ಯ ಭಾಷೆಯಲ್ಲೇ ನೀವು ಇರಬಾರ್ದು. ഹല്ലേലൂയ. ಆಮೇಲೆ പുതിയ അന്യഭാഷ വരട്ടെ. ಹೊಸ ಅನ್ಯ ಭಾಷೆ ಬರಲಿ. പുതിയ അന്യഭാഷ വരട്ടെ. ಹೊಸ ಅನ್ಯ ಭಾಷೆ ಬರಲಿ. അന്യഭാഷ പറയുന്നവൻ ಅನ್ಯ ಭಾಷೆ ಹೇಳುವವನು അവിടെ തന്നെ നിൽക്കാൻ വളർന്നിട്ടില്ല. ಅಲ್ಲೇ ನಿಂತಿದ್ದಾನೆ ಅಂತ ಹೇಳಿದ್ರೆ ಅವನು ಬೆಳೆದಿಲ್ಲ. വിശേഷമുള്ളവർ പ്രവചിക്കട്ടെ. ಹಾಲೆಲೂಯಾ. ಅನ್ಯ ಭಾಷೆ ಮಾತನಾಡುವವನು ಪ್ರವಾದಿಸುವವನಾಗಲಿ. ആമേൻ. ಪೌಲನ್ ಹೇಳ್ತಾನೆ. ഹല്ലേലൂയ. പൊതുസംഘടന പറയുന്നത് ಪೌಲನ್ ಆ ರೀತಿ ಹೇಳ್ತಾನೆ, ವಿಶೇಷ ವರವಾಗಿರುವಂತಹ ಪ್ರವಾದನ ವರವನ್ನು ಹೊಂದಿಕೊಳ್ಳಲಿ. 13ാം അധ്യായത്തിൽ അതാ കൊടുത്തിരിക്കുന്നത്. 1 ಕೊರಿಂಥ 13ನೇ ಅಧ್ಯಾಯದ ಕೆಳಭಾಗದಲ್ಲಿ ನೀವು ಅದನ್ನು ಕಾಣಬಹುದು. അന്യഭാഷ പ്രവചിക്കട്ടെ. ಅನ್ಯ ಭಾಷೆ ಮಾತನಾಡುವವನು ಪ್ರವಾದಿಸಲಿ. 1ാം ക്ലാസ്സിലുള്ളവൻ 2ാം ക്ലാസ്സിലേക്ക് വരട്ടെ. 1ನೇ ಕ್ಲಾಸ್ ಅಲ್ಲಿ ಇರುವವನು 2ನೇ ತರಗತಿಗೆ ಬರಲಿ. കന്നഡ പഠിച്ചവൻ ഇംഗ്ലീഷിലേക്ക് പഠിക്കാൻ വരട്ടെ. ಕನ್ನಡ ಮಾತ್ರ ಕಲ್ತಿರುವವನು ಇಂಗ್ಲಿಷ್ ಕಲಿಯುವುದಕ್ಕೆ ಬರಲಿ. പറഞ്ഞതുപോലെ ಎಂಬುದಾಗಿ ಹೇಳಿದ ಪ್ರಕಾರ അന്യഭാഷ പഴയത് വെച്ചിരിക്കുകയാണെങ്കിൽ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಮಾತ್ರ ನಿಂತಿರುವುದಾದ್ರೆ 1ാം ക്ലാസ് ജയിക്കാതെ ഇന്ന് ഒന്നിൽ തന്നെ ഇരുന്നിട്ട് 1ನೇ ಕ್ಲಾಸ್ ಪಾಸ್ ಆಗದೆ ಇನ್ನು 1ನೇ ತರಗತಿಯಲ್ಲೇ ಇದ್ಕೊಂಡು ആ ആ ഈ ഈ ഊ ഊ ഇറ എന്ന് പറയുന്ന പോലെ ഹല്ലേലൂയ. ಆ ಆ ಈ ಊರು ಅಂತ ಹೇಳೋ ರೀತಿಯಲ್ಲಿ ಇರುತ್ತೆ. ഹല്ലേലൂയ. അതല്ലേ കാര്യം പിടിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ವಿಷಯ ಅರ್ಥಕ್ಕಿರೋರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ഹല്ലേലൂയ. ಆಮೆನ್. പഴയ അന്യഭാഷ കൊണ്ടിരിക്കരുത്. ಹಳೆ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಇರಬಾರ್ದು. കാരണം എന്തെന്ന് പറഞ്ഞാൽ ಕಾರಣವೇನೆಂದ್ರೆ ഒരു കൊച്ചിന്റെ കയ്യിലിരിക്കുന്ന ಒಂದು ಮಗುವಿನ ಕೈಯಲ್ಲಿರುವ ഒരു അപ്പത്തെ ಒಂದು ರೊಟ್ಟಿಯನ್ನ പെട്ടെന്ന് ഒരു പട്ടിക്ക് കടിച്ചിട്ടുണ്ട് പോകാം. ತಕ್ಷಣ ಬಂದು ಒಂದು ನಾಯಿಗೆ ಕಿತ್ಕೊಂಡು ಹೋಗ್ಬೋದು, ഒരു കാക്കയ്ക്ക് കൊത്തിക്കൂട്ടാൻ പറ്റും. ಒಂದು ಕಾಗೆ ಬೇಕಾದ್ರೆ ಕಿತ್ಕೊಂಡು ಹೋಗ್ಬೋದು. പക്ഷെ നീ ബാല്യക്കാരനായ, ಆದ್ರೆ ನಿನ್ನ ಯವನಸ್ಥನಾದರೆ, നീ ആരോഗ്യമുള്ളവനായി ನಿನ್ನ ಆರೋಗ್ಯ ಉಳ್ಳವನಾಗಿದ್ರೆ, ശ്രദ്ധിക്കുകയാണെങ്കിൽ ನಿನ್ ಗಮನ ಇರುವವನಾಗಿದ್ರೆ, നിന്റെ കയ്യിലുള്ള അപ്പത്തെ പട്ടിക്ക് പിടിച്ചുകൊണ്ട് പോകാൻ ನಿನ್ ಕೈಯಲ್ಲಿರೋ ರೊಟ್ಟಿಯನ್ನ ನಾಯಿಗೆ ಹಿಡ್ಕೊಂಡು ಹೋಗ್ಲಿಕ್ಕೆ ഒരു ಆಗೋದಿಲ್ಲ, കാക്കയ്ക്ക് കൊണ്ടാൻ പറ്റില്ല. ಯಾವ ಕಾಗೆ ಕಿತ್ಕೊಂಡು ಹೋಗ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. നന്മ ഒരു പിശാചിനെ എടുത്തോണ്ട് പോകാൻ ನಿನ್ನ ಮನೆಯಲ್ಲಿರುವ ಆಶೀರ್ವಾದವನ್ನ ಯಾವ ಸೈತಾನನ್ನು ಕೂಡ ಕಿತ್ತುಕೊಂಡು ಹೋಗ್ಲಿಕ್ಕೆ ಆಗದೆ ಇರತಕ್ಕ ರೀತಿಯಲ್ಲಿ ഓ, നിന്റെ അമ്മയും അപ്പനെ പറഞ്ഞിട്ടുണ്ട്, ನಿನ್ನ ತಂದೆ ತಾಯಿ ಹೇಳಿದ್ದಾರೆ, ഞങ്ങളുടെ പലതും നഷ്ടപ്പെട്ടു പോയി. ನಿನ್ ತಂದೆ ತಾಯಿಗಳು ಹೇಳಿದ್ದಾರೆ, ನಮ್ಮಿಂದ ತುಂಬಾ ನಾಶ ಆಯ್ತು. അന്ന് നീ ഉണ്ടായിരുന്നു, ಅವತ್ ನೀನ್ ಇದ್ದೆ, നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ಆದ್ರೆ ನಿನಗೇನು ಮಾಡಕ್ ಆಗಿರ್ಲಿಲ್ಲ, നിനക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. ನಿನಗೆ ಪ್ರತಿಕ್ರಿಯೆ ಮಾಡ್ಲಿಕ್ಕೆ ಆಗಿರ್ಲಿಲ್ಲ. പക്ഷെ നീ ഇന്ന് കൊച്ചല്ല, ಆದ್ರೆ ನೀನ್ ಇವತ್ತು ಇನ್ನೂ ಮಗು ಅಲ್ಲ, ബാല്യക്കാരനായിരിക്കുക. ನೀನು ಯವನಸ್ಥನೂ ಆಗಿದ್ದೀಯಾ. നീ ഇന്ന് ദൈവത്തെ ആരാധിക്കുക. ನೀ ಇನ್ನಿವತ್ತು ದೇವರನ್ನ ಆರಾಧಿಸುವವನಾಗಿದ್ದೀಯಾ. കുടുംബത്തിന്റെ മേൽ ಇನ್ನು ಆ ಕುಟುಂಬದ ಮೇಲೆ ശാസിക്കേണ്ടതിനെ ശാസിക്കേണ്ടത്, ಗದರಿಸಬೇಕಾಗಿರೋದನ್ನ ಗದರಿಸಬೇಕಾಗಿರೋದು, നിയന്ത്രിക്കേണ്ടത് ನೀ ಕಂಟ್ರೋಲ್ ಮಾಡ್ಬೇಕಾಗಿರೋದು നീയാണ്. ദൈവം അതിനെ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ನೀನಾಗಿದ್ದೀಯಾ. ದೇವರು ಅದಕ್ಕೆ ನಿನ್ನ ಮನೆಯಲ್ಲಿ ನಿಟ್ಟಿರೋದು. ഒരു സഭയെ നടത്തുവാൻ ಒಂದು ಸಭೆ ನಡೆಸಲಿಕ್ಕೆ ദൈവം പാസ്റ്ററാക്കിയിട്ടുണ്ട്. ದೇವರು ಸಭಾಪಾಲಕನೇ ಇಟ್ಟಿದ್ದಾರೆ. ദൈവത്തിന്റെ ആലോചന പറയുവാൻ ದೇವರ ಆಲೋಚನೆ ಹೇಳಲಿಕ್ಕೆ ദൈവം പ്രവാചകനാക്കി ದೇವರು ಪ್ರವಾದಿಗಳನ್ನು ಇಟ್ಟಿದ್ದಾರೆ. അധികാരം കൊടുത്തിട്ടുണ്ട്. ಅಧಿಕಾರವನ್ನು ದೇವರು ಕೊಟ್ಟಿದ್ದಾರೆ. ആമേ. ദേശത്തിന് വേണ്ടി, ದೇಶಕ್ಕಾಗಿ, ദേശം വിടുവിക്കപ്പെടാൻ ದೇಶ ಬಿಡುಗಡೆ ദൈവം ಆಗಲಿಕ್ಕೆ അപ്പോസ്തലന്മാരെ നിർത്തിയിട്ടുണ്ട്. ದೇವರು ಅಪೊಸ್ತಲರುಗಳನ್ನು ನಿಲ್ಲಿಸಿದ್ದಾರೆ. നിന്റെ വീട്ടിൽ നിന്നെ ദൈവം നിർത്തി. ಆದ್ರೆ ನಿನ್ನ ಮನೆಯಲ್ಲಿ ದೇವರು ನಿನ್ನನ್ನೇ ನಿಲ್ಲಿಸಿದ್ದಾರೆ. നീ എങ്ങനെയായിരിക്കുന്നു? ಅಲ್ಲಿ ನೀನು ಹೇಗಿದ್ದೀಯಾ, ശുശ്രൂഷ നീ എങ്ങനെയായിരിക്കുന്നു? ಆ ಸೇವೆಯನ್ನ ನೀನು ಹೇಗೆ ಮಾಡುತ್ತಿದ್ದೀ, ഓ, നിന്റെ പ്രാർത്ഥനയിൽ, ನಿನ್ನ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ, ഓ, നിന്റെ ആത്മാവിൽ ನಿನ್ನ ಆತ್ಮದಲ್ಲಿ ജയമോ തോൽവിയോ, ಜಯವೋ ಸೋಲೋ, ഈ പ്രാർത്ഥന ಈ ಪ್ರಾರ್ಥನೆ തോൽവിക്കല്ല, ಸೋಲಿಗಲ್ಲ, അതിന്റെ പോലെ ജയത്തിന് വേണ്ടിയാണ്. ಅದರ ಮೇಲೊಂದು ಜಯಕ್ಕೆ ಕಾರಣವಾಗಿ ಮಾಡಲ್ಪಡುತ್ತೆ. വിശ്വസിച്ചുകൊണ്ടുള്ള പകലായിരിക്കും. ನಂಬಿಕೆಯಿಂದ ಈ ಹಗಲು ವೇಳೆಯಲ್ಲಿ ಆಗಿರ್ರಿ.
ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന് സ്തോത്രം ചെയ്യാം. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. മനുഷ്യനാരും ശത്രുവല്ല. ಮನುಷ್ಯರಲ್ಲ ನಮ್ಗೆ ಶತ್ರು. ആരെങ്കിലും ശത്രുവായിട്ടുണ്ടെങ്കിൽ ಯಾರಾದ್ರೂ ಶತ್ರುವಾಗಿದ್ರೆ അതെ അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ಹೌದು ಅವರೇ ಹೇಳಿದ್ದಾರೆ. പക്ഷെ ഒരു കണക്കിന് അവൻ പാവമായിരുന്നു. ಆದ್ರೆ ಒಂದು ಲೆಕ್ಕದಲ್ಲಿ ಅವನು ಪಾಪದವನಾಗಿದ್ದ. അപ്പൊ ഉറപ്പായില്ലേ ശത്രു മനുഷ്യനല്ലെന്ന്? ಹಾಗಾದ್ರೆ ಒಂದು ವಿಷಯ ನಿಮ್ಗೆ ಅರ್ಥ ಆಯ್ತಾ? ಶತ್ರು ನಿಮ್ಮ ವೈರಿ ಮನುಷ್ಯನಲ್ಲ. ദേഷ്യം വന്നപ്പോൾ അവൻ ശത്രുവാ. ಸಿಟ್ಟು ಬಂದಾಗ ಅವನ ಶತ್ರು. പക്ഷെ ദേഷ്യം പോയപ്പോൾ ಅದೇ ಸಿಟ್ಟು ಹೋದಾಗ അവന്റെ മുഖാണുമ്പോ പാവം തോന്നും. ಅವನ ಮುಖ ನೋಡುವ ಪಾಪ ಅನ್ಸುತ್ತೆ. ഞാൻ ദേഷ്യപ്പെട്ടുണ്ടായിരുന്നു. ನಾನು ಅವನ ಮೇಲೆ ಸಿಟ್ಟು ಮಾಡ್ಕೋಬಾರ್ದಾಗಿತ್ತು. ശത്രുവായ ಹಾಗಾದ್ರೆ ಶತ್ರು ಯಾರು? പിശാചല്ല. അല്ല മനുഷ്യനല്ല. സോറി മനുഷ്യനല്ല. ಮನುಷ್ಯನಲ್ಲ, പിശാചാണ്. ಸೈತಾನಾಗಿದೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഇതിനെ മൊത്തം ജയിക്കുക. ಇದನ್ನ ಪರಿಪೂರ್ಣವಾಗಿ ನಾವು ಗೆಲ್ಲಬೇಕು. നിങ്ങൾ ശ്രദ്ധിക്കുക. ನೀವು ಗಮನಿಸಿ. അതുകൊണ്ട് ಆದ ಕಾರಣ അന്യഭാഷയ്ക്ക് മാറ്റം വരട്ടെ. ಅನ್ಯ ಭಾಷೆಗೆ ಬದಲಾವಣೆ അപ്പൊ ಬರ್ತದೆ. ഇവിടെ ഇരിക്കുന്നവൻ എന്തുണ്ടാവും? ಹಾಗಾದ್ರೆ ಇಲ್ಲಿರುವವನಿಗೆ ಏನಿರುತ್ತೆ? മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ಇಲ್ಲಿಂದ ಇಲ್ಲಿಗೆ ಬರುವವನಿಗೆ ಬದಲಾವಣೆ ಬರ್ತಿರುತ್ತೆ. ദൈവസന്നിധി വരുന്നവരെ മാറ്റങ്ങൾ വന്നു. ದೇವರ ಸನ್ನಿಧಾನಕ್ಕೆ ಬಂದಷ್ಟು ಬದಲಾವಣೆಗಳು ಬರ್ತದೆ. എല്ലാ മേഖലകളിലും, ಎಲ್ಲಾ ಹಂತದಲ್ಲೂ, എല്ലാ മേഖലകളിലും, ಎಲ್ಲಾ ಹಂತಗಳಲ್ಲೂ. എന്റെ വീട്ടിൽ ನನ್ನ ಮನೆಯಲ್ಲಿ ഞാൻ യേശുവിനെ ഇറങ്ങിയപ്പോൾ, ನಾನು ಯೇಸುವಿಗಾಗಿ ನಿಂತಾಗ, അന്യഭാഷയെ ദൈവത്തെ ആരാധിച്ചപ്പോൾ, ನಾನು ಯೇಸುವಿನಲ್ಲಿ ನಿಂತು ಅನ್ಯ ಭಾಷೆಗಳಲ್ಲಿ ಆರಾಧಿಸಿದಾಗ, ഹല്ലേലൂയ, ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ಆತ್ಮದಲ್ಲಿ ದೇವರನ್ನು ಸ್ತುತಿಸಿದಾಗ, വീടിന്റെ ദുരാത്മാവൊക്കെ അഴിയാൻ തുടങ്ങി. ಮನೆಯಲ್ಲಿರುವ ದುರಾತ್ಮಗಳೆಲ್ಲ ಬಿಚ್ಚಬಡ್ಲಿಕ್ಕೆ ಆರಂಭವಾಯಿತು. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ പലരും വിടുവിക്കപ്പെടാൻ തുടങ്ങി. ಅನೇಕರು ಬಿಡುಗಡೆ ಆಗ್ಲಿಕ್ಕೆ ಆರಂಭಿಸಿದರು. വീട്ടിലുള്ള രോഗികളെന്നെ സുഖമാകാൻ തുടങ്ങി. ಮನೆಯಲ್ಲಿರುವ ರೋಗಿಗಳೆಲ್ಲ ಸೌಖ್ಯ ಆಗ್ಲಿಕ್ಕೆ നിന്റെ ಆರಂಭಿಸಿದರು. വീട്ടിൽ നീയാണ്. ನಿನ್ನ ಮನೆ ನೀನೇ ಆಗಿದ್ದೀಯ, ನೀನೇ ಆಗಿದ್ದೀಯ. നിന്റെ വീട്ടിലെ പാസ്റ്റർ നീയാണ്. ನಿನ್ನ ಮನೆಯ ಪಾಸ್ಟರ್ ನೀನೇ നിന്റെ ಆಗಿದ್ದೀಯ. വീട്ടിലെ പ്രവാചകൻ നീയാണ്. ನಿನ್ನ ಮನೆಯ ಪ್ರವಾದಿ ನೀನೇ ಆಗಿದ್ದೀಯ. നിന്റെ അപ്പോസ്തലൻ നീയാണ്. ನಿನ್ನ ಮನೆಯ ಅಪೊಸ್ತಲನು ನೀನೇ വെറുതെ ಆಗಿದ್ದೀಯ. ഇരിക്കേണ്ട സമയമല്ല. ನೀನು ಸುಮ್ಮನೆ ಇರಬೇಕಾದ ವ್ಯಕ್ತಿ ಅಲ್ಲ. നീ നടക്കുന്നില്ല, കഴിയുന്നവരെ കരയേണ്ട വ്യക്തിയല്ല. ನೀನು ನಡೀತಾ ಇಲ್ವಲ್ಲ, ಆಗ್ತಿಲ್ವಲ್ಲ ಎಂಬುದಾಗಿ ಅಳಬೇಕಾದ ವ್ಯಕ್ತಿ ಅಲ್ಲ. അധികാരം ഉപയോഗിക്കുക. ಅಧಿಕಾರವನ್ನು ಉಪಯೋಗಿಸು. നീ അവിടെ നിൽക്കുന്നത് അവരെ കൂടെ അവിടെ നിൽക്കരുത്. ನೀನು ಅವರ ಸಂಗಡ ಅಲ್ಲೇ നീ ನಿಲ್ಬಾರ್ದು. ഇവിടെ നിൽക്കണം. ನೀನು ಇಲ್ಲಿ ಬರಬೇಕು. എന്ന് പറഞ്ഞാൽ ಅಂದ್ರೆ നിന്റെ ബാഗും ನಿನ್ನ ಬ್ಯಾಗು നിന്റെ ഓഹരി പിടിച്ച് ഇവിടേക്ക് വരാനല്ല പറഞ്ഞത്. ನಿನಗೆ ಬರಬೇಕಾದ ಆಸ್ತಿ ಇಸ್ಕೊಂಡು ಇಲ್ಲಿ ಬಂದ್ಬಿಡು ಅಂತ ಅಲ್ಲೇ നീ ಹೇಳ್ತಿರೋದು. അവിടെ തന്നെ നിൽക്കുമ്പോൾ ನೀನು ಇಲ್ಲೇ ಇರುವಾಗಲೇ നിന്റെ മനസ്സും ನಿನ್ನ ಮನಸ್ಸು നിന്റെ കാഴ്ചപ്പാടും ಮತ್ತೆ ನಿನ್ನ ದೃಷ್ಟಿಕೋನ ഇവിടെ ആയിരിക്കണം എന്നാ ഞാൻ പറഞ്ഞത്. ನೀನು ಇಲ್ಲಿ ನಿನ್ನ ಮನಸ್ಸು ಮತ್ತು ದೃಷ್ಟಿಕೋನ ಇಲ್ಲಿ ಬರಬೇಕು ಅಂತಾಗಿದೆ ಹೇಳ್ತಿರೋದು. ഹല്ലേലൂയ. ಆಮೆನ್. അങ്ങനെ വന്നാൽ മാത്രമേ ಹಾಗೆ ಬರುವ ಮಾತ್ರ ഇതിന്റെ മേൽ ജയമെടുക്കാൻ ಇದರ ಮೇಲೆ ಜಯವನ್ನ ತಗೊಳ್ಳಿಕ್ಕಾಗುವುದು. ഹല്ലേലൂയ. ആಮೆൻ. ഒരു കൊച്ചിനെ ನಿಮ್ಮ ಒಂದು ಮಗುವಿಗೆ ദൈവം തന്നു കഴിഞ്ഞാൽ ನಿಮಗೊಂದು ಮಗುವನ್ನು ದೇವರು ಕೊಟ್ರೆ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ನಿಮಗೊಂದು ದೊಡ್ಡ ನಿರೀಕ್ಷೆ ಆ ആ ಮಗುವಿನ കൊച്ചിന്റെ മുഖത്തേക്ക് നോക്കി. ಆ ಮಗುವಿನ ಮುಖ ನೋಡಿ. ഇത്രയും വയസ്സിൽ ഇവനെ ഹല്ലേലൂയ ഇവിടെ LKG വിടണം, ಇವನಿಗೆ ಇಷ್ಟು ವಯಸ್ಸಾಗುವಾಗ LKG ಕಳಿಸ್ಬೇಕು, ഒന്നില് വിടണം, 1ನೇ ಕ್ಲಾಸ್ ಕಳಿಸ್ಬೇಕು, ഇംഗ്ലീഷ് മീഡിയത്തേക്ക് വിടണം. ಇಂಗ್ಲಿಷ್ ಮೀಡಿಯಂಗೆ എന്നൊക്കെ ಕಳಿಸ್ಬೇಕು. പല സ്വപ്നങ്ങൾ അവരകത്തുണ്ട്. ಎಂಬುದಾಗಿ ಅನೇಕ ಕನಸುಗಳು ಆ ಮಗುವಿನ ಕುರಿತಾಗಿ ತಂದೆ ತಾಯಿ ಒಳಗಡೆ ಉಂಟಾಗಿತ್ತು. അന്നേരം വിടാൻ പറ്റത്തില്ല. ಆದ್ರೆ ಆ ಹುಟ್ಟಿದ ತಕ್ಷಣ ಬಿಡಕ್ಕಾಗಲ್ಲ. ആരും വിടാറുമില്ല. ಆ ಹುಟ್ಟಿದ ತಕ್ಷಣ ಯಾರನ್ನೂ LKG ತಗೊಂಡೋಗಿ ಸೇರಿಸೋದು. അതിന്റെ പ്രായമായി ಆದ್ರೆ ಅದಕ್ಕೆ ವಯಸ್ಸು ತಕ್ಕದಾಗಿ ಬರುವುದಕ್ಕನುಸರಿಸಿ LKG വിടണമോ LKG വിടണമോ ഒന്നില് വിടണമോ രണ്ടും തീരുമാനിക്കുന്ന അപ്പനും അമ്മയോ. ಆ ವಯಸ್ಸಿಗೆ ತಕ್ಕಂತೆ LKG ಬಿಡಬೇಕಾ, 1ನೇ ತರಗತಿಗೆ ಬಿಡಬೇಕಾ, 2ನೇ ತರಗತಿಗೆ ಬಿಡಬೇಕಾ ಎಂಬುದಾಗಿ ಯೋಜನೆ ಮಾಡೋದು, ಯೋಚಿಸೋದು ತಂದೆ ತಾಯಿಗಳಾಗಿದ್ದಾರೆ. ഇതേപോലെ ಇದೇ ರೀತಿ ശിശുവായിരിക്കും നമ്മളെ. ಶಿಶುವಾಗಿರೋ ನಮ್ಮನ್ನ ഓരോ വളർച്ചയനുസരിച്ച് ಒಂದೊಂದು ಬೆಳವಣಿಗೆಗೆ ഓരോ ತಕ್ಕಂತೆ പദവി ഏൽപ്പിക്കാൻ ദൈവത്തിന്റെ ഉത്തരവ്. ಒಂದೊಂದು ಪದವಿಗಳನ್ನ ನಮ್ಗೆ ಒಪ್ಪಿಸುವಂತದ್ದು ದೇವರ ഓരോ ಜವಾಬ್ದಾರಿ. വരങ്ങൾ തരുന്നത്, ಒಂದೊಂದು ವರಗಳನ್ನ ಕೊಡೋದು, അധികാരങ്ങൾ തരുന്നത് ಅಧಿಕಾರವನ್ನ ಕೊಡೋದು ദൈവമാണ്. ದೇವರಾಗಿದ್ದಾರೆ. പക്ഷെ കുഞ്ഞ് വളരണോ? ಆದ್ರೆ ಮಗು ಬೆಳಿಬೇಕು. കുഞ്ഞ് അതേപോലെ ഇരിക്കുകയാണെങ്കിൽ ಮಗು ಹಾಗೇನೇ ಇದ್ರೆ എല്ലാ പ്രതീക്ഷകളും പൊളിയും. ಎಲ್ಲಾ ನಿರೀಕ್ಷೆ ಒಡೆದೋಗುತ್ತೆ. എന്റെ അമ്മയുടെ എല്ലാ പ്രതീക്ഷയും പൊളിയും. ತಂದೆ ತಾಯಿ ಎಲ್ಲ ನಿರೀಕ್ಷೆ ಒಡೆದೋಗುತ್ತೆ. ഇത് നിമിത്തം പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. ಇದ್ರ ನಿಮಿತ್ತವಾಗಿ ಪವಿತ್ರಾತ್ಮನು ಸಹ ದುಃಖ ಪಡುತ್ತಿದ್ದಾನೆ. അതിനകത്ത് നീ ഉണ്ടോ? ಅದರೊಳಗಡೆ ನೀನಿದೆಯೋ? ഒരു കുഞ്ഞു പോലെ ഇരിക്കുകയാണോ? ನೀನು ಕೂಡ ಇವತ್ತು ಸಹ ಒಂದು ಮಗುವಿನ ಹಾಗೇನೇ ಇದೆಯಾ? ഒന്നും ആത്മീയ തലത്തിൽ ഒന്നും അറിയാത്ത ಆತ್ಮಿಕ ಹಂತದಲ್ಲಿ ಏನು ಗ್ರಹಿಸಿ ತಿಳ್ಕೊಳಕ್ ಆಗದೆ മനസ്സിലാകുന്നുണ്ടല്ലേ? ಅರ್ಥ ಆಗ್ತಿದೆಯಾ ನಿಮಗೆ ಹೇಳ್ತಿರೋದು? കർത്താവിനെ സ്തോത്രം ചെയ്യും. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾರೆ, കർത്താവിനെ സ്തോത്രം ചെയ്യും. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. വ്യക്തമായ ചില ഉത്തരങ്ങൾ ಸ್ಪಷ್ಟವಾದ ಕೆಲವು ಉತ್ತರಗಳು ഇന്നലെ ലഭിച്ച അതൊരു സ്റ്റഡി ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു വരെ കഴിയും. ನಿನ್ನೆ ನನಗೆ ದೇವರು ತಿಳಿಯಪಡಿಸಿದ್ದಾರೆ. ಅದನ್ನೊಂದು ಬೈಬಲ್ ಸ್ಟಡಿ ಆಗಿ ನಿಮ್ಮ ಸಂಗಡ ಮಾತಾಡ್ಲಿಕ್ಕೆ ಬಯಸ್ತೇನೆ. സെഷൻ കഴിഞ്ഞിട്ട് അതിന് ಈ വേണ്ടി ಸೆಷನ್ ಕಳೆದ ಮೇಲೆ ಅದಕ್ಕಾಗಿ ನಾವು ಕೂತ್ಕೊಳ್ಳೋಣ. അത് വേറെ മേഖലയുള്ള പലരുടെ ചോദ്യത്തിന് ഉത്തരമായി. ಅದು ಅನೇಕರ ಪ್ರಶ್ನೆಗಳಿಗಿರುವಂತ ಉತ್ತರವಾಗಿರುತ್ತೆ ಆ ಒಂದು ಬೈಬಲ್ ಸ್ಟಡಿ. പല തെറ്റിദ്ധാരണകൾ പൊടി. ಅನೇಕ ತಪ್ಪಾದ ಅಭಿಪ್ರಾಯಗಳು ನಮ್ಮಲ್ಲಿ ಒಡೆಯಲ್ಪಡುತ್ತೆ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ അകത്തും നമുക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകും. ನಮ್ಮ ಒಳಗೂ ಕೂಡ ಅದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತೆ ಕೆಲವು ಸಂದೇಹಗಳಿದ್ದಿರಬಹುದು. ಆ ಸಂದೇಹ ನೀಗಲ್ಪಟ್ಟು ಸರಿಯಾದದನ್ನ ತಿಳ್ಕೊಳ್ಳತಕ್ಕ ರೀತಿಯಲ್ಲಿ ದೇವರಾತ್ಮ ನಮ್ಮ ಸಂಗಡ ಮಾತಾಡ್ತಾರೆ. ಹಾಗಾದ್ರೆ ಗಮನಿಸ್ರಿ, ಅಲ್ಲಿ ನಾವು ಏನ್ ಮಾಡ್ಬೇಕು? ಅಲ್ಲಿ ನಾವು ಒಂದು ಮಗುವೇ ಆಗಿ ಉಳ್ಕೊಂಡ್ರೆ, ഒരു വ്യക്തി വന്നിട്ട് ಒಂದು ವ್ಯಕ್ತಿ ಬಂದು അപ്പനെ ഉപദ്രവിച്ച ತಂದೆಯನ್ನ ಯಾರಾದ್ರೂ ಬಂದು ಹಿಂಸೆ ಕೊಟ್ರೆ, കുഞ്ഞായി കിടക്കുകയാണ്, ನೀನೊಂದು ಮಗುವಾಗಿನೇ ಇದ್ರೆ അറിയാനല്ല നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ಅಳೋದಲ್ಲದೆ ನಿನ್ನದೇನು ಮಾಡಕ್ಕಾಗಲ್ಲ. ബാല്യമായ ಆದ್ರೆ ನೀನೊಬ್ಬ ಯವನಸ್ಥನಾದ್ರೆ, എന്റെ അപ്പനെ തൊട്ടവരെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അടങ്ങിയിരിക്കാൻ പറ്റും. ನಮ್ಮ ಅಪ್ಪನನ್ನ ಮುಟ್ಟದ ಎಂಬುದಾಗಿ ಎದ್ದು ಹೋಗ್ತೇವೆ. ನಾವು ಸುಮ್ಮನೆ ಕೂತ್ಕೊಳ್ಳಿಕ್ಕಾಗುತ್ತಾ? എന്ന് പറഞ്ഞാൽ ಅಂದ್ರೆ ആത്മീയ തലത്തിൽ ബാല്യം വരണം. ಆತ್ಮಿಕ ಹಂತದಲ್ಲಿ ನಾವು ಯುವಕರಾಗಬೇಕು. ശരീരത്തിന്റെ ബാല്യമല്ല, ಶರೀರದ ಯವನಸ್ಥತನ ಅಲ್ಲ. ആത്മീയ ബാലത്തിലേക്ക് വരുമ്പോൾ ಆತ್ಮಿಕವಾಗಿ ನಾವು ಯವನಸ್ಥರಾಗುವಾಗ അപ്പനെ ഉപദ്രവിക്കുന്ന വ്യക്തിയെ പോലെ, ನನ್ನ ತಂದೆಯನ್ನ ಹಿಂಸಿಸುವ ವ್ಯಕ್ತಿ ಹಾಗೇನೆ, എന്റെ വീട്ടിൽ ആക്രമിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ, ನನ್ನ ಮನೆಗೆ ವಿರುದ್ಧವಾಗಿ ಆಕ್ರಮಣ ಮಾಡುವ ಸೈತಾನನ ಮಂಡಲಗಳನ್ನ ശാസിക്കാൻ
നമുക്ക് ബലമുണ്ടാകുക, ಕದರಿಸುವುದಕ್ಕಿರುವ ಬಲ ನಮಗುಂಟಾಗುತ್ತದೆ. കഴിവും അധികാരവും തരികയാണ് ദൈവം. കഴിവും ಅಧಿಕಾರ, ಸಾಮರ್ಥ್ಯ ಮತ್ತು ಅಧಿಕಾರವನ್ನ ದೇವರು ನಮಗೆ ಕೊಡ್ತಾರೆ. എനിക്ക് എന്റെ അകത്ത് കർത്താവ് തരുന്ന ഒരു ನನ್ನೊಳಗಡೆ ಕರ್ತನು ಕೊಡ್ತಾ ಇರುವಂತ ಒಂದು ವಿಷಯ, അതാ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ಅದನ್ನೇ ನಾನು ಫಸ್ಟ್ ಹೇಳಿದ್ದೆ. കാൽ വഴുതാൻ സമ്മതിക്കത്തില്ല. ನಿನ್ನ ಕಾಲು ಕದಲಿಸಲಿಕ್ಕೆ ದೇವರು ಬಿಡೋದಿಲ್ಲ. പക്ഷെ പിശാചി ಎಲ್ಲ ಪರಿವಾರಕ್ಕೆ നടത്തുമ്പോൾ, ಆದ್ರೆ ಸೈತಾನನ ಕೆಲವು ಕೆಲಸಗಳನ್ನೆಲ್ಲ ಮಾಡುವಾಗ ആ വിഷയത്തെ ദൈവം ചിലത് വിടുവിക്കാതിരിക്കുന്നത്, ಆ ವಿಷಯಗಳಲ್ಲಿ ಕೆಲವನ್ನ ದೇವರು ಬಿಡುಗಡೆ ಮಾಡದೇ അത് ಇರೋದು, നീ ചെയ്യേണ്ട കാര്യമാണ്. ಅದು ನೀನೇ ಹ್ಯಾಂಡಲ್ ಮಾಡಬೇಕಾದ ವಿಷಯ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അല്ല, ദൈവം അത് കാണാനിട്ടല്ല. ನಮಗೆ ವಿರುದ್ಧವಾಗಿ ಬರುವ ಸಮಸ್ಯೆಗಳನ್ನ ಕಷ್ಟಗಳನ್ನ ದೇವರು ನೋಡದೇ ಇರೋದ್ರಿಂದ ಅಲ್ಲ. അത് നിങ്ങൾക്ക് സംശയമാണ്, അങ്ങനെ ഒരു വചനം ഉണ്ടോ എന്നുള്ളതും ഇപ്പം ನಿಮಗೆ ಸಂದೇಹ ಇರಬಹುದು, ಆ ರೀತಿಯಾದ ಒಂದು ವಾಕ್ಯ അതിന്റെ ಏನಾದ್ರು വിഷയം ಇದೆಯಾ? തെളിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ನಿಮಗೆ ಅದನ್ನ ಪ್ರೂವ್ ಮಾಡ್ಲಿಕ್ಕಾಗಿದೆ ಆ ವಾಕ್ಯದ ಭಾಗಕ್ಕೆ ಹೋಗ್ತಿರೋದು. ഹല്ലേലൂയ. ಆಮೇಲೆ ഈ വചനം എടുത്തട്ടെ ഇത്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ തലമുറകൾ യുദ്ധ അഭ്യാസിച്ചിട്ടില്ലാത്തവരെ അഭ്യസിക്കേണ്ടതിന് ദൈവം ചില ശക്തികളോട് നിർത്തിയിട്ടുണ്ട്. ന്യായാധിപന്റെ പുസ്തകം ನ್ಯಾಯಸ್ಥಾಪಕರ ಪುಸ್ತಕ നമുക്ക് എടുക്കാം. ನಾವು ತೆಗಿಯೋಣ. എടുത്തിട്ട് എത്ര സമയം, അതിച്ചിരി സമയം പോലെ അത് എടുത്തിട്ട് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. ഹല്ലേലൂയ. ಅದು ಎಷ್ಟು ಸಮಯ ಆದ್ರೂ ಸರಿ, ಅದು ತೆಗೆದು ಬಿಟ್ಟನೆ ಮುಂದಕ್ಕೆ ಹೋಗೋದು. ഈ മെസ്സേജ് ഞങ്ങൾ തയ്യാറാക്കുന്നതല്ല, ಈ ಸಂದೇಶವನ್ನ ನಾವು ಸಿದ್ಧಗೊಳಿಸೋದಲ್ಲ. അതുകൊണ്ട് ഈ വരുമ്പോ പോയിട്ട് എടുക്കേണ്ടി വരും. ಆದ ಕಾರಣ ಈ ಆತ್ಮನ ಚಲನೆಯಲ್ಲಿ ಇದು ಪ್ರಕಟ ಆಗುವಾಗ ಹೋಗಿ ನೋಡ್ಬೇಕಾಗಿದೆ ವಾಕ್ಯವನ್ನ. ഹല്ലേലൂയ. ಆಮೇಲೆ അവിടെ ഇങ്ങനെ കൊടുത്തിട്ട് കിട്ടിയെടുത്ത് വായിക്കണം. ഹല്ലേലൂയ. പെട്ടെന്ന് നോക്കിയാൽ ಒಂದು ವಿಷಯ ಏನಂದ್ರೆ, 6ാം അധ്യായം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ನ್ಯಾಯಸಭೆಗಳ ಪುಸ್ತಕ 6ನೇ ಅಧ್ಯಾಯ ಕಳೆದ ನಂತರ ಇರುತ್ತೆ. ಯುದ್ಧಾಭ್ಯಾಸ ಇಲ್ಲದೆ ಇರುವ ಇಸ್ರಾಯೇಲ್ 11 കഴിഞ്ഞിട്ടേ കാണത്തുള്ളൂ. 11ನೇ ಅಧ್ಯಾಯ ಎಲ್ಲ ಕಳೆದ ಮೇಲೆ ಇರುತ್ತೆ ಆ ವಿಷಯ. ಯುದ್ಧಾಭ್ಯಾಸ ಇಲ್ಲದೆ ಇರುವ ಮಕ್ಕಳಿಗೆ ಯುದ್ಧಾಭ್ಯಾಸವನ್ನ ಕೊಟ್ಟು ದೇವರು ಅವರನ್ನ ತರಬೇತಿಗೊಳಿಸಿದ್ದಾರಂತ ಒಂದು ವಿಷಯ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പാട്ടിന്റെ അടുത്ത് പാടാം. ഹല്ലേലൂയ. Hallelujah. Oh Jesus. Sí, sí. യാഹേ അങ്ങെന്നും എൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ ಯಾರಾದ್ರೂ ನೆಟ್ ಆನ್ ಮಾಡ್ಕೊಟ್ಟಿದ್ದು ನಾನು ನೋಡುತ್ತೆ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകന്ത. നീ മയങ്ങുകില്ല. ബാക്കിയുള്ളവര് പാടിയട്ടെ, ബാക്കിയുള്ളവര് പാടിയട്ടെ. ഹല്ലേലൂയ. ഇസ്രായേലിൻ സങ്കേതം, തലമുറ തല. ನ್ಯಾಯಸ್ಥಾಪಕರ ಪುಸ್ತಕ 3ನೇ ಅಧ್ಯಾಯ ಅದರ 1ನೇ ವಾಕ್ಯದಿಂದ ಹೋಗ್ರಿ. ಇಸ್ರಾಯೇಲ್ ಸಂತತಿಯವರಲ್ಲಿ ಯುದ್ಧ ವಿದ್ಯೆಯನ್ನು ಅರಿಯದವರಿಗೆ ಅದನ್ನು
ಸಾಕು. മതി. രക്ഷിക്കപ്പെട്ട ദൈവമല്ലേ? ರಕ್ಷಣೆ ಹೊಂದಿದ ದೇವ್ರ ಮಕ್ಕಳೇ, എന്താ ಈ കുടുംബത്തിനകത്തുനിന്ന് ചില പ്രശ്നങ്ങൾ മാറാത്തത്? ಯಾತಕ್ಕಾಗಿ ನಿಮ್ಮ ಕುಟುಂಬದೊಳಗಿದ್ದ ಕೆಲವು ಸಮಸ್ಯೆಗಳು ನೀಗಿ ಹೋಗ್ತಾ ಇಲ್ಲ? നീ രക്ഷിക്കപ്പെട്ടതല്ലേ? ನೀನ್ ರಕ್ಷಣೆ ಹೊಂದಿದಲ್ವಾ? യേശുവിന്റെ രക്തത്താൽ വിലക്കി വാങ്ങിയത്. ಯೇಸುವಿನ ರಕ್ತದಿಂದ ನಿಮ್ಮನ್ನ ವಿಮೋಚಿಸಿರೋದಲ್ವಾ? ആത്മാവിൽ ആരാധിക്കുന്നതല്ലേ? ಆತ್ಮದಲ್ಲಿ ನೀವು ಆರಾಧಿಸೋದಲ್ವಾ? എന്താ ഇത്ര പ്രശ്നങ്ങൾ? ಆದ್ರೆ ಮನೆಯ ಒಳಗಡೆ ಇಷ್ಟು ಸಮಸ್ಯೆಗಳಿಗೆ ಕಾರಣ ಏನು? ദൈവമക്കൾക്ക് എന്താ ഇത്ര പ്രശ്നം? ದೇವರ ಮಕ್ಕಳಿಗೆ ಯಾಕೆ ಇಷ್ಟು ಸಮಸ್ಯೆ? ദൈവം എന്നെ രക്ഷിച്ചപ്പോൾ തന്നെ ದೇವರು ನನ್ನನ್ನು ರಕ್ಷಿಸಿದಾಗಲೇ പിശാചിന്റെ പറഞ്ഞുകൂടായിരുന്നു, ಈ ಸೈತಾನಿಗೆ ಹೇಳ್ಬೋದಿತ್ತಲ್ವಾ, മേല ಇನ್ನು ಮೇಲೆ ഇവരെ പരീക്ഷിക്കുകയോ ಇವ್ರನ್ನ ಶೋಧಿಸೋ, ഇവരെ നോക്കുകയോ ಇವ್ರ ನೋಡೋದು, ഇവരുടെ വീട്ടിലുള്ള ಇವ್ರ ಮನೇಲಿ ആരെയും ಯಾರನ್ನು നീ ദൃഷ്ടി വെക്കരുത്, ದೃಷ್ಟಿ ಇಡಬಾರ್ದು, മാറി നിൽക്കാൻ ദൈവം പറയണ്ടേ? ದೂರ ಹೋಗುವಂತ ದೇವರು ಹೇಳ್ಬೋದಿತ್ತಲ್ವಾ? എന്താ പറയാത്തത്? ಯಾಕೆ ಹೇಳಿಲ್ಲ? യുദ്ധ അഭ്യസില്ലാത്ത ಯುದ್ಧದ ಅಭ್ಯಾಸ ಇಲ್ಲದಿರುವ തലമുറകൾ ಮಕ್ಕಳು യുദ്ധ ಅಭ್ಯസിക്കേണ്ടതിന് ಯುದ್ಧದ ಅಭ್ಯಾಸವಾಗಲಿಕ್ಕೆ ദൈവം ഇവരെ വെച്ചിരിക്കുന്നു. ದೇವರು ಈ ಶತ್ರುಗಳನ್ನ ಇಟ್ಟಿದ್ದಾರೆ. പുതിയ നിയമത്തിൽ വരുമ്പോൾ ಹೊಸ ಒಡಂಬಡಿಕೆ ಬರುವಾಗ യേശു ದೇವರು ಯೇಸು പിശാചിന്റെ ಸೈತಾನನ തലയെ തകർത്തു. ತಲೆಯನ್ನ ಯೇಸು ಜಜ್ಜಿದ್ರು. വേറൊന്നും പറയുന്നില്ല. ಬೇರೆ ಏನು ಹೇಳ್ತಿಲ್ಲ. ബാക്കിയുള്ളത് ಇನ್ನುಳಿದದ್ದು അഭിഷേകമുള്ള ദൈവമക്കൾക്കുള്ളതാണ്. ಇನ್ನುಳಿದ ಭಾಗವನ್ನ ಸಾಯಿಸೋದು, ನಾಶ ಮಾಡೋದು ಅಭಿಷೇಕ ಇರುವ ದೇವ್ರ ಮಕ್ಕಳಿಗೆ ಬಿಟ್ಟಿರೋದಾಗಿದೆ. ഹല്ലേലൂയ. ഈ ശരിക്കും പറഞ്ഞാലേ ഈ പൂച്ച കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കുന്ന എങ്ങനെയാണ്? ಸರಿಯಾಗಿ ಹೇಳ್ಬೇಕಂದ್ರೆ ಈ ಬೆಕ್ಕಿನ ಮರಿಗಳಿಗೆ ಆಹಾರ ಕೊಡೋದು ಹೇಗೆ? നമ്മൾ കൊടുക്കുന്ന കാര്യമല്ലേ കലി പറയും. ನಾವು ಕೊಡೋದ್ರ ಬಗ್ಗೆ ಏನು ಹೇಳ್ತಿರೋದು? അല്ലെങ്കിൽ കടുവയുടെ കുഞ്ഞുങ്ങൾ എടുക്കാം, പുലിയുടെ കടുവോ സിംഹത്തിന്റെ കുഞ്ഞു. ಹುಲಿ, ಚಿರತೆ ಈ ರೀತಿಯಾದ ಪ್ರಾಣಿಗಳು ತಮ್ಮ ಮರಿಗಳಿಗೆ ಆಹಾರವನ್ನ ತಗೊಂಡು ಕೊಡೋದು ಹೇಗೆ ಅಂತ ಗೊತ್ತಾ എന്ന് ನಿಮಗೆ? പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. പൂച്ച കുഞ്ഞിന് കൊടുക്കുന്നില്ല, നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ಈ ಬೆಕ್ಕಿನ ಮರಿಗೆ ನಾವು ಮೊಸರನ್ನ ಕೊಡೋ ರೀತಿಯಲ್ಲಿ ನಾವು ಹುಲಿಗಳಿಗೆ ಮೊಸರನ್ನ ಕೊಡಕ್ಕಾಗಲ್ವಲ್ಲ. അതിന്റെ തള്ള, ಅದರ ತಾಯಿ ഹല്ലേലൂയ, മറ്റു മൃഗത്തെ ആക്രമിച്ച് ಬೇರೆ ಕೆಲವು ಮೃಗಗಳನ್ನ ಆಕ್ರಮಣ ಮಾಡಿ പകുതി മുക്കാൽ ജീവൻ കളയും. ಒಂದು ಅರ್ಧ ಮುಕ್ಕಾಲ್ ಜೀವವನ್ನ ತೆಗೀತೆ. ചെറിയൊരു ജീവനെ പിന്നെ അതിനുണ്ടാകും. ಒಂದ್ ಸ್ವಲ್ಪ ಜೀವ ಮಾತ್ರ ಉಳಿಸ್ಕೊಂಡು ಮರಿಗಳ ಹತ್ರ അതിനെ ತಗೊಂಡು കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ಅದನ್ನ ತಗೊಂಡ್ ಬಂದು ಈ ಮರಿಗಳ ಹತ್ರ ಹಾಕುತ್ತೆ. എന്തിനാ അതിനെ മുഴുവൻ കൊന്നിട്ട് കൊടുത്ത പോലെ? ಯಾಕೆ ಈ ತಾಯಿ ಸಿಂಹ ಅಥವಾ ತಾಯಿ ಹುಲಿ ಯಾಕೆ ಪರಿಪೂರ್ಣವಾಗಿ ಕೊಂದ್ಬಿಟ್ಟು ಬರ್ಬೋದಿತ್ತಲ್ವಾ? പൂച്ച അങ്ങനെ ചെയ്യും. ಬೆಕ್ಕು ಹಂಗೆ ಮಾಡುತ್ತೆ. എന്തിനാ മുഴുവൻ കൊന്നിട്ട് കൊടുക്കുക? ಯಾಕೆ ಪರಿಪೂರ್ಣ ಸಾಯಿಸ್ಬಿಡ್ತು ಅಂದ್ಕೊಡಲ್ಲ? ഈ പൂച്ചയുടെ കുഞ്ഞുങ്ങൾ, ಈ ಬೆಕ್ಕಿನ ಮರಿಗಳು അല്ലെങ്കിൽ പുലിയുടെ കുഞ്ഞുങ്ങൾ ಅಥವಾ ಹುಲಿ ಮರಿಗಳು അവരെ യുദ്ധ അഭ്യസിക്കാൻ വേണ്ടിയാണ്. ಆ ಮರಿಗಳಿಗೆ ಯುದ್ಧದ ಅಭ್ಯಾಸವನ್ನ ಕಲಿಸಲಿ. ഇരയെ എങ്ങനെ പിടിക്കണം, ಕ್ರಿಮಿಯನ್ನ ಹೇಗೆ ಹಿಡಿಬೇಕು, ഇര പിടിച്ചിട്ട് ಆ ಕ್ರಿಮಿಯನ್ನು ಹಿಡಿದು അത് അതിന്റെ അകം സമ്പന്നനായി മാറുകയാണ്. ആഹാരം കഴിച്ചു ಅದನ್ನ ತಿಂದು ಒಳಗಡೆ ಅದು ಶಕ್ತಿಯುತವಾಗುತ್ತೆ. അതിന്റെ സമ്പന്നത, ಅದರ ಸಂಪತ್ತು ಏನಂದ್ರೆ അല്ലല്ലേ വേറെ മൃഗത്തിന്റെ മാംസമാണ്. ಅದರ ಸಂಪತ್ತು ಬೇರೆ ಪ್ರಾಣಿಗಳ ಮಾಂಸವಾಗಿದೆ. കിട്ടുമ്പോൾ അവർക്ക് സമ്പത്ത്. ಅದು ಸಿಗುವಾಗಿದೆ ಆ ಪ್ರಾಣಿಗಳಿಗೆ ಸಂಪತ್ತು. എന്നാൽ ദൈവമക്കളുടെ കാര്യം ഞാൻ പറയാം. ಅದೇ ದೇವ್ರ ಮಕ್ಕಳ ವಿಷಯ നമ്മുടെ സമ്പത്തൊക്കെ ನಮ್ಮ ಸಂಪತ್ತೆಲ್ಲ പിശാചിനോട് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കണം. ಸೈತಾನನೊಂದಿಗೆ ಯುದ್ಧ ಮಾಡಿ ಹಿಡಿದಿಟ್ಕೊಳ್ಬೇಕಾಗಿರೋದಾಗಿದೆ. നമ്മുടെ സമ്പത്തിനെയൊക്കെ ನಮ್ಮ ಸಂಪತ್ತನ್ನೆಲ್ಲ പിശാച് തടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ಸೈತಾನ ತಡೆದಿಟ್ಟಿದ್ರೆ അതിനോട് യുദ്ധം ചെയ്യുവാൻ ಆ ಶತ್ರುವಿನೊಂದು ಯುದ್ಧ ಮಾಡ್ಲಿಕ್ಕೆ ദൈവം ഈ തലമുറയുടെ വെച്ചിരിക്കുന്നു. ದೇವರು ಈ ತಲೆಮಾರನ್ನು ಇಟ್ಟಿದ್ದಾರೆ. എന്റെ വീടിനകത്ത് ನನ್ನ ಮನೆ ಒಳಗಡೆ ശാപം പോലത്തെ ಶಾಪದಂತೆ പല മാരക രോഗങ്ങൾ, ಅನೇಕ ಮಾರಕ ರೋಗಗಳು, പൈസയുടെ ബുദ്ധിമുട്ട്, ಹಣದ ಕಷ್ಟ, പല ಐಕ್ಯതയില്ല. ಐಕ್ಯತೆ ಇಲ್ಲ. 5 മിനിറ്റ് നേരെ മുഖത്തേക്ക് സംസാരിക്കാൻ 5 ನಿಮಿಷ ಮುಖ ನೋಡ್ಕೊಂಡು ಮಾತಾಡಕ್ಕಾಗಲ್ಲ. അവിടെ ചീത്തയും വഴക്കായി മാറും. ಅಲ್ಲಿ ಜಗಳ ಬೈಗಳ ಇದೆಲ್ಲ ಬರುತ್ತೆ. വിട്ട് ഓടിപ്പോണ്ടി വരും നാട്ടുവിട്ട്. ಬಿಟ್ಟು ಓಡೋಗ್ಬೇಕು ಅಂತ ಅನ್ಸುತ್ತೆ. ഈ രീതിയിലുള്ള വീടിനകത്ത് ಈ ರೀತಿಯಲ್ಲಿದೆ ನಮ್ಮ ಮನೆ ಒಳಗಡೆ സമാധാനമുള്ളത്. ಇವತ್ತು ಸಮಾಧಾನ ಇರೋದು, ആലോ ഇന്ന് സമാധാനമുള്ളത്. ಇವತ್ತು ಸಮಾಧಾನ ಇರೋದು. വീടിനകത്ത് ഒരു യുദ്ധം നടന്നു. ಮನೆ ಒಳಗಡೆ ಒಂದು ಯುದ್ಧ ನಡೆಯಿತು. ಅಭಿಷೇಕದಿಂದ ಇವರು ಯುದ್ಧವನ್ನ ಮಾಡಬೇಕು. അതെല്ലാം വിട്ടുമാറി ಆ ಶತ್ರುವಿನ ಕಾರ್ಯ ಎಲ್ಲ ಬಿಟ್ಟು ಹೋಯ್ತು. പിന്നെ ആ സ്നേഹവും സമാധാനം വിട്ടാ ನಂತರ ಪ್ರೀತಿ ಸಮಾಧಾನ ಮನೆಯಲ್ಲಿ ತುಂಬಿತು. ഇത് ദൈവം മാറ്റിയതല്ല, ಇದು ದೇವರು ತೆಗೆದಾಕಿದಲ್ಲ, ദൈവം ചെയ്തത്. ದೇವ್ರು ಮಾಡಿದ್ದು. എന്റെ യേശുവിന്റെ രക്തം തന്നെ വീണ്ടെടുത്തു. ನನ್ನ ಯೇಸು ನನಗೋಸ್ಕರ ಮಾಡಿದ್ದೇನೆ ಅಂದ್ರೆ ತನ್ನ ರಕ್ತದಿಂದ എന്റെ ವಿಮೋಚಿಸಿದ ദൈവം സൂക്ഷിച്ചു. ನನ್ನನ್ನು ಕಾದು ಕಾಪಾಡಿದ ദൈവം അഭിഷേകം തന്നു. ದೇವರು ನನಗೆ ಬೇಕಾದ ಅಭಿಷೇಕ അഭിഷേകം ಈ ഉപയോഗിച്ചപ്പോഴാണ് ಅಭಿಷೇಕವನ್ನು ಯೂಸ್ ಮಾಡಬೇಕಾಗಿದೆ ಈ ಶತ್ರುವಿನ ಕಾರ್ಯಗಳು ಧ್ವಂಸವಾಗಿದ್ದು. പക്ഷേ എന്റെ വീട്ടിൽ ಆದ್ರೆ ನನ್ನ ಮನೆಯಲ್ಲಿ ദൈവത്തിന് തന്നെ ದೇವರಿಗೆನೆ ഈ മുഴുവൻ ശത്രുവിനെ മാറ്റി ಈ ಎಲ್ಲಾ ಶತ್ರುಗಳನ್ನ ತೆಗೆದು ಓಡಿಸಿ എല്ലാവരും നല്ലതായിട്ടിരിക്കാം. ಎಲ್ಲರೂ ಚೆನ್ನಾಗಿರುವಂತ ರೀತಿಯಲ್ಲಿ ಮಾಡ್ಬೋದಿತ್ತಲ್ವಾ? പക്ഷേ ಆದ್ರೆ ചെയ്യാത്തതിന്റെ കാരണം ಅದನ್ನ ಮಾಡಿದ್ರೆ യുദ്ധ അഭ്യസിച്ചില്ലാത്ത ಯುದ್ಧದ ಅಭ್ಯಾಸವಿಲ್ಲದ തലമുറകൾ ಮಕ್ಕಳು ಯುದ್ಧ ಅಭ್ಯസിക്കേണ്ടതിന് ಯುದ್ಧಾಭ್ಯಾಸ ಆಗ್ಲಿಕ್ಕೆ ദൈവം ചിലതിനെ നിർത്തി. ದೇವರು ಕೆಲವನ್ನ ಹಂಗೆ ಬಿಟ್ಟಿದ್ದಾನೆ. ഹല്ലേലൂയ. ಆಮೆನ್. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಗಮನಿಸಿ ಆಗಿರುವುದಾದ್ರೆ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ಆರಾಧನೆ ಮಾಡುವ ನಮ್ಮ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ಪ್ರಾರ್ಥನೆ ಮಾಡುವ ನಮ್ಮ വീട്ടിനകത്തുള്ള ಮನೆ ಒಳಗಿರುವ പല പ്രശ്നങ്ങളും ಅನೇಕ ಸಮಸ್ಯೆಗಳು വിട്ടു മാറുവാൻ ಬಿಟ್ಟು ಹೋಗ್ಲಿಕ್ಕೆ അത് നീയാണ് ചെയ്യേണ്ടത്. ಅದನ್ನ
ಅದನ್ನ ಬಿಟ್ಟು ಹೋಗುವಂತೆ ಮಾಡ್ಬೇಕಾದವನು ನೀನಾಗಿದ್ದೆ. ಅಭಿಷೇಕ ತന്നിട്ടുണ്ട് ದೈವ. ನಿನ್ನ ಮೇಲೆನೆ ಅದಕ್ಕಿರುವ ಅಭಿಷೇಕವನ್ನ ದೇವರು ಕೊಟ್ಟಿಲ್ಲ. ഇവിടെ നിൽക്കരുത്. ನೀನ್ ಇಲ್ಲೇ ನಿಂತಿರಬಾರ್ದು. ഇവിടെ നിൽക്കുന്നത് പ്രശ്നമല്ല. ಮನೆಯವರು ಇದ್ರೆ ತೊಂದರೆ ಇಲ್ಲ. നീ എവിടെയാണെങ്കിൽ ಆದ್ರೆ ನೀನು ಇಲ್ಲಿದ್ರೆ നിനക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇതിനെ ശ്വാസിക്കാൻ പറ്റും. ನೀನು ಈ ಸ್ಥಾನದಲ್ಲಿ ನಿಂತ್ಕೊಂಡು ಅವುಗಳನ್ನ ಗದರಿಸಲಿಕ್ಕಾಗುತ್ತೆ. ഇവിടെ നിന്ന് ശ്വാസിച്ചാൽ പോകത്തില്ല. ಆದ್ರೆ ನೀನ್ ಇಲ್ಲೇ ಇದ್ದುಕೊಂಡು ಅದನ್ನ ಶತ್ರುವಿನ ಕಾರ್ಯವನ್ನ ಗದರಿಸಿದ್ರೆ ಅದು ಹೋಗೋದಿಲ್ಲ. അങ്ങനെ ശ്വാസിച്ചാൽ ಹಾಗೆ ಗದರಿಸಿದ್ರೆ ഞങ്ങളെ ചെറിയ മീൻ ഒരു മീൻ നല്ല സൂപ്പർ മീൻ ಬಹಳ ಸುಂದರವಾಗಿರೋದು ಒಂದು ಮೀನು ഇത് കൈ പിടിച്ചോണ്ട് ಇದು ಕೈಯಲ್ಲಿ ಹಿಡ್ಕೊಂಡು പൂച്ചേനോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞത് പോകത്തില്ല. ಇದು ಕೈಯಲ್ಲಿ ಹಿಡ್ಕೊಂಡು ಬೆಕ್ಕು ಏನಂದ್ರೆ ಓಡು ಆ ಕಡೆ ಹೋಗು ಅಂದ್ರೆ ಅದು ಹೋಗೋದಿಲ್ಲ. പോകണ ഒറ്റ മാർഗ്ഗമുള്ള മീനിനെ പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കുക. ಆ ಬೆಕ್ಕು ಹೋಗ್ಬೇಕಂದ್ರೆ ಈ ಮೀನನ್ನ ತೆಗೆದು ಎಸೆದ್ರೆ ಸಾಕು, ಅದು ಆ ಬೆಕ್ಕು ಓಡೋದು. ശ്വാസിച്ച പോകത്തില്ലല്ലോ. ശ്വാസിച്ച പോകത്തില്ല. ಹಿಂಗೆ ಮೀನ್ ಕೈಯಲ್ಲಿ ಹಿಡ್ಕೊಂಡು ಬೆಕ್ಕನ್ನು ಓಡಿಸೋರು ಓಡುತ್ತಾ ಇದೆ. അതുപോലെ മീൻ പോലെ ലോകം മോഹം അകത്തുള്ളവർ ശ്വാസിച്ച പോകത്തില്ല. ಅದೇ വിട്ടോട്ടാതെ പിശാച് വിട്ടുകൊടുക്കും. ಮೀನಿನ ಹಾಗೆ ಲೋಕದ ಮೋಹ ಕೈಯಲ್ಲಿ ಹಿಡ್ಕೊಂಡು ಸೈತಾನ ಗದರಿಸಿದ್ರೆ ಸೈತಾನ ಓಡೋಗೋದಿಲ್ಲ. ಆ ಮೋಹത്തെ ಈ ಮೋಹವನ್ನ ತೆಗೆದೆಸೆದ್ರೆ ಸೈತಾನ ಓಡುತ್ತಾನೆ. ಸೈತಾನ ಅದನ್ನು ಓಡುತ್ತಾನೆ. ಅರ್ಥ ಆಗ್ತಿರೋರಿಗಾಗಿ ನಂದವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾರೆ. ഇവിടുത്തെ നമുക്ക് വേണ്ട, നമുക്ക് ഇവിടുത്തെ മതി. ಇಲ್ಲಿಯ ಯಾವ್ದು ನಮಗ್ ಬೇಡ, ನಮಗೆ ಇಲ್ಲಿದ್ದು ಸಾಕು. അവിടെയാണ് വിട്ടുപോകുന്നത്. എന്നിട്ട് അതിനെ ശ്വാസിച്ച ನಂತರ ಈ ಲೋಕದ ಮೋಹಗಳನ್ನೆಲ್ಲ ತೆಗೆದಷ್ಟು ನಂತರದಲ್ಲಿ ಅವನನ್ನ ಗದರಿಸಿದ್ರೆ വീടിനകത്ത് വിടുതലുണ്ടാവും. ಮನೆ ಒಳಗಡೆ ಬಿಡುಗಡೆ ಆಗುತ್ತೆ. വേണ്ടപ്പെട്ടവർക്ക് വിടുതലുണ്ടാവും. ನಮಗೆ ಬೇಕಾದವರು ಬಿಡುಗಡೆ ಆಗುತ್ತೆ. ഹല്ലേലൂയ. ಆಮೇಲೆ ഇവനെന്താ ഞാൻ പറയുന്നത് മനസ്സിലാകാത്തത്? ಇವ್ರಿಗೆ ಯಾಕೆ ನಾನು ಹೇಳೋದು ಅರ್ಥ ಆಗ್ತಿಲ್ಲ? ഞാൻ ഇത്ര ആയതെന്താ മനസ്സിലാകാത്തത്? ನಾನು ಇಷ್ಟ ಆದ್ರೂ ಯಾಕೆ ಅರ್ಥ ഞാൻ ಆಗ್ತಿಲ್ಲ? തെറ്റൊന്നും പറഞ്ഞില്ല. ನಾನು ತಪ್ಪೇನು ಹೇಳಿಲ್ವಲ್ಲ എന്ന് പറഞ്ഞ സമയം കളയാതെ ಎಂಬುದಾಗಿ ಹೇಳಿ ಟೈಮ್ ಪಾಸ್ ಮಾಡಿದೆ. ആത്മാവിന്റെ ശക്തി നിറയട്ടെ. ಆತ್ಮನ ಶಕ್ತಿಯಿಂದ ತುಂಬಿರಿ, നിറയട്ടെ. ತುಂಬಲಿ. എന്നിട്ട് മനസ്സിലാകാതെ ಅದ ಯಾವ್ದು ಅರ್ಥ ಆಗಿದೆ അവരോട് പോരാടി നിൽക്കുന്ന ಅವರ ಮೂಲಕ ಹೋರಾಡ್ತಿರುವ അതിനെ ശാസിക്കണം നീ. അന്നേരം നിശ്ചയം. ಅದನ್ನ ಗದರಿಸಬೇಕು ನೀನು, ಆಗ್ಲೇ ನಿನ್ ಜಯ ಹೊಂದೋದು. ഹല്ലേലൂയ. പക്ഷെ ഇത് ദൈവം മാറ്റുന്നില്ല. ಆದ್ರೆ ಈ ದೇವರು ഇത് ಬದಲಾಯಿಸಿಲ್ಲ. നമ്മൾ ചെയ്യേണ്ട കാര്യം. ಇದು ನಾವು ಮಾಡ್ಬೇಕಾದ ವಿಷಯ. അവനെ വഴക്ക് വരേണ്ട കാര്യമല്ല ഈ പറയുന്നത്. ನಾನು ಹೇಳ್ತಿರೋದು ಬೈಯೋ ವಿಷಯ ಅಲ್ಲ. ആത്മാവിന്റെ ശക്തി നിറയണം. ಆತ್ಮನ ಶಕ್ತಿಯಿಂದ ತುಂಬಬೇಕು. ശിശുവിന്റെ മേൽ ಸಂಸೋನನ ಮೇಲೆ പുതിയ കയറ് കെട്ടി ಹೊಸ ಹಗ್ಗಗಳನ್ನ ತಂದು ಸಂಸೋನನ್ನ ಬಿಗಿದ್ರು. ആത്മാവൊന്ന് പൊട്ടിച്ചു മാറ്റി. ಆ ದೇವರ ಆತ್ಮನ ಶಕ್ತಿ ಅವನ ಮೇಲೆ ಹಿಡಿದಾಗ ಹಸಿ ಹಗ್ಗಗಳನ್ನ ಹರಿದು ಬೂರಿದು ಹಾಕಿತ್ತು. ഇതേപോലെ നമ്മുടെ കുടുംബത്തിനെതിരെ, ಇದೇ ರೀತಿ ನಮ್ಮ ಕುಟುಂಬಕ್ಕೆ ವಿರುದ್ಧ, നമ്മുടെ ജീവിതത്തിനെതിരെ ನಮ್ಮ ಜೀವಿತ ವಿರುದ್ಧ വിശ്വാസി കിട്ടുന്ന പലതും ಸೈತಾನನ ಕಟ್ಟುವ ಅನೇಕ ವಿಷಯಗಳು ശക്തിയിൽ പൊടുങ്ങിരി. ಆತ್ಮಶಕ್ತಿಯಿಂದ ಅದು ಮುರಿಯುತ್ತದೆ. യുദ്ധം അറിയാത്ത ഇസ്രായേൽ ജനത്തിന് ಯುದ್ಧ ತಿಳಿಯದೇ ಇರುವ ಇಸ್ರಾಯೇಲ್ ಮಕ್ಕಳಿಗೆ, തലമുറകൾ ಆ ಮಕ್ಕಳು യുദ്ധം അഭ്യസിക്കാൻ വേണ്ടി ಆ ಮಕ್ಕಳಿಗೆ ಯುದ್ಧದ ಅಭ್ಯಾಸವನ್ನ ಕೊಡ್ಲಿಕ್ಕೆ ദൈവം അതിനെ നിർത്തിവെച്ചു. ದೇವರ ಶತ್ರುಗಳನ್ನ ಹಂಗೆ ನಿಲ್ಸಿದ್ರು. ഫറവോനെ ദൈവം നിർത്തിയത്. ಫರೋಹನನ್ನ ದೇವರು ನಿಲ್ಸಿದ್ದು ഇസ്രായേൽ ജനം ಇಸ್ರಾಯೇಲ್ ಜನರು. ഹല്ലേലൂയ. അവിടെ വെച്ച് ദൈവം ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ಇಸ್ರಾಯೇಲ್ ಜನಗಳು ಅಲ್ಲಿರುವಾಗ ದೇವರು ಯಾರು ಎಂಬುದಾಗಿ ತಿಳ್ಕೊಳ್ಳಿಕ್ಕೋಸ್ಕರ ಆಗಿದೆ ಫರೋಹನನ್ನ ದೇವರನ್ನು ಬಿಟ್ಟಿದ್ದು. ദൈവത്തിന്റെ ശക്തി അറിയാൻ വേണ്ടിയാണ്. ದೇವರ ಶಕ್ತಿಯನ್ನು ತಿಳ್ಕೊಳ್ಳೋಕೋಸ್ಕರ ಆಗಿದೆ. പ്രാവശ്യം മോശ പോയി ചോദിച്ചപ്പോൾ ಒಂದೇ ಒಂದು ಸಾರಿ ಮೋಶೆ ಹೋಗಿ ಕೇಳಿದಾಗ അപ്പൊ തന്നെ ഫറവോൻ തീരേണ്ടതാ. ಆಗ್ಲೇ ಫರೋಹನನ್ನು ಮುಗಿದೋಗ್ಬೇಕಿತ್ತು. ഹല്ലേലൂയ. ಆಮೆನ್. പക്ഷെ വെച്ചത് ಆದ್ರೆ ಅವನನ್ನ ಹಾಗೆ ಬಿಟ್ಟಿದ್ದು ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി ജനം അറിയാൻ വേണ്ടി. ದೇವರ ಶಕ್ತಿ ಎನ್ನುವುದಾಗಿ ಜನಗಳು ತಿಳಿಯುವುದಕ್ಕೋಸ್ಕರ. പല പ്രശ്നങ്ങൾ എനിക്ക് നിങ്ങൾക്ക് തന്നെയുള്ള പ്രാർത്ഥിക്കുമ്പോൾ ನಮಗೆ ನಿಮಗೂ ವಿರುದ್ಧವಾಗಿರುವ ಕೆಲವು ಸಮಸ್ಯೆಗಳು ഒറ്റയടിക്ക് മാറാത്തത് ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ಒಂದೇ ಒಂದು ಏಟಿಗೆ ಹೋಗದೆ ಇರೋದು ദൈവത്തിന്റെ ശക്തി ದೇವರ ಶಕ್ತಿ നമ്മളിലൂടെ പാസ് ചെയ്തിട്ട് ನಮ್ಮ ಮೂಲಕ ಪಾಸ್ ಆಗಿ ശത്രു പരാജയപ്പെടാൻ ಶತ್ರು ಸೋತು ಗುಂಡಕ್ಕಾಗಿದ್ದೀವಿ. ചിലതിനെ നമ്മൾ തന്നെ ചെയ്യണം. ಕೆಲವನ್ನ ನಾವೇ ಜಯಿಸಬೇಕು. ಕರಗಳನ್ನು ದೇವರಲ್ಲಿ ಸ್ತೋತ್ರ ಮಾಡೋಣ. ಹಲ್ಲೆಲೂಯ. അപ്പോസ്തലന്മാരില്ലാതെ ಅಪೊಸ್ತಲರು ಇಲ್ಲದೆ ദൈവവചനം ദൈവം ആമെ ആരാഴ്ച ചെയ്തിട്ടില്ല. ದೇವರು ಯಾರನ್ನು ಕಳಿಸಿ ಏನು ಮಾಡಿಲ್ಲ. അല്ലല്ല 12 പേരെ തെരഞ്ഞെടുത്ത് അയച്ചത്. 12 ಜನಗಳನ್ನ ಆರಿಸಿ ದೇವರು ಕಳಿಸಿದ್ರು. നിങ്ങളില്ലാതെ ನೀವಿಲ್ಲದೆ നിങ്ങളുടെ വീട്ടിൽ വിടുതൽ നടക്കുന്നില്ല. ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಬಿಡುಗಡೆ ನಡೆಯೋದಿಲ್ಲ. നിങ്ങളുടെ മേലുള്ള കാര്യമാണ്. ಅದು ನಿಮ್ಗೆ ಒಪ್ಪಿಸಿರೋ ಜವಾಬ್ದಾರಿ. അത് വിശ്വാസത്തോടെ ചെയ്യുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಅದು ನಂಬಿಕೆಯಿಂದ ಮಾಡುವವರಿಗಾಗಿ ನಾವು ದೇವರ ಸ್ತೋತ್ರ ಮಾಡ್ತೇವೆ. നമ്മുടെ ജോലി നമ്മൾ ചെയ്യുക. ನಮ್ಮ ಕಾರ್ಯವನ್ನ ನಾವು ನಮ್ಗೆ ಒಪ್ಪಿಸಿದ ಕಾರ್ಯವನ್ನ ನಾವು ಮಾಡೋಣ. ദൈവം എന്റെ മുമ്പിലും ಹಾಗಾದ್ರೆ ದೇವರು ನನ್ನ ಮುಂದೆಯೂ നിങ്ങളുടെ മുമ്പിലും ನಿಮ್ಮ ಮುಂದೆಯೂ ചിലതിനെ ദൈവം നിർത്തിയിരിക്കുന്നത്. ಕೆಲವನ್ನ ದೇವರು ಹಾಗೆ ನಿಲ್ಲಿಸಿರುವುದು. ഇസ്രായേലിന്റെ മുമ്പിൽ ഫറവോനെയും ಇಸ್ರಾಯೇಲ್ಯರ ಮುಂದೆ ಫರೋಹನನ್ನ, നമ്മുടെ മുമ്പിൽ ನಮ್ಮ ಮುಂದೆ ചിലതിനെ ಕೆಲವನ್ನ, ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ಇಸ್ರಾಯೇಲ್ ಮಕ್ಕಳ ಮುಂದೆ ആമെ ചില ശക്തികൾ ഇവിടെ വായിച്ചത്. ಕೆಲವು ಅಲ್ಲಿ ಶಕ್ತಿಗಳ ಹೆಸರನ್ನ ಓದಿದ್ವಿ. ഇതിനെ നിർത്തിയിരിക്കുന്നത് ಆ ಶಕ್ತಿಗಳನ್ನ ದೇವರಲ್ಲಿ ನಿಲ್ಲಿಸಿದ್ದು. ദൈവം നേരത്തെ മാറ്റാമായിരുന്നു. ದೇವರು ಬೇಕಾದ್ರೆ ಮುಂಚೆಯೇ ತೆಗೆದಾಕ್ಬೋದಿತ್ತು. പക്ഷെ നമ്മളെ യുദ്ധം അഭ്യസിപ്പിക്കാൻ വേണ്ടിയാണ്. ಆದ್ರೆ ನಮಗೆ ಯುದ್ಧದ ತರಬೇತಿ ಕೊಡ್ಲಿಕ್ಕೋಸ್ಕರ ಆಗಿದೆ. സ്കൂൾ വെച്ചിരിക്കുന്നത്. ಸ್ಕೂಲ್ ಇರೋದು ಯಾಕಂದ್ರೆ മക്കൾ വിദ്യാഭ്യാസം അഭ്യസിക്കാൻ വേണ്ടിയാണ്. ಮಕ್ಕಳಿಗೆ ವಿದ್ಯಾಭ್ಯಾಸದ ತರಬೇತಿಯನ್ನ ಕೊಡ್ಲಿಕ್ಕೆ. അല്ലല്ല, അതിനു മുമ്പ് ജോലിക്കാരും കയറിയിട്ടില്ല. ಅದಕ್ಕಿಂತ ಮುಂಚೆನೆ ಯಾರು ಕೆಲಸಕ್ಕೆ ಹೋಗಿ ಸೇರ್ಸ್ಕೊಳ್ಳೋದಿಲ್ಲ. സ്കൂളിൽ പോയി പഠിച്ച സർട്ടിഫിക്കറ്റ് കിട്ടാതെ ആരും ಸ್ಕೂಲಲ್ಲಿ ಹೋಗಿ ಸರ್ಟಿಫಿಕೇಟ್ ಅನ್ನ ತಗೊಳ್ಳದೆ ಇರುವ ಯಾರು ജോലിക്ക് പഠിക്കാൻ പോയിട്ടില്ല. ಕೆಲಸಕ್ಕೆ ಹೋಗಿಲ್ಲ. കാരണം ആദ്യം സ്കൂളിൽ പഠിക്കണം. ಯಾಕಂದ್ರೆ ಮೊದಲು ಅವರು ಸ್ಕೂಲಲ್ಲಿ ಓದ್ಬೇಕು. ഇതേപോലെ ആദ്യം അഭ്യസിക്കണം. ಇದೇ ರೀತಿಯಲ್ಲಿ ಮೊದಲು ತರಬೇತಿ ಹೊಂದ್ಕೋಬೇಕು. ആത്മീയ കാഴ്ചപ്പാടിൽ ಆತ್ಮಿಕ ದೃಷ್ಟಿಕೋನದಲ್ಲಿ അന്യഭാഷ എന്താണോ, ಅನ್ಯ ಭಾಷೆ പ്രവചനം എന്താണോ, ಪ್ರವಾದನೆ ಏನೆಂಬುದಾಗಿ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്താണോ, ದೇವರ ಆತ್ಮನ ಶಕ್ತಿ ಏನೆಂಬುದಾಗಿ ആദ്യം അഭ്യസിപ്പിക്കുന്ന ദൈവം. ಮೊದಲು ತರಬೇತಿ ಕೊಡ್ತಾರೆ ದೇವರು. എന്നിട്ട് ശത്രുവിനെ പരാജയപ്പെടുത്തും.
ಮಂತ್ರವಾಗಿದೆ ಶತ್ರುವನ್ನ ಸೋಲಿಸೋದು. Hallelujah. Amen. വെറുതെ ഇരുന്ന് നമ്മൾ ആരാധനയ്ക്ക് വന്നിട്ട് ಸುಮ್ಮನೆ ನಾವು ಆರಾಧನೆ ಬಂದು ആരാധനയ്ക്ക് പോകുന്നതല്ല, ಆರಾಧನೆಗೆ ಹೋಗೋದಲ್ಲ. ദൈവ മക്കൾ എന്ന പേര്, ದೇವರ ಮಕ್ಕಳೆಂಬ ಹೆಸರು. ദൈവ മക്കൾ എന്ന് പറഞ്ഞാൽ ದೇವರ ಮಕ್ಕಳು ദൈവത്തിന്റെ ക്വാളിറ്റി ചിന്തിക്കുന്നവരാണ്. ದೇವರ ಕ್ವಾಲಿಟಿ ಪ್ರಕಾರ ಚಿಂತೆ ಮಾಡುವವರು. ദൈവം എന്ത് ചെയ്തോ ದೇವರು ಏನ್ ಮಾಡಿದ್ರು അതേപോലെ മക്കൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കും. ಅದೇ ರೀತಿಯಲ್ಲಿ ಮಕ್ಕಳು ಮುಂದುವರೆದು ಮಾಡ್ತಾರೆ. ಯೇಸುವಿಗೆ ഈ ലോകത്തിലായിരുന്നപ്പോൾ ಈ ಲೋಕದಲ್ಲಿರುವ എന്ത് ചെയ്തോ, ಏನ್ ಮಾಡಿದ್ರು, എങ്ങനെ നടന്നോ, ಹೇಗೆ ನಡೆದ್ರು, അതുപോലെ നടക്കേണ്ടവരാണ് നമ്മൾ. ಅದೇ ರೀತಿಯಲ್ಲಿ ನಡೆಯಬೇಕಾದವರೇ ಆಗಿದ್ದೇವೆ ನಾವು ಕೂಡ. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ ಆದ ಕಾರಣ ಪೇತ್ರನ ಪತ್ರಿಕೆ യേശു നമുക്ക് വേണ്ടി ಯೇಸು ನಮಗ ഒരു മാതൃക ಒಂದು ಮಾದರಿಯನ್ನು കാണിച്ചിട്ട് പോയിരിക്കുന്നു. ತೋರಿಸಿ ಹೋಗಿದ್ದಾನೆ. അതിനെ നാം പിന്തുടരുക. ಅದನ್ನ ನಾವು ಹಿಂಬಾಲಿಸಬೇಕು. അതാണ് ദൈവ മക്കൾ. ಅವರಾಗಿದ್ದಾರೆ ದೇವರ ಮಕ್ಕಳು. ഹല്ലേലൂയ. ಆಮೆನ್. ഒരു പ്രാർത്ഥനയ്ക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ಪ್ರಾರ್ಥನೆಗೆ ಹೋದ್ವಿ ಅಂದ್ಬಿಟ್ಟು തിരിച്ച് വീട്ടിൽ വന്നിട്ട് ತಿರುಗಿ ಮನೆಗೆ ಬಂದು മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ, ಆ ರೀತಿಯಲ್ಲಿ ಬದಲಾವಣೆ ಬರ್ತಾ ಇಲ್ಲ ಅಂದ್ರೆ ഹല്ലേലൂയ, അതിന് ഉത്തരവാദി മറ്റുള്ള ആരുമല്ല, ಇದಕ್ಕೆ ಜವಾಬ್ದಾರರು ಬೇರೆ ಯಾರು ಅಲ್ಲ, നമ്മൾ തന്നെയാണ്. ನಾವೇ ಆಗಿದ್ದೇವೆ. കാരണം നമ്മൾ ആകേണ്ടതുപോലെ ആയിട്ടില്ല. ನಾವು ಆಗ್ಬೇಕಾದ ರೀತಿಯಲ್ಲಿ ಆಗಿಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. ദൈവം നാമ ദുഷിക്കൽ എന്നൊരു ഭാഗം പറയുന്നുണ്ട്. ದೇವರ ನಾಮವನ್ನು ದೂಷಿಸಬಾರದು ಎಂಬುದಾಗಿ ಒಂದು ವಾಕ್ಯ ಇದೆ. എന്റെ ദൈവത്തിന്റെ ശക്തി, ನನ್ನ ದೇವರ ಶಕ್ತಿ, ഞാൻ മുഖാന്തരം ನನ್ನ ಮುಖಾಂತರ ലോകം ಲೋಕ ദൈവത്തിന്റെ ശക്തിയെ ದೇವರ ಶಕ್ತಿಯನ್ನು കുറച്ച് കാണരുത്. ಕಡಿಮೆಯಾಗಿ ಕಾಣಬಾರದು. കരമത്തി കഥ സൂക്ഷിച്ചട്ടെ. കരമത്തി ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഞാൻ വചനത്തിൽ കയറിയിട്ടില്ല, ನಾನು ವಾಕ್ಯಕ್ಕೆ ಪ್ರವೇಶ ಮಾಡಿಲ್ಲ. ഞാൻ വചനത്തിൽ കയറിയിട്ടില്ല. ನಾನು ಇನ್ನು ತೆಗೆದ ವಾಕ್ಯಕ್ಕೆ ಪ್ರವೇಶ ಮಾಡಿಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. ദൈവാത്മ ഇതിനെ കൊണ്ടുപോയതുള്ളൂ. ഞാൻ വായിച്ച വചനം ഞാൻ വന്നിട്ടില്ല. ದೇವರ ವಾಕ್ಯ ದೇವರ ಆತ್ಮ ಈ ರೀತಿ ತಗೊಂಡೋದ್ರಷ್ಟೇ, ಆದ್ರೆ ನಾನು ಓದಿದ ವಾಕ್ಯಕ್ಕೆ ಇನ್ನು ಬಂದಿಲ್ಲ. ഞാനൊരു കാര്യം പറയട്ടെ. ನಾನೊಂದು ವಿಷಯ ಇಲ್ಲ. ഇതായി ഏകദേശം 1 മണിക്കൂറായപ്പോൾ ಸುಮಾರು 1 ತಾಸಾಯ್ತು. എന്താ പരിശുദ്ധ ചില ഉദാഹരണത്തോടെ സംസാരിച്ചതാണ് ഇപ്പോൾ. ಪರಿಶುದ್ಧಾತ್ಮನು ಇಷ್ಟು ಸಮಯ ಕೆಲವು ಉದಾಹರಣೆಗಳ ಮೂಲಕ ಮಾತಾಡಿದ. വായിച്ച വചനം ഞാൻ പറഞ്ഞിട്ടില്ല. ಓದಿದ ವಾಕ್ಯದ ಬಗ್ಗೆ ನಾನು ಏನು ಹೇಳಿಲ್ಲ. കർത്താവ് സംസാരിക്കുന്നത് എങ്ങനെയാണ്? ಕರ್ತನ ಆತ್ಮನ ಮಾತನಾಡೋದು ಈ ರೀತಿಯಾಗಿದೆ. കാറ്റ് എവിടെ നിന്ന് വരുന്നോ, ಗಾಳಿ ಎಲ್ಲಿಂದ എവിടെ നിന്ന് പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല. ಎಲ್ಲಿಗೆ ಹೋಗುತ್ತದೆ ಎಂಬುದಾಗಿ ನೀವು ಅರಿಯುವುದಿಲ್ಲ. ഇതേപോലെയാണ് ആത്മീയ ശുശ്രൂഷ. ಇದೇ ರೀತಿಯಾಗಿದೆ ಆತ್ಮಿಕ ಸೇವೆ. എന്ത് വേണമോ അതവിടെ വിളമ്പിക്കൊണ്ടേ ಏನ್ ಬೇಕೋ ದೇವರು ಅದನ್ನ ಅಲ್ಲಿ ಉಣಬಡಿಸ್ತಾರೆ. ഇവിടെ ഒന്നും തയ്യാറാക്കേണ്ട കാര്യമില്ല. ಇದನ್ನ ಯಾವುದು ಕೂಡ ತಯಾರು ಮಾಡಬೇಕಾಗಿಲ್ಲ. യേശു ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. ಯಾಕಂದ್ರೆ ಯೇಸು ಇಲ್ಲಿ ತಯಾರು ಮಾಡಿದ್ದಾರೆ. അതുകൊണ്ട് അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ಆದ ಕಾರಣ ಇದು ಹೀಗೆ ಚಲಿಸಲೇ ಇರ್ತದೆ. അവിടെ മുമ്പോട്ട് പോകട്ടെ അല്ലേ? ಹೀಗೆ ಮುಂದೆ ಹೋಗ್ಲಿ, ಅಲ್ವಾ? ತೊಂದರೆ ಇರಲ್ಲ. ദൂരം അടുത്തുനിന്നൊക്കെ 3 ദിവസം ഇരിക്കാനായിട്ട് വന്നതല്ലേ? ದೂರದಿಂದ ಹತ್ತಿರದಿಂದ ಕೂತ್ಕೊಳ್ಳಕ್ಕಾಗಿನೇ ಬಂದಿದ್ದೀರಲ್ಲ. അല്പ ബീപം കളക്കിട്ട് വന്നല്ലേ? ഞാൻ 3 ദിവസം ഫാസ്റ്റിംഗ് പറയാൻ പോവാന്ന്. ಸೈತಾನ್ ಹತ್ರ ಕಾಲರ್ ಎತ್ತಿ ತೋರ್ಸ್ಬಿಟ್ಟು ಬಂದಿದ್ರಲ್ಲ, ನಾನು ಉಪವಾಸ ಪ್ರಾರ್ಥನೆಗೆ ಹೋಗ್ತಿದ್ದೀನಿ ಅಂತ. നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ? ಅದನ್ನ ನಾವು ಇಲ್ಲೂ ತೋರ್ಸ್ಕೊಡ್ಬೇಕಲ್ಲ. അപ്പൊ നമുക്ക് സെഷന്റെ വർഷം പോകണ്ടല്ലേ? ಹಾಗಾದ್ರೆ ಈ ಸೆಷನ್ ಇನ್ನು ಸ್ವಲ್ಪ ಮುಂದೆ ಹೋಗ್ಲೇ ಅಲ್ವಾ? കർത്താവിന്റെ സ്തോത്രം ಮತ್ತೆ ഇതിന്റെ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. വിടുതലിന്റെ കാര്യം ഞാൻ പറയട്ടെ. ಬಿಡುಗಡೆ ವಿಷಯ ನಾನು ಹೇಳ. ഇപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ഏറ്റെടുത്താൽ മതി, വിടുതൽ ഉറപ്പാണ്. ಈಗ ಹೇಳಿದಂತ ವಿಷಯವನ್ನ ನೀವು ಅಂಗೀಕಾರ ಮಾಡಿದ್ರೆ ಸಾಕು, ಬಿಡುಗಡೆ ನಿಶ್ಚಯ. ഹല്ലേലൂയ. ಆಮೆನ್. ശരിയാണോ? ಸರಿ ഞാൻ പറഞ്ഞത് ಸರಿ ನಾ ಹೇಳಿದ್ದು ശരിയാണോ? ಸರಿ. യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ಯುದ್ಧ ತಿಳಿಯದಿರುವ ಇಸ್ರೇಲ್ ಮಕ್ಕಳಿಗೆ ಯುದ್ಧ ಅಭ್ಯಸಿക്കാൻ വേണ്ടി ಯುದ್ಧದ ತರಬೇತಿ ಕೊಡ್ಲಿಕ್ಕೋಸ್ಕರ പ്രശ്നം മുമ്പിൽ വെച്ച് ಕೆಲವು ಸಮಸ್ಯೆಗಳನ್ನು ದೇವರು ಮುಂದೆ ಇಟ್ಟಿದ್ದಾರೆ. ಅಭ್ಯಸಿക്കാൻ വേണ്ടി വേറൊന്നുമല്ല, ತರಬೇತಿಗೋಸ್ಕರ ಮಾತ್ರ, ಬೇರೆ ಯಾವುದಕ್ಕಾಗಿ ಅಲ್ಲ. ഹല്ലേലൂയ. അതിനെ ജയിക്കണം നമ്മൾ. ಅದನ್ನ ಜಯಿಸ್ಬೇಕು ನಾವು. ಅದನ್ನ അടുത്ത മേഖലയ്ക്ക് ദൈവം ಅವಾಗಾಗಿದೆ ದೇವರು ನಮ್ಮನ್ನು ಮುಂದಿನ ಹಂತಕ್ಕೆ ತೆಗೆದುಕೊಂಡು ಹೋಗೋದು. ഹല്ലേലൂയ. ಆಮೆನ್. കർത്താവിന്റെ സ്തോത്രം ചെയ്യാം. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. നമ്മൾ വായിച്ച വചനം സങ്കീർത്തനത്തിൽ ನಾವು ಕೀರ್ತನೆಯಲ್ಲಿ ಓದಿದ ವಾಕ್ಯ, ഹല്ലേലൂയ, എന്താ വായിച്ചത്? നമ്മള് ನಾವು ಓದಿದೇನು? നിന്റെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ಆತನು ನಿನ್ನ ಕಾಲುಗಳನ್ನು ಕದಲಗೊಳಿಸುವುದಿಲ್ಲ. അത് എന്താന്ന് പറയാൻ വേണ്ടി വന്നപ്പോഴാണ് ഏത് സമ്മതിക്കത്തില്ല, ഏത് നമ്മൾ ചെയ്യണമെന്നാണ് ഇങ്ങോട്ട് വന്നത്. ഹല്ലേലൂയ. ಅದು ಯಾವ್ದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತೆ, ಯಾವ್ದನ್ನ ನಾವು ಮಾಡ್ಬೇಕು, ಯಾವ್ದನ್ನ ದೇವ್ರು ಮಾಡ್ತಾರೆ, ಅದನ್ನ ಹೇಳ್ತಾ ಬರುವಾಗಿದೆ ಇಲ್ಲಿವರೆಗೂ ಬಂದಿದ್ದು ನಾವು. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം ചെയ്യും. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. ജീവിതത്തിന്റെ കാൽ, ಜೀವಿತದ ಕಾಲು, ജീവിതത്തിന്റെ കാൽ, ಜೀವಿತದ ನಮ್ಮ ಕಾಲು എന്ന് പറയാൻ ജീവിതം വഴുതി പോകാൻ, ಅಂದ್ರೆ ನಮ್ಮ ಜೀವಿತವು ದಾರಿ ತಪ್ಪಿ ಹೋಗ್ಲಿಕ್ಕೆ. ജീവിതം വഴുതി എന്റെ അർത്ഥം വീഴണമെന്നുള്ളത്. ಜೀವಿತವು ದಾರಿ ತಪ್ಪಿದ್ರೆ ನಾವು ಬಿದ್ದೋದ್ವಿ ಅಂತ ಮಾತಿನ ಅರ್ಥ. ദേശത്തിന് മുമ്പിൽ, ದೇಶದ ಮುಂದೆ, നാട്ടുകാരുടെ മുമ്പിൽ, ಊರಿನವರ ಮುಂದೆ പ്രാർത്ഥിക്കുന്ന ദൈവമില്ലേ? ಪ್ರಾರ್ಥನೆ ಮಾಡೋ ದೇವರ ಮಗು ಜೀವಿತ വഴുതി പോകുവാൻ ಕದಲಿ ಹೋಗ್ಲಿಕ್ಕೆ ദൈവം സമ്മതിക്കത്തില്ല. ದೇವರು ಸಮ್ಮತಿಸೋದಿಲ್ಲ. സാഹചര്യങ്ങൾ അങ്ങനെ വരും. ಸನ್ನಿವೇಶಗಳು ಆ ರೀತಿಯಲ್ಲಿ ആ ಬರುತ್ತೆ. നിലവാരത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടാകും. ಆ ಹಂತದಲ್ಲಿ ಸನ್ನಿವೇಶಗಳು ಬರುತ್ತೆ. പക്ഷെ ദൈവം സമ്മതിക്കത്തില്ല. ಆದ್ರೆ ದೇವರು ಸಮ್ಮತಿಸೋದಿಲ್ಲ. ദൈവം സമ്മതിക്കാതെ ದೇವರು ಸಮ್ಮತಿಸೋದಿಲ್ಲ. പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ಸೈತಾನ್ನಿಗೆ ಏನು ಮಾಡ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ദൈവം സമ്മതിക്കുന്ന ഒരു കാര്യവും പിശാച് ചെയ്യാൻ പറ്റത്തില്ല. ದೇವರು ಅನುಮತಿ ಕೊಡದೆ ಸೈತಾನ್ನಿಗೆ ಒಂದು ಕಾರ್ಯನೂ ಮಾಡ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. അതിന്റെ തെളിവ് ಅದಕ್ಕೆ യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലുണ്ട്. ಯೋಬನ ಗ್ರಂಥ 1ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ಯೋಬನ ಪುಸ್ತಕ 1ನೇ ಅಧ್ಯಾಯ അവിടെ എഴുതിയിരിക്കുന്നു, ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, ദൈവപുത്രന്മാർ, ದೇವಕುಮಾರರು, ഹല്ലേലൂയ, ദൈവത്തിന്റെ അടുക്കൽ നിൽക്കുക. ದೇವದೂತರು ದೇವಕುಮಾರಲ್ಲ ದೇವರ ಮುಂದೆ ನಿಂತಿದ್ದಾರೆ. അപ്പൊ പിശാചും ಆಗ ಸೈತಾನನು ಕೂಡ ഭൂമിയിലെല്ലാം ഓടാടിയിട്ടാണ് വന്നെത്തി. ಭೂಮಿಯಲ್ಲಿ ಸಂಚರಿಸುತ್ತಾ ಓಡಾಡುತ್ತಾ ಬಂದು ದೇವರ ಮುಂದೆ ನಿಂತನು. ഹല്ലേലൂയ. അപ്പൊ പിശാചിന്റെ ദൈവം ചോദിച്ചു, ಆಗ ಸೈತಾನದ ದೇವರು ಕೇಳಿದ್ರು, നീ എന്റെ ദാസനെ യോബിന്റെ മേൽ ദൃഷ്ടി ನೀ വെച്ചു, ನನ್ನ ದಾಸನಾದ ಯೋಬನ ಮೇಲೆ ಗಮನ ಬಿಟ್ಟಿಯೋ, എന്റെ മോന്റെ മേൽ ദൃഷ്ടി വെച്ചു, ನನ್ನ ಮಗನ ಮೇಲೆ ದೃಷ್ಟಿ ಇಟ್ಟಿದೀಯಾ, എന്റെ മോന്റെ മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ട്. ನನ್ನ ಮಗನ ಮೇಲೆ ದೃಷ್ಟಿ ಇಟ್ಟಿದೀಯಾ. അപ്പൊ സാത്താൻ പറയാ, ಆ ಸೈತಾನ ಹೇಳ್ತಿದ್ದಾನೆ ದೇವರ ಹತ್ರ, അനുവദിക്കാതെ എനിക്ക് വല്ലതും ചെയ്യാം. ನೀನು ಅನುಮತಿ ಕೊಡದೆ ನನಗೆ ಏನಾರು ಮಾಡಕ್ಕಾಗುತ್ತಾ?
Hallelujah. 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 Amen. ദൈവം വേലിയിട്ട് സൂക്ഷിച്ചിരിക്കാം. ದೇವರು ಬೇಲಿ ಕಟ್ಟು ಸುರಕ್ಷಿತವಾಗಿಟ್ಟಿದ್ದಾರೆ. Hallelujah. ആ വേലിക്കകത്ത് അന്യർക്ക് പ്രവേശനമില്ല. ಆ ಬೇಲಿ ಒಳಗಡೆ ಅನ್ಯರಿಗೆ ಪ್ರವೇಶ ಇಲ್ಲ. പിശാച് വായിച്ചിട്ട് തിരിച്ചു പോകാനാണ് ഒരു വഴി. ಸೈತಾನನ ಬೋರ್ಡ್ ಓದಿ ವಾಪಸ್ ಹೋಗ್ಬೇಕು ಅನ್ನೋದನ್ನ ಬಿಟ್ಟರೆ ಅವನಿಗೆ ಏನು ಮಾಡ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. Hallelujah. അങ്ങനെ തന്നെ ഇട്ടിട്ട് കിട്ടിയ ഒരു മണിയോട് വായിച്ചു. ಆ ರೀತಿಯಲ್ಲೇ ಇರುವುದು. ಸಿಕ್ಕಿದವರ ವಾಕ್ಯವನ್ನ ತೆಗೆದು ಓದ್ರಿ. ಒಂದಾನೊಂದು ದಿನ ಹಾ. ದೇವದೂತರು ಹಾ. ಯೆಹೋವನ ಸನ್ನಿಧಿಯಲ್ಲಿ ಕಾಣಿಸಿಕೊಳ್ಳುವುದಕ್ಕೆ ಬರಲಾಗಿ ಹಾ. ಸೈತಾನನು ಎಂಬ ಆಕಾಶದ ದೂತನು ಅವರ ಜೊತೆಯಲ್ಲಿ ಬಂದನು. ಹಾ. ಯೆಹೋವನು ಸೈತಾನನನ್ನು ಎಲ್ಲಿಂದ ಬಂದಿ ಎಂದು ಕೇಳಲು ಸೈತಾನನು ಯೆಹೋವನಿಗೆ ಭೂಲೋಕದಲ್ಲಿ ಸಂಚರಿಸುತ್ತಾ ಅಲ್ಲಲ್ಲಿ ತಿರುಗುತ್ತಾ ಇದ್ದು ಬಂದೆನು ಎಂದು ಹೇಳಿದನು. കണ്ടോ എവിടുന്നൊക്കെ വരുന്ന മനസ്സിലായല്ലോ. ಎಲ್ಲೆಲ್ಲಿಂದ ಬಂದಿದ್ದು ಅಂತ ಗೊತ್ತಾಯ್ತಲ್ಲ. ഇവിടുന്ന് ಆಗ ಇಲ್ಲಿಂದ ഇവിടുന്നല്ല ಯೆಹೋವನು ಇಲ್ಲಿಂದ ಸುತ್ತಾಡ್ಕೊಂಡು ಹೋಗಿದ್ದವ. അത് ലാസ്റ്റ് ഇരിക്കാൻ പോണം കാരണം ഇടയ്ക്കിടയ്ക്ക് അത് സംസാരിക്കേണ്ടി വരും. വായിച്ചേ. Hallelujah. ಆಗ ಯೆಹೋವನು ಹಾ. ತನ್ನ ದಾಸನಾದ ಯೋಬನ ಮೇಲೆ ಗಮನವಿದೆಯಾ? ಹಾ. ಅವನು ದೇವರಲ್ಲಿ ಭಯಭಕ್ತಿಯುಳ್ಳವನಾಗಿ ಹಾ. ಕೆಟ್ಟದ್ದನ್ನು ನಿರಾಕರಿಸುತ್ತಾ ಹಾ. ನಿರ್ದೋಷಿಯು ಹಾ. ಯಥಾರ್ಥ ಚಿತ್ತನು ಆಗಿದ್ದಾನೆ. ಹಾ. ಅವನಿಗೆ ಸಮಾನನು ಭೂಲೋಕದಲ್ಲಿ ಹಾ. ಎಲ್ಲಿಯೂ ಸಿಕ್ಕುವುದಿಲ್ಲ ಎಂದು ಸೈತಾನನಿಗೆ ಹೇಳಿದನು. ಹಾ. ಅದಕ್ಕೆ ಸೈತಾನನು ಹಾ. ಯೋಬನು ದೇವರಲ್ಲಿ ಭಯಭಕ್ತಿಯನ್ನು ಲಾಭವಿಲ್ಲದೆ ಇಟ್ಟಿದ್ದಾನೋ? ಹ್ಮ್. ನೀನು ಅವನಿಗೂ ಅವನ ಮನೆಗೂ ಹಾ. ಅವನ ಎಲ್ಲಾ ಸ್ವಾಸ್ಥ್ಯಕ್ಕೂ ಹಾ. ಸುತ್ತಮುತ್ತಲು ಬೇಲಿಯನ್ನು ಹಾಕಿದೀಯಲ್ಲ. മതി. Hallelujah. Amen. കണ്ടോ? Hallelujah. അതുകൊണ്ട് ಆದ ಕಾರಣ ആമേ പിശാചിന് ಸೈತಾನನಿಗೆ ദൈവം അനുവദിക്കാതെ ದೇವರ ಅನುಮತಿ ಕೊಡದೆ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ಈ ಒಂದು ಕಾರ್ಯವನ್ನು ಮಾಡ್ಲಿಕ್ಕಾಗೋದಿಲ್ಲ. Hallelujah. അതവിടെ വായിക്കപ്പെട്ടത് ಅದನ್ನಾಗಿದೆ ಓದಿದ್ದು. നിന്റെ കാല് വെട്ടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ನಿನ್ನ ಕಾಲು ಕಾದಲ್ಲಿ ಹೋಗುವುದಕ್ಕೆ ದೇವರು ഈ ಅನುಮತಿಸೋದಿಲ್ಲ. കാര്യത്തിൽ ദൈവം അനുവദിക്കത്തില്ല. ಈ ಕಾರ್ಯದಲ್ಲಿ ದೇವರು ಅನುಮತಿಸೋದಿಲ್ಲ. യോബിന്റെ ജീവിതത്തിൽ അനുവദിച്ചത് ಯೋಬನ ಜೀವಿತದಲ್ಲಿ ದೇವರು ಅನುಮತಿ അതെല്ലാവരുടെ ಕೊಟ್ಟಿದ್ದು. ജീവിതത്തിൽ അനുവദിക്കത്തില്ല. ಅದು ಎಲ್ಲರ ಜೀವಿತದಲ್ಲೂ ದೇವರು ಆ ರೀತಿ ಅನುಮತಿ ಕೊಡಲ್ಲ. ബൈബിളിൽ ಅದು ಬೈಬಲ್ ಅಲ್ಲಿ വിശ്വാസത്തിൽ നിന്ന ഒരു വ്യക്തിയുടെ ನಂಬಿಕೆಗಾಗಿ ನಿಂತಂತ ಒಬ್ಬ ವ್ಯಕ್ತಿಯ ഏത് പ്രശ്നത്തിലെ സാക്ഷ്യത്തിന് വേണ്ടി ಯಾವುದೇ ಸಮಸ್ಯೆಗಳ ಮಧ್ಯದಲ್ಲೂ ಬೇಕಾಗಿರುವ ಒಂದು ಸಾಕ್ಷಿಗೋಸ್ಕರವಾಗಿದೆ ದೇವರು ಯೋಬನ ಜೀವಿತದಲ್ಲಿ ಅನುಮತಿ അത് ಕೊಟ್ಟಿದ್ದು. വെച്ച് പലരും അതുപോലെ ആകാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആരും ആകാൻ നിൽക്കരുത്. ಅದನ್ನ ಆ ಭಾಗವನ್ನು ಇಟ್ಕೊಂಡು ಎಲ್ಲರೂ ಆ ರೀತಿ ಆಗುವುದಕ್ಕಾಗಿ ಪ್ರಯತ್ನ ಮಾಡ್ತಿದ್ದಾರೆ. ಆ ರೀತಿಯಲ್ಲಿ ಎಲ್ರಿಗೂ ಆಗುವುದಿಲ್ಲ. അപ്പം നിങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല. ಆ ರೀತಿಯಲ್ಲಿ ಯೋಬನ್ ರೀತಿಯಲ್ಲಿ ಬಂದ್ರೆ ನಮಗೆ ಸಹಿಸ್ಕೊಳ್ಳಿಕ್ಕೆ ಆಗಲ್ಲ. അതുകൊണ്ട് ദൈവം സമ്മതിക്കത്തില്ല. ಆದ ಕಾರಣ ದೇವರು ನಮ್ಮೆಲ್ಲರ ಜೀವಿತದಲ್ಲಿ ಅನುಮತಿಸಲ್ಲ. നിന്റെ കാൽ വെട്ടുവാൻ സമ്മതിക്കത്തില്ല. ನಿಮ್ಮ ಕಾಲು ಕದಲ್ಲಿ ಹೋಗುವುದಕ್ಕೆ ಆತನ ಅನುಮತಿಸುವುದಿಲ್ಲ. നിന്നെ കാക്കുന്നവൻ മയങ്ങത്തില്ല. ಯಾಕಂದ್ರೆ ನಿಮ್ಮನ್ನ ಕಾಯುವಂತ ತೂಕಡಿಸೋದಿಲ್ಲ, ഉറങ്ങുകയുമില്ല. ನಿದ್ರೆ ಮಾಡುವುದೂ ಇಲ್ಲ. ഇന്നലെ ഞാൻ പറഞ്ഞു ನೆನ್ನೆಯೂ ನಾನು ಹೇಳಿದೆ, ദൈവത്തിന്റെ കാര്യം ഭയങ്കരമാണ്. ದೇವರ ಕಾರ್ಯಗಳೆಲ್ಲವೂ ಭಯಂಕರ, അറിവിനും ಅಪ್ಪുറമാണ്. ಚಿಂತೆಗೂ ತಿಳುವಳಿಕೆಗೂ അത് ಮೀರಿದಾಗಿದೆ. മനസ്സിലായാൽ ಅದು ಅರ್ಥವಾದರೆ അറിയാതെ ദൈവത്തെ സൂക്ഷിച്ചു. ತಿಳಿಯದೇನೆ ನಾವು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇವೆ. ദൈവം എന്നെ കാക്കുന്നു. ದೇವರು ನನ್ನ ಕಾಯ್ತಿದ್ದಾನೆ, ദൈവം എന്നെ കാത്തിരിക്കുകയാണ്. ದೇವರು ನನ್ನ ಕಾಯ್ದಿದ್ದಾನೆ. എന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ನನ್ನ ಕಾಯುವಂತ ಒಬ್ಬ ದೇವರಿದ್ದಾನೆ. എന്നെ അന്വേഷിക്കുന്ന ദൈവമുണ്ട്. ನನ್ನ ಹುಡುಕಾಡುವ ದೇವರಿದ್ದಾನೆ. എന്നെക്കുറിച്ച് എപ്പോഴും അറിയുന്ന ഒരു ദൈവമുണ്ട്. ನನ್ನ ಕುರಿತು ಯಾವಾಗಲೂ ಹುಡುಕುವ ದೇವರಿದ್ದಾನೆ. എന്നെ എപ്പോഴും സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. ನನ್ನನ್ನು ಯಾವಾಗಲೂ ಕಾಯುವಂತ ಒಬ್ಬ ದೇವರಿದ್ದಾನೆ. അതിന്റെ കാല് വീട് സമ്മതിക്കത്തില്ല. ಆತನ ನನ್ನ ಕಾಲು ಕದಲಿ ಹೋಗ್ಲಿಕ್ಕೆ ಅನುಮತಿಸುವುದಿಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവം. ದೇವರ ಅದ್ಭುತ ಮಾಡೋ ದೇವರಾಗಿದ್ದಾನೆ. കാല് വീഴുവാൻ സമ്മതിക്കത്തില്ല. ನಮ್ಮ ಕಾಲು ಕದಲುವುದಕ್ಕೆ ಆತನ ಅನುಮತಿಸುವುದಿಲ್ಲ. അതിലേക്ക് ഞാൻ ഇന്നലെ എടുത്ത ഒരു ഭാഗത്തിലേക്ക് പരിശോധനയിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. ನಾನು ഇന്നലെ വൈകിട്ട് എടുത്ത ഒരു ನೆನ್ನೆ ಸಂಜೆ ಇದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತೆ ನೆನ್ನೆ ಸಂಜೆ ತೆಗೆದಂತ ಒಂದು ಭಾಗದಲ್ಲಿಗೆ ನಾನು ಬರ್ಲಿಕ್ಕೆ ಬಯಸ್ತೇನೆ. അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ಅಲ್ಲಿ ಈ ರೀತಿ ಬರ್ದಿದ್ದಾರೆ. അത് വായിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 14:22 വായിച്ചാൽ ಓದೋಣ. ಮತ್ತಾಯನ ಸುವಾರ್ತೆ 14ನೇ ಅಧ್ಯಾಯ 22ನೇ ವಾಕ್ಯ. ಮತ್ತಾಯನ ಸುವಾರ್ತೆ 14ನೇ ಅಧ್ಯಾಯ 22ನೇ ವಾಕ್ಯ. ഹല്ലേലൂയ. ಇದು ಆದ ಕೂಡಲೇ ಹಾ. ಆತನು ತನ್ನ ಶಿಷ್ಯರಿಗೆ, ಹಾ. ನಾನು ಈ ಜನರ ಗುಂಪುಗಳನ್ನು ಹಾ. ಕಳುಹಿಸಿ ಬಿಡುವಷ್ಟರೊಳಗೆ ಹಾ. ನೀವು ದೋಣಿಯನ್ನು ಹತ್ತಿ ಹಾ. ಮುಂದಾಗಿ ಆಚೆ ತಡಕ್ಕೆ ಹೋಗಿರಿ ಎಂದು ಬಲವಂತ ಮಾಡಿದನು. കണ്ടോ? എങ്ങനെ പറഞ്ഞു? ಏನ್ ಮಾಡಿದ್ರು? നിർബന്ധിച്ചു. ಬಲವಂತ ആരെ ಮಾಡಿದ್ರು. നിർബന്ധിച്ചു? ಯಾರನ್ನ ಬಲವಂತ ಮಾಡಿದ್ರು? അവിടെ അപ്പം തന്നെ കുറെ പേര് വന്നായിരുന്നു. ಅಲ್ಲಿ ರೊಟ್ಟಿ ತಿನ್ನುವುದಕ್ಕಾಗಿ ಅನೇಕರು ಬಂದಿದ್ರು. സ്ത്രീകളെ കുട്ടികളെ ഒഴിവാക്കിയ തന്നെ 5000 പുരുഷത്തോളം. ಸ್ತ್ರೀ ಮತ್ತು ಮಕ್ಕಳನ್ನ ಬಿಟ್ರೆ ಆ ಪುರುಷರೇ 5,000 ಜನ ಇದ್ದಾರೆ. അക്കരയ്ക്ക് പോകാൻ പറഞ്ഞത്, ಆಚೆ ತಟಕ್ಕೆ ಹೋಗ್ರಿ ಅಂತ ದೇವರು ಹೇಳಿದ್ದು, നിർബന്ധിച്ചത് ಒತ್ತಾಯ ಮಾಡಿದ್ದು അവരെയല്ല, ಆ ರೊಟ್ಟಿ ತಿಂದಂತ ಜನ ಸಮೂಹವನ್ನಲ್ಲ, പിന്നെ ആരെയാണ്? ಮತ್ತೆ ಯಾರನ್ನ? വിളിച്ചു വേർപെടുത്തിയവരെയാണ്. ಕರೆದು ಬೇರ್ಪಡಿಸಿದವರನ್ನ, ദൈവം തെരഞ്ഞെടുത്തവരെയാണ്. ದೇವರು ಆರಿಸಿಕೊಂಡವರನ್ನ, യേശു തെരഞ്ഞെടുത്തവരെയാണ്. ಯೇಸು ಆರಿಸಿಕೊಂಡವರನ್ನ, യേശു തന്റെ രക്തത്തെ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ಯೇಸು ತನ್ನ ರಕ್ತದಿಂದ ನಮ್ಮನ್ನ ಆರಿಸಿಕೊಂಡಿದ್ದಾನೆ. ಅರ್ಥ ಮಾಡ್ಕೊಳ್ಳಿ. യേശുവിനെ അവർ തെരഞ്ഞെടുത്തു. യേശു അവരെ തെരഞ്ഞെടുത്തു. ಯೇಸು ಅವರನ್ನ ಆರಿಸಿಕೊಂಡ್ರು. എന്നിട്ട് വേറെ ആരോടും പറഞ്ഞില്ല. ನಂತರ ಬೇರೆ ಯಾರಿಗೂ ಹೇಳಿಲ್ಲ. ഇവരോട് സെപ്പറേറ്റ് ആയിട്ട് യേശു പറയുകയാണ്. ಇವರಿಗೆ ಮಾತ್ರ ಸಪರೇಟ್ ಆಗಿ ಯೇಸು ഒരു ಹೇಳ್ತಿದ್ದಾರೆ. സ്വകാര്യം പറയുന്ന പോലെ.
ಒಂದು ರಹಸ್ಯ ಹೇಳುವ ಹಾಗೆ മെയിൻ അവൻ ശ്രദ്ധിക്കേണ്ട വിഷയം, ಒಂದು ಮುಖ್ಯವಾಗಿ ಗಮನಿಸಬೇಕಾದ ವಿಷಯ, പ്രത്യേക ഒരു ഉത്തരവാദിത്വം ಒಂದು ವಿಶೇಷ ಜವಾಬ್ದಾರಿ ദൈവം അവർക്ക് കൊടുക്കുകയാണ്. ದೇವರವರು ಕೊಡ್ತಿದ್ದಾರೆ. നിങ്ങൾ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിക്കുന്നത്. ನೀವು ಆಚೆ ದಡಕ್ಕೆ ಹೋಗಬೇಕು ಎಂಬುದಾಗಿ ಯೇಸು ಅವರನ್ನ ಬಲವಂತ ಮಾಡ್ತಿದ್ದಾರೆ. ഇവർക്ക് പോകാൻ പല കാര്യങ്ങളുണ്ട്, ಇವರಿಗೆ ಹೋಗುವುದಕ್ಕೆ ಬೇರೆ ಅನೇಕ പല ಕಾರ್ಯಗಳಿದೆ, തിരക്കുകളുണ്ട്, ಬೇರೆ ಅನೇಕ ಬಿಸಿಗಳಿದೆ, പല കാര്യത്തിൽ പോകേണ്ടവരാണ്. ಅನೇಕ ಕಾರ್ಯಗಳಿಗೆ ಇವರು പക്ഷേ ಹೋಗ್ಬೇಕಾದವರಾಗಿದ್ದಾರೆ. ಆದರೆ യേശു ഇവിടെ ಯೇಸು ಇಲ್ಲಿ അവരെ നിർബന്ധിക്കുന്നു, ಅವರನ್ನ ಬಲವಂತ ಮಾಡ್ತಿದ್ದಾರೆ. നിങ്ങൾ ಅಕ್ಕರೆಗೆ പോകുക. ನೀವು ಆಚೆ ದಡಕ್ಕೆ ಹೋಗಿರಿ. ഇന്ന് പകല് ಇವತ್ತು ಹಗಲು എല്ലാവർക്കും തിരക്കുണ്ട്, ಎಲ್ಲರಿಗೂ ಬಿಸಿ ಇದೆ, എല്ലാവർക്കും തിരക്കുണ്ട്, ಎಲ್ಲರಿಗೂ ಬಿಸಿ പല ಇದೆ, കാര്യത്തിൽ പോകാൻ ಅನೇಕ ಕಾರ್ಯಗಳಿಗೆ ಹೋಗುವುದಕ್ಕೆ പോയിട്ടുമുണ്ട്. ಹೋಗು ಇದ್ದೀರಾ. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ಈ ಪ್ರಾರ್ಥನೆ ಇಲ್ಲಿ ನಡೆಯುವಾಗ ദൈവം ചിലരെ ഇതിലേക്ക് നിർബന്ധിക്കുന്നു. ದೇವರು ಕೆಲವರನ್ನ ಈ ಸ್ಥಳಕ್ಕೆ ಬರುವುದಕ್ಕೆ ಬಲವಂತ ഈ ಮಾಡ್ತಿದ್ದಾರೆ. നിർബന്ധത്തിൽ ಈ ಬಲವಂತದಲ್ಲಿ ആമ ശിഷ്യന്മാർക്ക് വരാൻ പറ്റി. ಶಿಷ್ಯಂದರಿಗೆ ಬರುವುದಕ್ಕಾಯಿತು. വിളിയുള്ളവർ വരും, ಕಾರ್ಯಕ್ಕೆ ಉಳ್ಳವರು ಬರ್ತಾರೆ, പ്രത്യേക കാഴ്ചപ്പാടുള്ളവർ വരും. ಅಲ್ಲಿ ವಿಶೇಷ ದೃಷ್ಟಿಕೋನ ಉಳ್ಳವರು ಬರ್ತಾರೆ. യേശു ആരാണെന്ന് മനസ്സിലാക്കാൻ വരും. ಯೇಸು ಯಾರು ಎಂಬುದಾಗಿ ಅರಿತುಕೊಂಡವರು ಇಲ್ಲಿ ಬರ್ತಾರೆ. പക്ഷെ ആർക്കും അത് മനസ്സിലായിട്ടില്ല, ಆದ್ರೆ ಬೇರೆ ಯಾರಿಗೂ ಅದನ್ನ ಅರ್ಥವಾಗಿಲ್ಲ. അവരോട് പറഞ്ഞിട്ടുമില്ല. ಅವರ ಬಳಿಯಲ್ಲಿ ಯೇಸು ಹೇಳಿಯೂ ಇಲ್ಲ. യേശു ഇവരോട് പറഞ്ഞു, ಯೇಸು ಇವರಿಗೆ ಹೇಳಿದ್ರು, നിങ്ങളെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു. ನೀವು ಆಚೆ ದಡಕ್ಕೆ ಹೋಗ್ರಿ ಎಂಬುದಾಗಿ ಯೇಸು ಅವರನ್ನ ಬಲವಂತ ಮಾಡಿದ್ರು. നിർബന്ധിക്കാൻ പല കാരണങ്ങളുണ്ട്. ಬಲವಂತ ಮಾಡ್ಲಿಕ್ಕೆ ಅನೇಕ ಕಾರಣ ಇದೆ. ഇവർക്ക് പല വേറെ പോകേണ്ട ആവശ്യമില്ല. ಇದಕ್ಕೆ ಬೇರೆ ಎಲ್ಲಿಗಾದ್ರೂ ಹೋಗುವಂತ ಅಗತ್ಯ ಇರಬಹುದು. അവരുടെ വീട്ടിലുള്ള കാര്യം പറയുകയാണ്, ಅವ್ರ ಮನೆಯಲ್ಲಿರುವವರ ಏನಾದ್ರು ವಿಷಯಗಳಿರ್ಬೋದು, ഒരു കാര്യങ്ങൾ പറയുകയാണ്. ಅನೇಕ ವಿಷಯಗಳು ಅವ್ರು ಹೇಳಿರ್ಬೋದು. തലേ ദിവസം അവർ ചിന്തിച്ചു കാണും, ಹಿಂದಿನ ದಿನ ಅವ್ರು ಕೂತ್ಕೊಂಡು ಯೋಚನೆ ഒരു ಮಾಡಿರ್ಬೋದು, ആവശ്യമൊക്കെ ചിന്തിച്ചു കാണും. ಒಂದು ವಾರದಿಂದ ಅವರು ಅದ್ರ ಬಗ್ಗೆ ಯೋಚನೆ ഇന്ന് ಮಾಡಿರ್ಬೋದು. രാവിലെ ഇന്ന സ്ഥലത്തേക്ക് പോകണം, ಇವತ್ತು ಬೆಳಗ್ಗೆ ಈ ಜಾಗಕ್ಕೆ ಹೋಗ್ಬೇಕು, ഇന്ന കാര്യം ചെയ്യണം, ಇಂಥ ಕಾರ್ಯ ಮಾಡ್ಬೇಕು, മുമ്പൊക്കെ വാക്ക് പറഞ്ഞത് കാണാം. ಮುಂಚೆ ಎಲ್ಲ ಇವ್ರು ಮಾತ್ಕೊಂಡಿರ್ಬೋದು. എന്നാൽ യേശു ಆದ್ರೆ ಯೇಸು അവരോട് പറയുകയാണ്, ಅವ್ರಿಗೆ ಹೇಳ್ತಿದ್ದಾರೆ, അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു. ಆಚೆ ದಡಕ್ಕೆ ಹೋಗ್ರಿ ಎಂಬುದಾಗಿ ಒತ್ತಾಯ ಮಾಡ್ತಿದ್ದಾರೆ, ಬಲವಂತ ಮಾಡ್ತಿದ್ದಾರೆ. ശിഷ്യന്മാർ ചിന്തിച്ച, ಈ ಶಿಷ್ಯಂದಿರು ಯೋಚಿಸಿದ, ശിഷ്യന്മാർ ഇന്ന് എവിടെയൊക്കെ പോയി ചിന്തിച്ച, ಶಿಷ್ಯಂದಿರು ಇವತ್ತು ಎಲ್ಲೆಲ್ಲ ನಾವು ಹೋಗ್ಬೇಕು ಎಂಬುದಾಗಿ ಯೋಚನೆ ಮಾಡಿದಂತ അതിലേക്ക് പോകാതിരിക്കാൻ ಅಲ್ಲೆಲ್ಲೂ ಹೋಗದೆ ಇರಲಿಕ್ಕೆ യേശു നിർബന്ധിച്ചു. ಯೇಸುವನ್ನ ಬಲವಂತ ಮಾಡಿದ್ರು, നിങ്ങൾ അക്കരയ്ക്ക് പോകുക. ನೀವು ಆಚೆ ದಡಕ್ಕೆ ಹೋಗ್ರಿ. യേശു നിർബന്ധിച്ചിട്ട് വരുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಯೇಸು ಬಲವಂತ ಮಾಡಿ, ಗಮನ ಕೇಳಿಸ್ಕೊಳ್ಳಿ, ಯೇಸು ಬಲವಂತ ಮಾಡಿ ಇಲ್ಲಿ ಬರ್ತಾ ಇರುವವರನ್ನ ನೆನೆಸಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. അവർ അത്ഭുതങ്ങൾ കാണുന്നു. ಅಂತವರ ಅದ್ಭುತವನ್ನ ಕಂಡೇ ಕಾಣ್ತಾರೆ. യേശു നിർബന്ധിച്ചിട്ട് വരുന്നവർ. ಯೇಸು ಬಲವಂತ ಮಾಡಿ ಇಲ್ಲಿ ಬರುವವರು, ഹല്ലേലൂയ. അതൊരു ആത്മാവിൽ വരാൻ താല്പര്യമുള്ളവർ, ಅದರರ್ಥ ಆತ್ಮದಿಂದ ಇಲ್ಲಿ ಬರುವುದಕ್ಕಿರುವ ಆಗ್ರಹದಿಂದ ಬರುವವರು, അതിനൊന്ന് പ്രേരണയുള്ളവർ, ಬರಬೇಕು, ಇಲ್ಲಿಗೆ ಹೋಗಬೇಕು ಅನ್ನುವಂತ ಪ್ರೇರಣೆ ಉಳ್ಳವರು. പരിശുദ്ധാത്മ നിർബന്ധിക്കുന്നത് കൊണ്ട് ಪವಿತ್ರಾತ್ಮ ನಿಮ್ಮನ್ನು ಬಲವಂತ ಮಾಡ್ತಿರೋದ್ರಿಂದ മനസ്സിലൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു. ಅರ್ಥ ಆಗ್ತಿರೋರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. വേറെ പ്രശ്നങ്ങളുണ്ടെന്നേ, ಬೇರೆ ಸಮಸ್ಯೆಗಳಿದೆ, വേറെ തിരക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ಬೇರೆ ಬಿಸಿಗಳು ಬೇಕಾದಷ್ಟು ಇದೆ, എനിക്ക് ഇഷ്ടം പോലെ തിരക്കുണ്ട്, ನನಗೂ ಬೇಕಾದಷ್ಟು ಬಿಸಿ എനിക്ക് ಇದೆ, ഇഷ്ടം പോലെ തിരക്കില്ല ഞാൻ നിൽക്കുന്നത്. ನನಗೂ ಬೇಕಾದಷ್ಟು ಬಿಸಿಯಲ್ಲಿ ಮಧ್ಯದಲ್ಲಿ ನಾನು ನಿಂತಿರು. പക്ഷെ നിർബന്ധമാണ് ಆದ್ರೆ ಒಂದು ಬಲವಂತ ഇവിടെ നിൽക്കണമെന്നുള്ളത്. ಇಲ್ಲಿ ನಿಂತ್ಕೋಬೇಕೆಂಬುದಾಗಿ. അതാ കല്യാണത്തിന് ഞാൻ ദിവസം മുമ്പ് ഇവിടെ ಆದ ಕಾರಣ ಆಗಿದೆ ನನ್ನ ಮಗಳ ಮದುವೆ ಹಿಂದಿನ ದಿನಗಳಲ್ಲೂ ಇಲ್ಲಿ ಇದ್ದಿದ್ದು. ഹല്ലേലൂയ. ಆಮೆನ್. നിർബന്ധിച്ച് നിൽക്കുന്നവരോ, ಬಲವಂತ ಮಾಡಿ ದೇವರು ನಿಲ್ಲಿಸಿದವರು, നിർബന്ധിക്കാൻ നിൽക്കുന്നവരോ ಬಲವಂತ ಮಾಡಲ್ಪಡದೇ ಇರುವರು രണ്ടും രണ്ടായിരിക്കും. ಇಬ್ಬರು ಎರಡು ಗುಂಪಾಗಿದ್ದಾರೆ. നിർബന്ധിച്ച് നിർത്തുന്നവരെ ಬಲವಂತ ದೇವರು ಬಲವಂತ ಮಾಡಿ ನಮ್ಮ ನಿಲ್ಲಿಸಿದ್ದಾರೆ. ಅಂತವರ ಮೂಲಕ ದೇವರು ಮಹತ್ ಕಾರ್ಯಗಳನ್ನು ಮಾಡುತ್ತಾರೆ. ദൈവം അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു. ದೇವರು ಆಚೆ ಕಡೆಗೆ ಹೋಗುವುದಕ್ಕೆ ಅವರನ್ನು ಬಲವಂತ ಮಾಡಿದ್ರು. കാരണം ಅದಕ್ಕೆ ಕಾರಣ ഇവർക്ക് വേറെ എവിടെയൊക്കെ പോകാനുള്ള കാരണങ്ങൾ കാണും. ಇವರಿಗೆ ಬೇರೆ ಎಲ್ಲಾದ್ರೂ ಹೋಗ್ಲಿಕ್ಕಿರುವ ಕಾರಣಗಳಿರ್ಬೋದು. പക്ഷേ ಆದ್ರೆ ദൈവം അക്കരയ്ക്ക് പോകാൻ പറഞ്ഞാൽ ದೇವರು ಆಚೆ ಕಡೆಗೆ ಹೋಗ್ಲಿಕ್ಕೆ ಹೇಳಿದ್ರೆ, ഏറ്റ കാര്യത്തിന് അവർ പോകണം. ದೇವರ ಆಚೆ ಕಡೆಗೆ ಹೋಗಿ ಅಂತ ಹೇಳಿಲ್ಲ ಅಂದ್ರೆ ಇವರು ಒಪ್ಕೊಂಡಂತ ಬೇರೆ ಕೆಲವೊಂದು ವಿಷಯಗಳಿಗೆ ಇವರು ಹೋಗ್ಬೇಕು. അത് പോകാതിരിക്കാൻ വേണ്ടി ಆದ್ರೆ ಅಲ್ಲಿ ಹೋಗದೆ ಇರ್ಲಿಕ್ಕೆ ദൈവം നിർബന്ധിക്കുന്നു. ದೇವರು ಇವ್ರನ್ನ ಬಲವಂತ ಮಾಡಿದ್ರು. ഇവിടെ ಇಲ್ಲಿ ഈ കാര്യത്തിന് വേണ്ടി ಈ ಕಾರ್ಯಕ್ಕಾಗಿ ഓടിക്കൊണ്ടിരിക്കുന്നവരെ ಈ ಭೂಮಿಯ ಕಾರ್ಯಕ್ಕಾಗಿ ಓಡ್ತಾ ಇರೋರನ್ನ ശ്രദ്ധിക്കുക. ಇಲ್ಲಿ ಗಮನಿಸಿರಿ. നേരത്തെ തുടങ്ങിലേക്ക് വരുന്നു. ಆಗ್ಲೇ ನಾವು ಪ್ರಾರಂಭದಲ್ಲಿ ಉದಾಹರಣೆ ಹೇಳಿದ ಭಾಗಕ್ಕೆ ಬರ್ತೇನೆ. ഇവിടെയുള്ള ചിന്തകൾക്കും ಇಲ್ಲಿರುವ ಚಿಂತೆಗಳು, ഇവിടെയുള്ള തിരക്കിന് വേണ്ടിയും ಇಲ್ಲಿರುವ ಬಿಸಿಗಳಿಗೆ ഓടുന്നവരോട് ಓಡುವವರಿಗೆ പരിശുദ്ധാത്മാവ് ಪವಿತ್ರಾತ್ಮನು നിർബന്ധിക്കുന്നു. ಬಲವಂತ ಮಾಡ್ತಿದ್ದಾರೆ. ദൈവരാജ്യത്തിലേക്ക് വരാം. ದೇವರ ರಾಜ್ಯಕ್ಕೆ ಬಾ, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യമുണ്ടല്ലോ. ಯಾಕಂದ್ರೆ ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ದೇವರ ರಾಜ್ಯವಿದೆ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുള്ള കൂട്ടം മക്കൾ കൂടുന്ന സ്ഥലം ಅದಾಗಿದೆ ಪರಿಶುದ್ಧಾತ್ಮನ ಕಾರ್ಯವಿರುವ ದೇವರ ಮಕ್ಕಳು ಸೇರಿ ಬರುವ ಸ್ಥಳ. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കുക. ആമേൻ. അതിലേക്ക് നിർബന്ധിക്കുന്നു. ಅಲ್ಲಿಗೆ ದೇವರು ಹೋಗುವುದಕ್ಕಾಗಿ ನಮ್ಮನ್ನು ಬಲವಂತ ಮಾಡ್ತಿದ್ದಾರೆ. ഞാൻ നിർബന്ധത്തെ കുറിച്ച് ഇന്നലെ ചില കാര്യങ്ങൾ ನಾನು പറഞ്ഞു. ಬಲವಂತದ ಕುರಿತಾಗಿ ನೆನ್ನೆ ಕೆಲವೊಂದು ವಿಷಯಗಳನ್ನ ഇപ്പോൾ ಹೇಳ್ತೇನೆ. പറഞ്ഞതല്ല. ಇವಾಗ ಹೇಳಿದಲ್ಲ, ദൈവം നിർബന്ധിക്കേണ്ട കാര്യമില്ല. ದೇವರು ಬಲವಂತ ಮಾಡ್ಬೇಕಾದ ദൈവം ಅವಶ್ಯಕ പറഞ്ഞാൽ മതി. ದೇವರು ನಮ್ಮನ್ನು ಬಲವಂತ ಮಾಡ್ಬೇಕಾಗಿಲ್ಲ. ದೇವರ ಒಂದು ಮಾತು ನಮ್ಗೆ ಹೇಳಿದ್ರೆ ಸಾಕು. ദാസൻ യജമാനനെ നിർബന്ധിപ്പിക്കണം. ദാസൻ ದಾಸನು ಯಜಮಾನನನ್ನ ಬಲವಂತ ಮಾಡ್ಬೇಕಾ? യജമാനൻ ദാസനെ നിർബന്ധിക്കില്ല, പറഞ്ഞ ഓർഡർ കൊടുത്താൽ മതി. ഓ, ಒಬ್ಬ ಯಜಮಾನನು ದಾಸನಿಗೆ ಬಲವಂತ ಮಾಡ್ಬೇಕಾಗಿಲ್ಲ, ಒಂದು ಮಾತು ಆಜ್ಞೆ ಕೊಟ್ರೆ ಸಾಕು. അതേപോലെ ಅದೇ ರೀತಿ യജമാനെ ഒരിക്കലും നിർബന്ധിക്കേണ്ട കാര്യമില്ല. ಯಜಮಾನನು ದಾಸನನ್ನ ಎಂದಿಗೂ ಬಲವಂತ ಮಾಡ್ಬೇಕಾಗಿಲ್ಲ. എന്നെ യേശു നിർബന്ധിച്ചു. ಆದರೆ ಯೇಸು ತನ್ನ ಶಿಷ್ಯರನ್ನ ಬಲವಂತ ಮಾಡಿದ್ರು. വേറെ കാര്യമല്ല. ಬೇರೆ ಯಾರು ಅಲ್ಲ. ಶಿಷ್ಯന്മാരെ, ಶಿಷ್ಯರನ್ನ വിളിയുള്ളവരെ, ಕರೆಯುವಿಕೆ ಇರುವವರು, ദൈവം തിരഞ്ഞെടുത്തവരെ, ದೇವರು ಆರಿಸಿಕೊಂಡವರು, ദൈവം പ്രത്യേകിച്ച് സ്നേഹിക്കുന്നു. ದೇವರು ವಿಶೇಷವಾಗಿ ಪ್ರೀತಿ ಮಾಡೋರು, അവരെ ദൈവം നിർബന്ധിക്കുന്നു. ಅವರನ್ನ ದೇವರು ಬಲವಂತ ಮಾಡ್ತಿದ್ದಾರೆ. നിർബന്ധിക്കാൻ കാരണം ಬಲವಂತ ಮಾಡ್ಲಿಕ್ಕೆ ಕಾರಣ അത്ര ഇഷ്ടമുള്ളതുകൊണ്ട്. ಅಷ್ಟು
ಇಷ್ಟ ಅವರ ಮೇಲೆ ಇರೋದ್ರಿಂದ യേശു നിർബന്ധിച്ചിട്ട് പറയാണ് ಯೇಸು ಬಲವಂತ ಮಾಡಿ ಹೇಳ್ತಿದ್ದ, അക്കരയ്ക്ക് പോകുക ಆಚೆ ದಡಕ್ಕೆ ಹೋಗಿರಿ എന്ന് യേശു പറഞ്ഞു. ಎಂಬುದಾಗಿ ಯೇಸು ಹೇಳಿದ್ರು. പക്ഷേ യേശു അവരുടെ കൂടെ പോയിട്ടില്ല. ಆದ್ರೆ ಯೇಸು ಇವರ ಸಂಗಡ ಹೋಗಲಿಲ್ಲ. യേശു ಶಿಷ್ಯന്മാരെ ಅಕ್ಕರೆಗೆ ಅയച്ചു. ಯೇಸು ಶಿಷ್ಯರನ್ನ ಬಲವಂತ ಮಾಡಿ ಆಚೆ ದಡ ಕಳಿಸಿದ್ರು. ಶಿಷ್ಯന്മാരെ ಪಾಠಕ ಪಾಡಿ, ಶಿಷ್ಯರ ಹಾಡೆಲ್ಲ ಆಡ್ಕೊಂಡು, ಎഴുതിയിട്ടില്ല ಪಾಠಕ ಪಾಡಿ, ಅಲ್ಲಿ ಬರ್ದಿಲ್ಲ, ಅವರ ಹಾಡೆಲ್ಲ ಆಡ್ಕೊಂಡು ಭಯಂಕರವಾಗಿ ಸಂತೋಷ ಬಹಳ ಸಂತೋಷವೆಲ್ಲ ಮಾತಾಡ್ಕೊಂಡು ಪ್ರಯಾಣವನ್ನ ಪ್ರಾರಂಭ ಮಾಡಿದ್ರು ಈಚೆ ದಡದಿಂದ ಆಚೆ ದಡಕ್ಕೆ. 22ನೇ ವಾಕ್ಯದ ಕೆಳಗಡೆ ನೀವು ಮುಂದುವರೆದು ಹೋಗಿ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ಆ ರೀತಿ ಅವರು ಪ್ರಯಾಣ ಮಾಡಿ ಮುಂದೆ ಹೋಗ್ತಿರುವಾಗ ഈ സമുദ്രത്തിൽ കാറ്റുണ്ടായിരുന്നു, ಗಾಳಿ ಇತ್ತು. പക്ഷെ അതിന് മുമ്പില്ലാത്ത ഒരു കാറ്റ് അവിടെ ഉണ്ടായി. ಗಾಳಿ ಸಾಧಾರಣವಾಗಿ ಆ ಸಮುದ್ರದಲ್ಲಿ ಇತ್ತು, ಆದ್ರೆ ಇದಕ್ಕಿಂತ ಮುಂಚೆ ಇಲ್ಲದೆ ಇರುವಂತ ಒಂದು ಗಾಳಿಯಲ್ಲಿ ಉಂಟಾಯ್ತು. പ്രതികൂലത്തിന്റെ കാറ്റ്, ಅನಾನುಕೂಲದ ಗಾಳಿಯಲ್ಲಿ ಉಂಟಾಯ್ತು. അത് ഇവര് പോകുന്ന പടകിനെ രക്ഷിപ്പിച്ചു. ಅದು ಇವರು ಹೋಗುತ್ತಾ ಇರುವ ದೋಣಿಯನ್ನು ಗುರಿ ಇಟ್ಟು ಬರುತ್ತಾ ಇದೆ. അതെ, പ്രാർത്ഥിക്കുന്ന എനിക്ക് മാത്രം എന്താ ഇത്ര പ്രശ്നം? ಪ್ರಾರ್ಥನೆ ಮಾಡುವ ನನಗೆ ಮಾತ್ರ ಯಾಕೆ ಇಷ್ಟೊಂದು ಸಮಸ್ಯೆ? സത്യസന്ധതയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന എനിക്ക് എന്താണ് ഇത്ര പ്രശ്നം? ಯಥಾರ್ಥ ಚಿತ್ತನಾಗಿ ನಿಲ್ಲುವ ನನಗೆ ಮಾತ್ರ ಯಾಕೆ ಈ ಸಮಸ್ಯೆ? വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് എന്താണ് ഈ പ്രശ്നം? ಪರಿಶುದ್ಧತೆಯಲ್ಲಿ ಜೀವಿಸುವುದಕ್ಕಾಗಿ ಬಯಸುವ ನನಗೆ ಮಾತ್ರ ಯಾಕೆ ಈ ಸಮಸ್ಯೆ? ചോദ്യം പലരും ഞാൻ കേട്ടിട്ടുണ്ട്. ಈ ಪ್ರಶ್ನೆಯನ್ನ ನಾನು ಅನೇಕರಲ್ಲಿ ಕೇಳಿದ್ದೇನೆ. കൂടുതൽ ദൈവത്തിനോട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ, ಹೆಚ್ಚಾಗಿ ದೇವರಿಗಾಗಿ ನಿಲ್ಲುವುದಕ್ಕಾಗಿ ಆಗ್ರಹಿಸುವುದು, അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ಅವರಿಗಾಗಿದೆ ಬಹಳ ಹೆಚ್ಚು ಸಮಸ್ಯೆ. വേറെ ഒരു പടകിന് നേരെയില്ലാത്ത, ಆದ್ರೆ ಬೇರೆ ಯಾವ ಹಡಗಿಗೆ ವಿರುದ್ಧವಾಗಿ ಇಲ್ಲದೆ ಇರುವ, കാറ്റ് പ്രതികൂലമായിക്കൊണ്ട് ಗಾಳಿಯು ಅನಾನುಕೂಲವಾಗಿ ഈ പടകിന് നേരെ കയറി വന്നു. ಈ ದೋಣಿಗೆ ವಿರುದ್ಧವಾಗಿ ಬಂತು. അതിന്റെ കാരണം എന്താ? ಅದು ಕಾರಣ ಏನು? അതിന്റെ കാരണം എന്താ? ಅದು ಕಾರಣ ಏನು? ഇതിനകത്തുള്ളവർ സാധാരണക്കാരല്ല. ಆ ದೋಣಿಯ ಒಳಗಡೆ ಇರುವವರು ಸಾಧಾರಣವಾದವರಲ್ಲ. അവൻ നാളെ ലോകത്തിൽ അപ്പസ്തോലനായി വരേണ്ടവരാണ്. ನಾಳೆ ಈ ಲೋಕವನ್ನ ನಡುಗಿಸುವ ಅಪೊಸ್ತಲರಾಗಿ ಬರಬೇಕಾದವರು. നിന്റെ പ്രാർത്ഥനയിൽ, ನಿನ್ನ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ, വിശുദ്ധ ജീവിതത്തിൽ, ನಿನ್ನ ಪರಿಶುದ್ಧ ಜೀವಿತದಲ್ಲಿ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, ದೇವರೊಂದಿಗೆ ಸಂಬಂಧದಲ್ಲಿ നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ ನಾಳೆ ಒಂದು ದಿನ ಇದೆ. വലിയൊരു വാഗ്ദത്തം കിടക്കുകയാണ്. ನಿನ್ನ ಮೇಲೆ ಒಂದು ದೊಡ್ಡ ವಾಗ್ದಾನ ಇದೆ. അതിനെ തകർക്കാൻ കയറി വരുന്നതാണ് ഇത്. ಅದನ್ನ ನಾಶ ಮಾಡ್ಲಿಕ್ಕಾಗಿ ಬರ್ತಿರೋದಾಗಿದೆ ಇದು. ചില പ്രശ്നങ്ങൾ, ಕೆಲವು ಸಮಸ್ಯೆಗಳು, പ്രതികൂലത്തിന്റെ കാറ്റ്, ಈ ಅನಾನುಕೂಲದ ಗಾಳಿ അതിനെ തകർക്കാൻ കയറി വരുന്നതാണ്. ಈ ದೋಣಿಯನ್ನು ನಾಶ ಮಾಡ್ಲಿಕ್ಕಾಗಿ ಬರ್ತಿರೋದು. ഇന്ന് നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ನೀನು ಪ್ರಾರ್ಥನೆ ಮಾಡೋ ವ್ಯಕ್ತಿ ಆಗಿದೆ, ആർക്കും വല്ലാത്ത പ്രശ്നം ಯಾರಿಗೂ ಇಲ್ಲದೆ ಇರೋ ಸಮಸ್ಯೆ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿದ್ರೆ ഈ പ്രാർത്ഥന, ಈ ಪ್ರಾರ್ಥನೆ നാളെ ನಾಳೆ എന്നൊരു ദിവസമുണ്ട്. ನಾಳೆ ಅನ್ನುವಂತ ಒಂದು ದಿನ ಇದೆ. നാളെ എന്ന് പറയുന്ന ನಾಳೆ ಅನ್ನುವಂತ ഒരു ഭാവി ജീവിതം, ಒಂದು ಭವಿಷ್ಯ ಜೀವಿತ, അതാ നാളെ എന്ന് ഉദ്ദേശിച്ചത്. ಅದನ್ನಾಗಿದೆ ನಾಳೆ ಅಂತ ಹೇಳ್ತಿರೋದು. ഇതിലൂടെ ദൈവം ചെയ്യാൻ പോകണ്ട. ನಿನ್ನ ಮೂಲಕ ದೇವ್ರು ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿರು. നീ എവിടെ ആയിരിക്കണം, ನೀನ್ ಎಲ್ಲಿ ಇರ್ಬೇಕು, നീ എങ്ങനെ ആയിരിക്കണം, ನೀನ್ ಹೇಗಿರ್ಬೇಕು, നീ എവിടെ എത്തണം ನೀನ್ ಏನ್ ತಲುಪಬೇಕು എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട് ദൈവത്തിന്. ಅನ್ನುವಂತ ಒಂದು ಗುರಿ ದೇವರಿಗಿದೆ. ഹല്ലേലൂയ. ആമേൻ. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ಅದಕ್ಕಾಗಿದೆ ನೀನು ಇವತ್ತಿನ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀವಿ. പേഷമായിട്ട് എല്ലാവരും ആരും പറയാറില്ല, ಯಾರು ಹೇಳ್ತಾ ಇಲ್ಲ, അവരുടെ പേഷ പ്രാർത്ഥന കൂടുതലായിരിക്കും. ಅಲ್ಲಿ ಯಾರು ಹೇಳದೇ ಇದ್ರು ಅವರ ಪರ್ಸನಲ್ ಪ್ರಾರ್ಥನೆ ಅದಾಗಿರುತ್ತೆ. പക്ഷേ ಆದ್ರೆ അവര് പോലും അറിയാതെ ಆದ್ರೆ ಅವರಿಗೆ ತಿಳಿಯದೆ ഒരു കാറ്റടിച്ചു, ಒಂದು ಗಾಳಿ ಬೀಸ್ತು, പ്രതികൂലത്തിന്റെ കാറ്റ്. ಅನಾನುಕೂಲದ ಗಾಳಿ. അത് വേറെ ഏത് പടകിനുമല്ല, ಅದು ಬೇರೆ ಯಾವ ದೋಣಿಗೂ ಅಲ್ಲ. യേശു അയച്ച പടകിന്. ಯೇಸು ಕಳಿಸಿದ ದೋಣಿಗೆನೆ. ഹല്ലേലൂയ. ಆಮೆನ್. അതുകൊണ്ട് ಅದ ಕಾರಣ പ്രാർത്ഥന നിർത്തേണ്ട കാര്യമില്ല. ಪ್ರಾರ್ಥನೆ ನಿಲ್ಲಿಸಬೇಕಾಗಿಲ್ಲ. പ്രാർത്ഥന തുടരട്ടെ. ಪ್ರಾರ್ಥನೆ ಮುಂದುವರಿಯಲಿ. അത് വരുന്നുണ്ടെങ്കിൽ ಆ ಗಾಳಿ ಬರ್ತಾ ಇದ್ರೆ അതിന്റെ അർത്ഥം ಅದರ ಅರ್ಥ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയിനകത്തുണ്ട്. ದೇವರ ಏನೋ ದೊಡ್ಡ ಕಾರ್ಯ ಇದ್ರೊಳಗಡೆ ಇದೆ. നിന്നത് മനസ്സിലാക്കിയിട്ട് ಇವತ್ತು ಅದನ್ನ ಅರ್ಥ ಮಾಡ್ಕೊಂಡು സന്തോഷിച്ചുകൊണ്ട് ಸಂತೋಷ ಪಡ. പ്രാർത്ഥന നിർത്തരുത്, ಪ್ರಾರ್ಥನೆ ನಿಲ್ಲಿಸಬಾರದು, ആരാധന കുറയ്ക്കരുത്, ಆರಾಧನೆ ಕಡಿಮೆ ಮಾಡಬಾರದು, വിശ്വാസം കുറയ്ക്കരുത്. ನಂಬಿಕೆ ಕಡಿಮೆ ಮಾಡಬಾರದು. എന്തെല്ലാം ഈ കാറ്റ് മുഖാന്തരം, ಈ ಗಾಳಿಯ ಮುಖಾಂತರ ಏನೆಲ್ಲ ಬಂದರು, എന്തെല്ലാം സംഭവിച്ചാലും ಏನೆಲ್ಲ ಸಂಭವಿಸುವುದು, നിന്റെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ನಿನ್ನ ಕಾಲು ಕದಲಗೊಳಿಸುವುದಕ್ಕೆ ದೇವರು ಅನುಮತಿಸೋದಿಲ್ಲ. കാക്കുന്നവൻ മയങ്ങത്തില്ല, ನಿನ್ನನ್ನು ಕಾಯುವವನು ತೂಕಡಿಸೋದಿಲ್ಲ, കാക്കുന്നവൻ ഉറങ്ങത്തില്ല. ನಿನ್ನನ್ನು ಕಾಯುವವನು ನಿದ್ರಿಸೋದಿಲ್ಲ. അവൻ ഇസ്രായേലിന്റെ പരിപാലകൻ, ಅವನೇ ಇಸ್ರಾಯೇಲ್ಯರ ಪರಿಪಾಲಕನು, ദൈവമക്കളുടെ പരിപാലകൻ. ಅವನು ದೇವರ ಮಕ್ಕಳ ಪರಿಪಾಲಕನು. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം ಆದ ಕಾರಣ ಆದಿಗಳ ಪುಸ್ತಕ 15-ാം അധ്യായത്തിൽ 15ನೇ ಅಧ್ಯಾಯದಲ್ಲಿ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ಅಬ್ರಾಮನಿಗೆ ದೇವರು ಹೇಳಿದ್ರು, ഞാൻ നിന്റെ അതിമഹത്തായ പരിചയം പ്രതിഫലവും ನಾನೇ ನಿನ್ನ ಅತ್ಯಧಿಕವಾದ ಬಹುಮಾನವು ಗುರಾಣಿಯೂ ಆಗಿದ್ದೇನೆ. ನಾನಾಗಿದ್ದೇನೆ. നിന്നെ കാക്കുന്നവൻ മയങ്ങത്തില്ല, ನಿನ್ನನ್ನು ಕಾಯುವವನು ತೂಕಡಿಸೋದಿಲ್ಲ. നിനക്ക് നേരെ വരുന്ന അസ്ത്രത്തെ തടയും. ನಿನ್ನ ವಿರುದ್ಧವಾಗಿ ಬರುವ ಆಯುಧಗಳನ್ನ ನಾನು ತಡೆಯುತ್ತೇನೆ. നിന്റെ ശരീരത്തിൽ കൊള്ളാതവൻ, ನಿನ್ನ ಶರೀರವನ್ನು ಮುಟ್ಟದ ಹಾಗೆ. ദാവീദേ, ದಾವೀದನೇ, നീ ഇസ്രായേലിന്റെ രാജാവാ. ನೀನು ಇಸ್ರಾಯೇಲ್ಯರ ಅರಸನು. നിനക്ക് നേരെ വരുന്ന ನಿನ್ನ ವಿರುದ್ಧವಾಗಿ ಬರುವ മറ്റു പടയാളികളുടെ ಬೇರೆ ಸೈನಿಕರುಗಳು, കുന്തങ്ങളും വാളുകളും ಈಟಿಗಳು, ಕತ್ತಿಗಳು നിന്റെ ശരീരത്തിൽ തൊടാതെ വേണം. ನಿನ್ನ ಶರೀರವನ್ನು ಮುಟ್ಟದ ഞാൻ ಹಾಗೆ. നിന്റെ പിതാവായ ನಾನು ನಿನ್ನ ತಂದೆಯ അബ്രഹാമിനെ പറയുന്നുണ്ട്, ಅಬ್ರಾಮನಿಗೆ ಹೇಳಿದ್ದೇನೆ, ഞാൻ നിന്റെ പരിചയം പറയുക. ನಾನೇ ನಿನಗೆ ಗುರಾಣಿಯು ಬಹುಮಾನವೂ ಆಗಿದ್ದೇನೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇന്നും ദാവീദന്മാരുണ്ടോ? ಇವತ್ತು ಕೂಡ ದಾವೀದರಿದ್ದಾರೆ. പരിചയം പടകേട്ടത്. ಹಾಗಾದ್ರೆ ದೇವರು ನಿಮಗೆ ಆ ಗುರಾಣಿಯಾಗಿ ಮತ್ತು ಕವಚವಾಗಿ ನಿಲ್ಲುತ್ತಾರೆ. ഇസ്രായേലിന്റെ പരിപാലകൻ. ಯಾಕಂದ್ರೆ ಆತನು ಇಸ್ರಾಯೇಲ್ಯರ ಪರಿಪಾಲಕನು. എന്താ ഇന്ന് ദാവീദന്മാരോട് ചോദിച്ചത്? ಯಾಕೆ ನೀವು ಕೇಳಿದ್ದು ಇವತ್ತು
ದಾವಿದರಿದ್ದಾರೆ ಅಂತ വെളിപ്പാട് പുസ്തകത്തിൽ ಪ್ರಕಟಣೆ ಪುಸ್ತಕದಲ್ಲಿ യേശുവിനെ അറിയുന്നത്, ಯೇಸುವನ್ನ അല്ല, ತಿಳಿದಿರು. പുതിയ നിയമത്തിൽ യേശുവിനെ അറിയുന്നത് ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಯೇಸುವನ್ನ ಪರಿಚಯ ಮಾಡ್ತಿರೋದು ഒരു ഭാഗത്ത് ಒಂದು ಭಾಗದಲ್ಲಿ ദാവീദിന്റെ പേര് പറഞ്ഞിട്ട് അറിയുന്നത്. ದಾವಿದನ ಹೆಸರನ್ನು ಹೇಳಿ ಪರಿಚಯ ಮಾಡಲಾಗ್ತಾ ಇದೆ. ഞാൻ ദാവീദിന്റെ പേരും ನಾನು ದಾವಿದನ ಬೇರು. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ പറയുവാൻ കാരണം, ಹಾಗೆ ಹೇಳಿ ಕಾರಣ, അങ്ങനെ പറയാൻ കാരണം ദാവീദിന്റെ ജീവിതം ഒരു പ്രത്യേകതയാണ്. ದಾವಿದನ ಜೀವಿತ ಒಂದು ವಿಶೇಷವಾದದ್ದಾಗಿದೆ. എല്ലാവരും നോക്കുമ്പോൾ ದೇವರು ಎಲ್ಲರನ್ನು ನೋಡುವಾಗ ദാവീദ് ഒരു വ്യത്യസ്തനാണ്. ದಾವಿದನ ಒಬ್ಬ ವಿಶೇಷವಾದವನು. എന്റെ ഹൃദയത്തെ ನನ್ನ ಹೃದಯವನ್ನ പോലെയുള്ളവൻ. ನನ್ನ ಹೃದಯದ ಹಾಗೆ ಇರುವವನು. എന്താ ഹൃദയത്തെ എടുത്ത് പറഞ്ഞത്? ಯಾಕೆ ಹೃದಯವನ್ನ ತಗೊಂಡು ಹೇಳ್ತೀರಾ? രണ്ട് കാര്യം. ಎರಡು ವಿಷಯ. ഒന്ന്, ദൈവം നോക്കുന്ന ഹൃദയത്തെയാണ്. ಒಂದು ದೇವರು ನೋಡೋದು ಹೃದಯವನ್ನಾಗಿದೆ. രണ്ട്, ಎರಡನೇದು ഹൃദയത്തിൽ നിന്നാണ് ജീവന്റെ ഉത്ഭവം. ಹೃದಯದಿಂದಾಗಿದೆ ಜೀವದ ಉಗಮ. ദൈവം നോക്കിയപ്പോൾ ದೇವರು ನೋಡಿದಾಗ ദൈവത്തിന് ദാവീദിനെ ഇഷ്ടമായി. ದೇವರಿಗೆ ದಾವಿದ ಇಷ್ಟ ಆದನು. ഹല്ലേലൂയ. ആമേൻ. ദാവീദിന് ഇഷ്ടമായി. ದಾವಿದ ಇಷ್ಟ ಆದನು. അതുകൊണ്ട് ദാവീദിന് എന്ത് ചെയ്തു? ಆದ ಕಾರಣ ದಾವಿದನ ಏನ್ ദൈവം ಮಾಡಿದ? ചില പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കി. ದೇವರು ಕೆಲವು ಯೋಜನೆಗಳನ್ನ ಉದ್ದೇಶಗಳನ್ನು ಸಿದ್ಧ ಮಾಡಿ പ്ലാനും പദ്ധതിയാക്കുന്നത് ನನ್ನ 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 ಕುರಿತಾಗಿರುವಂತಹ ಯೋಜನೆ ಸಿದ್ಧ ಮಾಡೋದು ഇവിടെ കിടക്കുന്ന അപ്പനും അമ്മയല്ല, ಇಲ್ಲಿರುವ ತಂದೆ ತಾಯಿ ಅಲ್ಲ, ഇവിടെ ഇരിക്കുന്ന ദൈവമാണ്. ಇಲ್ಲಿರುವ ದೇವರಾಗಿದ್ದಾರೆ. ഇവിടെ ഇരിക്കുന്ന ദാവീദിന്റെ പ്ലാൻ, ಇಲ್ಲಿರುವ ದಾವಿದನ ಪ್ಲಾನ್, അപ്പൻ പ്ലാൻ ചെയ്തത് ತಂದೆ ಪ್ಲಾನ್ ಮಾಡಿ ഇവൻ ആടിനെ മേയ്ക്കാനാണ്. ಕುರಿ ಮೇಯಿಸಬೇಕು ಎಂಬುದಾಗಿ. ഇവിടെ ഇരിക്കുന്ന അപ്പൻ ಇಲ್ಲಿರುವ ತಂದೆ ദാവീദിനെ കുറിച്ച് ചിന്തിച്ചു. ದಾವಿದನ ಬಗ್ಗೆ ಯೋಚನೆ ಮಾಡಿದ್ರೆ രാജാവാ, ಇವನನ್ನು ನಾನು ರಾಜನಾಗಿ ಮಾಡ್ತೇನೆ. പ്രാർത്ഥിക്കുന്നവനെ, ಪ್ರಾರ್ಥನೆ ಮಾಡುವವನನ್ನು, ആമേൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ, ದೇವರಿಗಾಗಿ ನಿಲ್ಲುವವನ, ഭാവി തീരുമാനിക്കുന്ന ദൈവമാണ്. ಅವನ ಭವಿಷ್ಯವನ್ನು ತೀರ್ಮಾನಿಸುವ ದೇವರಾಗಿದ್ದಾರೆ. ഓ, നിന്റെ സാറല്ല, ನಿನ್ನ ನಿನ್ನ ಮಾಸ್ಟರ್ ಅಲ್ಲ, ഓ, നിന്റെ അപ്പനല്ല, ನಿನ್ನ ತಂದೆ ഓ, ಅಲ್ಲ, നിന്റെ അമ്മയുമല്ല, ನಿನ್ನ ತಾಯಿಯೂ ಅಲ್ಲ, നിന്റെ ചേച്ചിയുമല്ല, ನಿನ್ನ ಅಕ್ಕನೂ ಅಲ್ಲ, നിന്റെ ചേട്ടനുമല്ല. ನಿನ್ನ ಅಣ್ಣನೂ ಅಲ್ಲ. അവർ നല്ലതായിരിക്കാൻ ചിന്തിക്കുന്നത്. ಅವರೆಲ್ಲರೂ ನಿನ್ನ ಬಗ್ಗೆ ಯೋಚನೆ ಮಾಡ್ತಿಲ್ಲ, ಒಳ್ಳೆಯದೇ ಆಗಿರಬಹುದು. നിന്റെ ഭാവി തീരുമാനിക്കുന്നത് ಆದ್ರೆ ನಿನ್ನ ಭವಿಷ್ಯತನ ತೀರ್ಮಾನಿಸುವ ദൈവമാണ്. ನನ್ನ ದೇವರಾಗಿದ್ದಾರೆ. എന്റെ ദൈവമാണ്. ನನ್ನ ದೇವರಾಗಿದ್ದಾರೆ. നാട്ടിലുള്ള രാജാവിനെ പോലെ, നാട്ടിലുള്ള ദാവീദിനെ പോലെ, ಕಾಡಿನಲ್ಲಿರುವ ದಾವಿದನ ಹಾಗೆ ആമേൻ, എവിടെയെങ്കിലുമൊക്കെ ಎಲ್ಲಾದರೂ നീ ഒറ്റയ്ക്ക് അലയുകയാണെങ്കിൽ, ನೀನು ಒಂಟಿಯಾಗಿ ಅಲಿತಾ ಇದ್ರೆ, നിന്റെ ജീവിതം ദൈവമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിൽ, ನಿನ್ನ ಜೀವಿತ ದೇವರೊಂದಿಗಿನ ಸಂಬಂಧದಲ್ಲಿ നീ അധികം അലയേണ്ടി വരത്തില്ല. ನೀನು ಹೆಚ್ಚು ದಿನ ಅಲೆದಾಡಬೇಕಾಗಿ ಬರುತ್ತೆ. ആമേൻ, നിനക്കൊരു പ്രമോഷൻ ദൈവം ನಿನಗೊಂದು ಪ್ರಮೋಷನ್ ದೇವರು ಸಿದ್ಧ ಮಾಡಿದ್ದಾರೆ. ഹല്ലേലൂയ. ആരെ മനസ്സിലാക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಅರ್ಥ ಆಗುವವರಿಗಾಗಿ ನಾನು ದೇವರು ആരൊക്കെ ഏതെല്ലാം വളഞ്ഞ വഴിയിൽ പോയാൽ ಯಾರೆಲ್ಲ ಯಾವುದೆಲ್ಲ ಡೊಂಕಾದ ದಾರಿಯಲ್ಲಿ നീ ಹೋದ್ರು, പോകാതെ ನೀನು ಅದರಲ್ಲಿ ಹೋಗಿದೆ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണ്. ದೇವರಿಗಾಗಿ ನಿಲ್ಲುವುದಾದ್ರೆ നിന്റെ ഭാവി തിരിക്കുന്ന എന്റെ ദൈവം. ನಿನ್ನ ಭವಿಷ್ಯತನ್ನ ತೀರ್ಮಾನಿಸುವುದು നിന്റെ ದೇವರಾಗಿರ್ತಾನೆ. ഭാവി തിരിക്കുന്ന ദൈവമായിരിക്കും. ನಿನ್ನ ಭವಿಷ್ಯತನ್ನ ತೀರ್ಮಾನಿಸುವುದು ದೇವರಾಗಿರ್ತಾನೆ. അതിനെതിരെ പിശാച് അതിനെ കുരുക്കൊരുക്കിയ ಅದಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಸೈತಾನನು ಯಾವುದೆಲ್ಲ ಉರುಳುಗಳನ್ನು ಒಡ್ಡಿದ್ದು, നിന്റെ കാൽ വഴുതുവാൻ ദൈവം ನಿನ್ನ സമ്മതിക്കരുത്. ಕಾಲು ಕದಲಿ ಹೋಗುವುದಕ್ಕೆ ದೇವರು ಅನುಮತಿಸುವುದಿಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಆಮೆನ್. ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ದೇವರಿಗಾಗಿ ನಿಲ್ಲುವಾಗ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ ದೇವರು ಆಗ್ರಹಿಸುವ ಲೆವೆಲ್ ಅಲ್ಲಿ വിടേണ്ടത് വിട്ടിട്ട് ಬಿಡಬೇಕಾದದನ್ನು ಬಿಟ್ಟು ദൈവത്തിന് ഇഷ്ടമില്ലാത്തെല്ലാം ഗുഡ് ബൈ പറയണം. ದೇವರಿಗೆ ಇಷ್ಟ ಇಲ್ಲದೆ ಇರುವಂತ ಎಲ್ಲದಕ್ಕೂ ಗುಡ್ ಬೈ ಇರಬೇಕು. ആടിനെ വയ്ക്കാതെ ആടിനെ വയ്ക്കുക. ಕುರಿ ಮೇಯಿಸುವುದಾದ್ರೆ ಕುರಿ ಮೇಯಿಸು, സാരമില്ല. ಪರವಾಗಿಲ್ಲ. ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്, ಒಂಟಿಯಾಗಿದ್ರು ಒಂಟಿ, സാരമില്ല. ಪರವಾಗಿಲ್ಲ. അവിടെ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നീ ചെയ്യുക. ಅಲ್ಲಿ ದೇವರ ಇಷ್ಟವನ್ನ ಮಾತ್ರ ನೀವು ಮಾಡೋದಾದ್ರೆ ഇവിടെ നിന്റെ ഭാവിയെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ಇಲ್ಲಿ ನಿನ್ನ ಭವಿಷ್ಯತನ್ನ ದೇವರು ಸಿದ್ಧ ಮಾಡ್ತಾರೆ. ദാവീദിന്റെ ഭാവിയെ ദൈവമാണ് ഒരുക്കുന്നത്. ದಾವಿದನ ಭವಿಷ್ಯತನ್ನ ಸಿದ್ಧ ಮಾಡೋ ದೇವರಾಗಿದ್ದಾರೆ. ഇശ്ശായിയുടെ മറ്റു മക്കളുടെ ഭാവിയെല്ലാം അപ്പോൾ ഒരുക്കുമ്പോൾ ಈಶಾಯನ ಇನ್ನುಳಿದ ಮಕ್ಕಳ ಭವಿಷ್ಯತನ್ನ ತಂದೆ ಅವರ ತಂದೆ ತೀರ್ಮಾನಿಸಿದಾಗ ആമേൻ, ദാവീദിന്റെ ഭാവി ഒരുക്കിയ ദൈവമാണ്. ದಾವಿದನ ಭವಿಷ್ಯತನ್ನ ತೀರ್ಮಾನ ಮಾಡಿದ್ದು ತಂದೆಯಾದ ದೇವರಾಗಿದ್ದಾರೆ. എന്തിന്? ಯಾಕೆ? ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? ದೇವರ ಪಕ್ಷಪಾತವಿದೆಯೋ? ദൈവത്തിന് മുഖപക്ഷമില്ല. ದೇವರ ಪಕ್ಷಪಾತವಿಲ್ಲ. പിന്നെ എന്തിനാണ് ಮತ್ಯಾತಕ್ಕೆ ദാവീദിന്റെ ഭാവി കൂടുതലായിട്ട് ആ വീട്ടിൽ ദൈവം ഒരുക്കിയത്? ದಾವಿದನ ಭವಿಷ್ಯತನ್ನ ಮಾತ್ರ ಯಾಕೆ ಮನೆಯ ದೇವರು ಸಿದ್ಧ ಮಾಡಿದ್ರು? ദൈവം നോക്കുമ്പോൾ ದೇವರು ನೋಡಿದಾಗ ദാവീദിന് വിശുദ്ധിയുണ്ട്. ದಾವಿದನಿಗೆ ಪರಿಶುದ್ಧತೆ ദൈവം ಇದೆ. നോക്കുമ്പോൾ ದೇವರು ನೋಡಿದಾಗ ദാവീദിന്റെ ഹൃദയം, ದಾವಿದನ ಹೃದಯ ദൈവത്തിന്റെ ഹൃദയം ದೇವರ ಹೃದಯದ ಹಾಗೆ അതേപോലെ ಅದೇ ರೀತಿ ദൈവം നോക്കുമ്പോൾ ದೇವರು ನೋಡಿದಾಗ അവൻ ദൈവത്തിനായി ജീവിക്കുന്നു. ಅವನು ದೇವರಿಗಾಗಿ ಜೀವಿಸಿದ್ದಾನೆ. ആമേൻ, എവിടെ അവനെ കൊണ്ടുവിട്ടാലും ಎಲ್ಲೆಲ್ಲ ಅವನ ತಗೊಂಡಾಗ അവൻ ಹಾಕಿದ್ರು ദൈവത്തെ സ്തുതിച്ചുകൊണ്ടി ದೇವರನ್ನ ಸ್ತುತಿಸ್ತಾನೆ അവൻ ಇರ್ತಾನೆ. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടി ದೇವರನ್ನ ಪ್ರಾರ್ಥಿಸ್ತಾನೆ ಇರ್ತಾನೆ. ദൈവം തീരുമാനിച്ചു, ದೇವರು ತೀರ್ಮಾನಿಸಿ ഇവന്റെ ഭാവി ഇനി എന്റെ കയ്യിലാണ്. ಇವನ ಭವಿಷ್ಯತ್ತಿನ ನನ್ನ ಕೈಯಲ್ಲಿ. അപ്പനെ ചില കണക്കോട്ടുണ്ടാവും. ತಂದೆಗೂ ಅವನ ತಂದೆಗೂ ಕೆಲವು ಲೆಕ್ಕಾಚಾರ ಇರುತ್ತೆ. ഉദ്യോഗസ്ഥന്മാരെല്ലാം മൂത്തവരായി. ಆಮೇಲೆ ಹಿರಿಯ ಮಕ್ಕಳೆಲ್ಲರೂ ಉದ್ಯೋಗಸ್ಥರಾಗಿ വീട്ടിലൊരാൾ വേണ്ടേ? ಮನೆಗೊಬ್ಬ ವ್ಯಕ್ತಿ ಬೇಡವಾ? ಮನೆಗೊಬ್ಬ ಇರೋದು ಬೇಡವಾ? ഇളയവൻ വീട്ടിലിരിക്കട്ടെ. ಹಂಗಾದ್ರೆ ಕಿರಿಯವ್ರ അവൻ ആടിനെയൊക്കെ നോക്കി ಅವ್ನ ಕುರಿಗಳನ್ನೆಲ್ಲ ഒരു ನೋಡ್ಕೊಂಡು കല്യാണമൊക്കെ കഴിച്ച് ಅವ್ನ ಮದುವೆಲ್ಲ ಆಗಿ ഇളന്റെ ഇളയ മകൻ ನನ್ನ ಕಿರಿಯ ಮಗ എന്നോട് കൂടെ ഇരിക്കാൻ ನಾನ್ ಜೊತೆ ಇರ್ಲಿಕ್ಕೆ അപ്പൻ കൊതിച്ചപ്പോൾ ಆ ತಂದೆ ಆಸೆ ಪಟ್ಟಾಗ ആമേ ദൈവവും കൊതിച്ചു. ದೇವರು ಆಸೆ ಪಟ್ಟು ആമേ വേറൊരു കൊതി. ഹല്ലേലൂയ. ದೇವ್ರಿಗೊಂದು ಬೇರೆ ಆಸೆ ಇತ್ತು. എന്നെ സ്തുതിക്കുന്നവൻ ആ വീട്ടിനകത്ത് ചുമ്മാ ഇരിക്കണം. ನನ್ನನ್ನು ಸ್ತುತಿಸುವವನು ಆ ಮನೆಯಲ್ಲಿ ಸುಮ್ಮನೆ ಕೂತ್ಕೋಬೇಕ. എനിക്ക് വേണ്ടി ജീവിക്കുന്നവൻ ആ വീട്ടിനകത്ത് വെറുതെ ഇരിക്കാനോ? ನನಗಾಗಿ ಜೀವಿಸುವವನು ಆ ಮನೆಯಲ್ಲಿ ಸುಮ್ಮನೆ ಇರೋದ. ഹല്ലേലൂയ. ആമേൻ. ആമേ, അപ്പൻ ചിന്തിച്ച ആ രാജ്യത്ത് തന്നെ ಆ ಅಪ್ಪ ಯೋಚನೆ ಮಾಡಿದ ಅದೇ ರಾಜ್ಯದಲ್ಲಿ അതിനകത്തൊരു കുടുംബം വിട്ടല്ല, ಅದರ ಒಳಗಡೆ ಒಂದು ಕುಟುಂಬ ആ രാജ്യത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ദാവീദ് ദൈവം. ರಾಜ್ಯವನ್ನೇ ನಿಯಂತ್ರಿಸುವ ರಾಜನಾಗಿ ದೇವರನ್ನು ಮಾಡುದು. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ.
എന്നെ കേൾക്കുന്ന ദൈവമല്ലേ, ನಾನು ಶಬ್ದ ಕೇಳಿದವರು നമുക്കിതൊന്നും അറിയാൻ പറ്റുന്നില്ല. ನಮಗೆ ಇದನ್ನೇನು ತಿಳ್ಕೊಳಕ್ ಆಗ್ತಿಲ್ಲ. അതാണ് നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ. ಅದಾಗಿದೆ ನಮಗೆ ಉಂಟಾದ ಅಪರಾಧ. ദൈവം ആർക്കും കടക്കാരനല്ല. ದೇವರು ಯಾರಿಗೂ ಸಾಲಗಾರನಲ್ಲ. എന്റെ ജീവിതം നോക്കിയാണ്, ನನ್ನ ಜೀವಿತವನ್ನು എന്റെ ನೋಡಿದ, ഹൃദയം നോക്കിയാണ് ನನ್ನ ಜೀವಿತವನ್ನು ಹೃದಯವನ್ನು ನೋಡಿ ಆಗಿದೆ മുമ്പോട്ട് വഴി തുറക്കപ്പെടുന്നത്. ನನ್ನ ಮುಂದಕ್ಕಿರುವ ದಾರಿಯನ್ನು ದೇವರು ತೆರೆಯುವುದು. നമ്മുടെ ദൈവം ഹൃദയത്തെ നോക്കുന്നത്. ಆದ ಕಾರಣ ಆಗಿದೆ ದೇವರು ಹೃದಯವನ್ನು എനിക്കൊരു ನೋಡುವುದು. മിടുക്കില്ല പറയാൻ. ನನಗೆ ಇದನ್ನ ಹೇಳಿಕ್ಕೆ ಯಾವ ಜಾಣತನವೂ ಇಲ್ಲ. എന്നെ കൂടെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ನನ್ನಿಂದ ಏನು ಮಾಡ್ಲಿಕ್ಕೂ ಆಗೋದಿಲ್ಲ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ಏನಾದ್ರೂ ഞാൻ ಮಾಡಬೇಕು. ദൈവത്തിന്റെ ഇഷ്ടത്തിന് നിന്നാ മതി. ನಮ್ಮ ದೇವರ ಇಷ್ಟಕ್ಕಾಗಿ ನಿಂತರ ಸಾಕು. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ಅರ್ಥಾಗ್ತಿರೋರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೀನಿ. ഹല്ലേലൂയ. എനിക്ക് കിട്ടാത്തതൊക്കെ ನನಗೆ ಸಿಗದೇ ಇರೋದೆಲ್ಲ ഇവിടെ കിട്ടും. ಇದು ಸಿಗುತ್ತೆ. ഹല്ലേലൂയ. ആമേ. പേര് വരുന്നതാരാ? ಹೆಸರು ಬರಬೇಕಾಗಿದ್ದೆ ಯಾರ್ದು? ദാവീദിന്റെ ചേട്ടന്മാരുടെ പേരാ പുറത്ത് വരേണ്ടത്. ದಾವಿದನ ಅಣ್ಣಂದಿರ ಹೆಸರಾಗಿದೆ ಹೊರಗಡೆ ಬರಬೇಕು. അതിലൂടെയാണ് ആ കുടുംബത്തെല്ലാവരും അറിയേണ്ടത്. ಅವರ ಹೆಸರಿನ ಮೂಲಕವಾಗಿದೆ ಆ ಕುಟುಂಬ ಪರಿಚಿತ ಮಾಡಬೇಕಾಗಿದ್ದು. രാജാവിന്റെ കൂടെ യുദ്ധത്തിന് അവരാണ് മിലിಟറി. ಯಾಕಂದ್ರೆ ರಾಜನ ಜೊತೆಯಲ್ಲಿ ಯುದ್ಧಕ್ಕಾಗಿ ಮಿಲಿಟರಿ ಸೈನ್ಯವಾಗಿ ನಿಂತಿರೋದು ಈ ದಾವಿದನ ಅಣ್ಣಂದಿರೇ ಆಗಿದ್ದಾರೆ. അവരല്ലേ ലോകമെല്ലാം അറിയേണ്ടത്. ಅವ್ರನ್ನಲ್ವ ಲೋಕವೆಲ್ಲ ತಿಳಿಬೇಕಾಗಿದೆ. പക്ഷെ ലോകം ലോകം ആരും അറിയാതെന്ന് ഒതുക്കിയവൻ ലോകത്തെ അറിയാൻ തുടങ്ങി. ಆದ್ರೆ ಲೋಕದಲ್ಲಿ ಯಾರು ತಿಳಿಬಾರದು ಎಂಬುದಾಗಿ ಅಡಗಿಸಲ್ಪಟ್ಟವನನ್ನ ಲೋಕವೆಲ್ಲ ತಿಳಿಯತಕ್ಕ ರೀತಿಯಲ್ಲಿ ದೇವರು ಮಾಡಿದ್ರು. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തെ ശ്രദ്ധിക്കുക. ಶಬ್ದ ಕೇಳಿದ ದೇವರ ಮಕ್ಕಳೇ ಗಮನಿಸಿ. അവൻ നിർബന്ധിച്ചു. ಅವನು ಬಲವಂತ ಮಾಡಿದ. അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു. ಆಚೆದಡೆಗೆ ಹೋಗುವುದಕ್ಕಾಗಿ ദൈവം നിർബന്ധിച്ചാൽ നിങ്ങൾ മാറ്റി വെക്കരുത്. ದೇವರು ಬಲವಂತ ಮಾಡಿದ್ರೆ ಅದನ್ನ ಬದಿಗೆ ദൈവം ಹಾಕಬೇಕು. നിർബന്ധിക്കുന്ന ഒരാൾ പോലെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിർബന്ധിക്കുകയല്ല ചെയ്യുന്നത്. ದೇವರು ಬಲವಂತ ಮಾಡೋದು ಅಂತ ಹೇಳಿದ್ರೆ ಒಬ್ಬ ವ್ಯಕ್ತಿ ತರ ಬಂದ್ಬಿಟ್ಟು ನಿಮ್ಮನ್ನ ಒತ್ತಾಯ ಮಾಡಲ್ಲ. പിന്നെ എങ്ങനെയാണ്? ಮತ್ತೆ ಹೇಗೆ? നിങ്ങളുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ് ನಿಮ್ಮ ಒಳಗಿರುವ ಪವಿತ್ರ ಆತ್ಮ നിർബന്ധിക്കുന്ന അനുസരിച്ച് മുമ്പോട്ട് നീങ്ങും. ನಿಮ್ಮನ್ನ ಬಲವಂತ ಮಾಡುವುದಕ್ಕೆ ತಕ್ಕಂತೆ ನೀವು ಮುಂದೆ ಸಾಗಬೇಕು. ഹല്ലേലൂയ. ಆಮೇಲೆ വിദേശോട് മുമ്പോട്ട് നീങ്ങാൻ ചുമ്മാ കയറി പോകില്ല. ವಿವೇಚಿಸಿ ಮುಂದೆ ಹೋಗ್ಬೇಕು, ಸುಮ್ಮನೆ ಓಡೋಗೋದಲ್ಲ. അവർ അക്കരയ്ക്ക് പോയി. ಅವ್ರ ಆಚೆ ದಡಕ್ಕೆ ಹೋದ್ರು. അവർ കടലിലൂടെ കടന്നുപോയി. ಅವ್ರ ಸಮುದ್ರ ಮಧ್ಯದಲ್ಲಿ ಹೋದ್ರು. ഞാൻ ചോദിക്കട്ടെ, ನಾನು ನಿಮ್ಮ ಹತ್ರ ಕೇಳ್ತಾ എന്താണ് യേശു കൂടെ പോവാത്തത്? ಯಾಕೆ ಯೇಸು ಕೂಡ ಅವ್ರ ಸಂಗಡ ಹೋಗ್ಲಿಲ್ಲ? യേശു കൂടെ പോവാത്തതിന്റെ കാരണം ಯೇಸು ಅವ್ರ ಸಂಗಡ ಹೋಗ್ತಾರೆ. ഇവരെ പോകുമ്പോൾ ಇವ್ರು ಹೋಗುವಾಗ സുരക്ഷിതമായിട്ട് അവിടെ എത്തണം. ಇವರು ಸುರಕ್ಷಿತವಾಗಿ ಅಲ್ಲಿ ತಲುಪಬೇಕು. യേശു ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ಅದಕ್ಕಾಗಿ ಯೇಸು ಇಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ചില കാര്യങ്ങൾ ತಂದೆಯೊಡನೆ ಕೆಲವು ಕಾರ್ಯಗಳು യേശുവിനെ വ്യക്തിപരമായി സംസാരിക്കാം. ಯೇಸುವಿಗೆ ವೈಯಕ್ತಿಕವಾಗಿ ಮಾತನಾಡಲಿಕ್ಕೆ അങ്ങനെ ഒരു സമയം യേശുവെ ചെയ്യുമായിരുന്നു. ಹಾಗಿರುವ ಒಂದು ಸಮಯ ಯೇಸುವಿಗೆ ಯಾವಾಗಲೂ ഇത് ಇದೆ. ദാവീദും ചെയ്യും. ದಾವಿದನು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ഹൃദയ സ്വഭാവം എന്ന് പറയുന്നത്. ಆದ ಕಾರಣ ಆಗಿದೆ ಯೇಸು ಹೇಳಿದ್ದು ಅವನ ಹೃದಯಕ್ಕೊಬ್ಬ ಮನುಷ್ಯ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ಕುರಿ ಮೇಯಿಸ್ತಿರುವಾಗಲೇ അവൻ ദൈവത്തോട് സംസാരിക്കും. ಅವನ ದೇವರ ಸಂಗಡ ಮಾತಾಡ್ತಾ ಇದ್ದ. ഇന്നലെയൊക്കെ എടുത്ത് വായിച്ചു ദൈവത്തെ സ്തുതിക്കും. ಕಿನ್ನರಿಗಳನ್ನೆಲ್ಲ ಬಾರಿಸ್ತಾ ದೇವರನ್ನ ಸ್ತುತಿಸ್ತಾ ಇದ್ದನು. ഹല്ലേലൂയ. ജോലി ചെയ്യുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ಕೆಲಸ ಮಾಡುವಾಗ ದೇವರನ್ನ ಸ್ತುತಿಸಕ್ಕಾಗುತ್ತೆ. അടുക്കള പണിയുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ಅಡಿಗೆ ಮನೆ ಕೆಲಸ ಮಾಡುವಾಗ ದೇವರನ್ನ ಸ್ತುತಿ ಮಾಡ್ಲಿಕ್ಕಾಗುತ್ತೆ. ഹല്ലേലൂയ. ദൈവമായിട്ട് ബന്ധമില്ലാതെ വരുമ്പോൾ ದೇವರೊಂದಿಗೆ ಸಂಬಂಧ ಇಲ್ಲದಂತಾಗುವಾಗ വിഷയങ്ങൾ കാരണം ಸಮಸ್ಯೆಗಳ ಕಾರಣ ദേഷ്യം വരത്തില്ല, ಸಿಟ್ಟು ಬರಲ್ಲ, ദൈവത്തെ സ്തുതി അവിടെ വരും. ದೇವರ ಸ್ತುತಿ ಮಾತ್ರ ಅಲ್ಲಿ ಬರುತ್ತೆ. അങ്ങനെ വന്നാൽ ಹಾಗೆ ಬಂದ್ರೆ അങ്ങനെ ആർക്കും വരുന്നുണ്ടെങ്കിൽ ಆ ರೀತಿ ಯಾರಿಗಾದ್ರೂ ಬರ್ತಾ ಇದ್ರೆ ഒരു പ്രവാചകന് ദൂത് പറഞ്ഞാലും വേണ്ടില്ല, ಯಾವ ಪ್ರವಾದಿ ಒಂದು ದೈವೋಕ್ತಿ ಹೇಳಿಲ್ಲ ಅಂದ್ರೆ ಪರವಾಗಿಲ್ಲ. അടുത്ത കാലങ്ങളിൽ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടായിരിക്കും. ಮುಂದಿನ ಕಾಲಘಟ್ಟದಲ್ಲಿ ನಿಮಗೊಂದು ಬದಲಾವಣೆ ಸಂಭವಿಸುತ್ತೆ. മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ದೊಡ್ಡ ಬದಲಾವಣೆಗಳು ಸಂಭವಿಸುತ್ತೆ. യേശു നിർബന്ധിച്ചു. ಯೇಸು ಅವರನ್ನ ಬಲವಂತ അക്കരയ്ക്ക് ಮಾಡಿದ್ರು. പോകാൻ നിർബന്ധിച്ചു. ಆಚೆ ತನಕ ಹೋಗುವುದಕ್ಕೆ ಬಲವಂತ ಮಾಡಿದ್ರು. സന്തോഷമായിട്ട് പോയത് ಸಂತೋಷವಾಗಿ ಹೋದ ಇವರು പ്രതികൂലത്തിന്റെ കാറ്റ് പടക ತಕ್ಷಣ ಅನಾನುಕೂಲದ ಒಂದು ಗಾಳಿ ಇವರಿಗೆ ವಿರುದ್ಧವಾಗಿ ആമേ പടക മുങ്ങാൻ തുടങ്ങി. ದೋಣಿ ಮುಳುಗುವಂತಾಯ್ತು. 4 യാമം വരെ 4ನೇ ಜಾವದ ತನಕ രാത്രി സന്ധ്യയ്ക്ക് പോയതാ. ಸಂಜೆ ಆಗಿದೆ ಇವರು ಹೊರಟಿದ್ರು. ഏകദേശം വെളുപ്പിന് 4 മണിയുടെ അടുത്ത് ಸರಿಸುಮಾರು ಮುಂಜಾನೆ 4 ಗಂಟೆ ಆಗುವ ತನಕ ഈ 4 യാമം വരെ ಈ 4ನೇ ಜಾವದವರೆಗೂ ഈ കാറ്റ് നിൽക്കുന്നില്ല. ಈ ಗಾಳಿ ನಿಲ್ತಾ ಇಲ್ಲ. കാറ്റ് പ്രതികൂലമായിട്ട് സ്വസ്ഥത കൊടുക്കുന്നു. ಗಾಳಿಯು ಅನಾನುಕೂಲವಾಗಿ ಇವರಿಗೆ ವಿರುದ್ಧವಾಗಿ ಬಂದು ಇವರಿಗೆ ಸಮಾಧಾನ ಕೊಡ್ತಾ ಇದೆ. ഒരു പടകനില്ലാത്ത സംഭവം. ಬೇರೆ ಯಾವ ದೋಣಿಗೂ ವಿರುದ್ಧವಾಗಿ ಇಲ್ಲದೆ ಇರುವಂತ ಒಂದು ಸಂಗತಿ. നാളെ ഇവർ ഉപയോഗിക്കപ്പെടേണ്ടതാ. ಕಾರಣ ಯಾಕೆ ಇಷ್ಟೊಂದು ಗಾಳಿ, ಯಾಕೆ ಇಷ್ಟೊಂದು ಸಮಸ್ಯೆ, ಯಾಕೆ ನಾಳೆ ಇವರು ಉಪಯೋಗಿಸಲ್ಪಡ್ತಾರೆ. മനസ്സിലായി. ಸೈತಾನನಿಗೆ ഇവർ ಗೊತ್ತಾಯ್ತು സ്വയം വന്നതല്ല. ಇವರು ಸುಮ್ಮನೆ ಬಂದದಲ್ಲ. ഒരു ദൈവം അയച്ചിട്ടാണ്. ಇವರನ್ನ ದೇವರು ಕಳಿಸಿ ಇವರು ಬಂದಿದ್ದಾರೆ. വായിക്കുന്നവർക്കെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. ದೇವರು ಕಳಿಸುವವರಿಗೆ ವಿರುದ್ಧವಾಗಿ ಸಮಸ್ಯೆಗಳು അതുവരെയില്ലാത്ത കാറ്റ് അവിടെ വരുന്നത്. ಅದುವರೆಗೂ ಇಲ್ಲದೆ ಇರುವಂತ ಗಾಳಿಯಲ್ಲಿ ಬರುತ್ತದೆ. അതുവരെയില്ലാത്ത കാറ്റ് പ്രതികൂലമായെന്താ? ಅದುವರೆಗೂ ಇಲ್ಲದೆ ಇರುವಂತ ಗಾಳಿ ಅನಾನುಕೂಲವಾಗಿದೆ. ಯಾಕೆ? ഇത് തുടങ്ങിയ നിമിഷം മുതൽ ಇದು ಈ ಸೇವೆಯನ್ನು ಆರಂಭ ಮಾಡಿದ ನಿಮಿಷದಿಂದ കാറ്റ് പ്രതികൂലമായെങ്കിൽ ಗಾಳಿ ಅನಾನುಕೂಲವಾಗಿದ್ರೆ ആമേൻ വീഴാതെ മയങ്ങാതെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ನಾವು ಬಿತ್ತೋಗದೆ ತೂಕಡಿಸದಂತೆ ಕಾಯುವಂತ ಒಬ್ಬ ದೇವರಿದ್ದಾರೆ. ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു ദൈവമുണ്ട്. ಗುರಿಗೆ ತಲುಪಿಸುವಂತ ಒಬ್ಬ ದೇವರಿದ್ದಾರೆ. ആമേൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, ದೃಢವಾಗಿ ನಿಲ್ಲುವುದಾದರೆ, വിശ്വസിച്ച് നിൽക്കുകയാണെങ്കിൽ, ನಂಬಿಕೆಯಿಂದ ನಿಲ್ಲುವುದಾದರೆ, കാറ്റ് എത്ര പ്രതികൂലമായാലും ಗಾಳಿ ಎಷ್ಟು ಅನಾನುಕೂಲವಾದರೂ കാറ്റ് പ്രതികൂലമാകട്ടെ, ಗಾಳಿ ಅನಾನುಕೂಲ ಆಗಲಿ, 4 യാമം വരെ പറ്റത്തുള്ളൂ. 4ನೇ ಜಾವದವರೆಗೆ ಮಾತ್ರ, അതിനപ്പുറം കഴിയത്തില്ല. ಅದರಿಂದ ಆಚೆಗೆ ಆಗುವುದಿಲ್ಲ. 4 യാമത്തിൽ 4ನೇ ಜಾವದಲ್ಲಿ പ്രാർത്ഥന മുറിക്കകത്തുണ്ട്. ಪ್ರಾರ್ಥನಾ ಕೋಣೆಗಳಿಗೆ പ്രാർത്ഥിക്കുന്നവർ ಪ್ರಾರ್ಥನೆ ಮಾಡುವ, ദൈവമായിട്ട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ದೇವರೊಂದಿಗೆ ಮಾತನಾಡುವ ദൈവപുത്രനായ യേശു ದೇವಕುಮಾರನಾದ ಯೇಸು കടലിന്റെ മേലെ നടന്ന് ഓപ്പോസിറ്റ് വരിക. ಸಮುದ್ರದ ಮೇಲೆ ನಡೆಯುತ್ತಾ ಇವರ ಬಳಿಗೆ ಬಂದರು. ഏത് കടല, ಯಾವ ಸಮುದ್ರ, ഏത് കടല, ಯಾವ ಸಮುದ್ರ? ദൈവം അയച്ച കടല്. ದೇವರು ಕಳಿಸಿದ ಸಮುದ್ರ. അതിന് പ്രതികൂലം ഉണ്ടായെങ്കിൽ, ಅಲ್ಲಿ ದೇವರು ಸೃಷ್ಟಿ ಮಾಡಿದಂತ ಒಂದು ಸಮುದ್ರವೇ, ಅದರಿಂದ ಒಂದು ಅನಾನುಕೂಲ ಬಂದಿದ್ರೆ വേറൊരു തോണിയിൽ വരാതെ, ಬೇರೆ ಒಂದು
ಒಂದು ದೋಣಿಯಲ್ಲಿ ಯೇಸು ಬರೆದ പ്രതികൂലത്തിന്റെ കാറ്റിനെ, ಆ ಅನಾನುಕೂಲದ ಗಾಳಿಯನ್ನ, ആ തിരകളെ ಆ ಅಲೆಗಳನ್ನ യേശു പാലപ്പിച്ചുകൊണ്ട് വരികയും ಯೇಸು ತನ್ನ ಪಾದದಲ್ಲಿ ತುಳಿಯುತ್ತಾ ಬರ್ತಾರೆ. ഓരോ തിരമാലയുടെ ಒಂದೊಂದು ಅಲೆಗಳ കാറ്റിളക്കുന്ന തിരമാലയെ ಗಾಳಿ ಬೀಸುವಾಗ ಎದ್ದೇಳುವ ತೆರೆಗಳನ್ನ, തിരളുകളുടെയും പാമ്പിന്റെയും ಹಾವುಗಳನ್ನ, ಚೆಳುಗಳ, ശത്രുവിന്റെ ವೈದ್ಯ സകല ಸಮಸ್ತಲವನ್ನ യേശു ചവിട്ടിക്കൊണ്ട് വരികയും ತುಳಿಯುತ್ತಾ ಯೇಸು ಬರ್ತಿದ್ದಾರೆ. നിങ്ങൾക്ക് നേരെ വരുന്ന ನನಗೆ ನೀವು ವಿರುದ್ಧ ಬರುವ സകല പ്രതികൂലങ്ങളെ ಎಲ್ಲ ಅನಾನುಕೂಲಗಳು യേശു ചുമ്മാതെ വരികയില്ല, ಸುಮ್ಮನೆ ಬರ್ತಿಲ್ಲ, അതിനെ ചവിട്ടിക്കൊണ്ട് വരിക. ಅದನ್ನ ತುಳಿಯುತ್ತಾ ಬರ್ತಿದ್ದಾರೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. എന്നിട്ട് ശിഷ്യന്മാർ അടുക്കൽ വന്നു. ನಂತರ ಶಿಷ್ಯರ ಬಳಿ ಬಂದರು. ശിഷ്യന്മാർ ഭയപ്പെട്ടു പോയി. ಶಿಷ್ಯರು ಭಯಪಟ್ಟರು. ആദ്യം അവർക്ക് സംശയമായിരുന്നു യേശു തന്നെയാണോ. ಮೊದಲವರಿಗೆ ಸಂದೇಹ ಇತ್ತು, ಬರ್ತಿರೋದು ಯೇಸುವಿನೇ. അല്ലല്ല, കുറച്ചിപ്പോ മനസ്സിലായി. ಸ್ವಲ್ಪ ಆದ್ಮೇಲೆ ಗೊತ್ತಾಯ್ತು. മനസ്സിലായപ്പോൾ ಗೊತ್ತಾದಾಗ പത്രോസിനോട് ആമേ ഒരു അടുത്തയാട്ട, ಪೇತ್ರನಿಗೆ ಒಂದು ಆತರ, നീയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, ನೀನೇ ಆಗಿದ್ರೆ ನಾನು ನಿನ್ ಬಳಿ ಬರ್ತೇನೆ. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ അങ്ങോട്ട് കയറി പോകാൻ പറഞ്ഞ ഒരു മിടുക്കനകത്തോട്ടായി. ಯೇಸುವಿನ ಬಳಿ ನಾನು ನಿನ್ನ ಹತ್ರ ಬರ್ತೇನೆ ಎಂಬುದಾಗಿ ಹೇಳಿದಂತ ಒಬ್ಬ ಜಾಣ ವ್ಯಕ್ತಿ കാല് വെച്ച് ഇറങ്ങി തിരിച്ചു. ಅವನ್ ಕಾಲಿಟ್ಟು ಹೊರಟನು. ഇറങ്ങിയ ഉടനെ ಹಿಡಿದ ತಕ್ಷಣ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ಅವನ ಆಚೆ ಈಚೆ ನೋಡಿದ. അവൻ കാറ്റ് കണ്ട് ഭയപ്പെട്ടു. ಆಚೆ ಈಚೆ ನೋಡಿದಾಗ ಹಲ್ಲೆಲೂಯ ಗಾಳಿಯನ್ನು ನೋಡಿ ಅವನು ಭಯಪಟ್ಟ. ഇതിന് വേണ്ടിട്ട് ಇದಕ್ಕೋಸ್ಕರ എന്തെങ്കിലും തീരുമാനിച്ച് ಏನಾದ್ರೂ ತೀರ್ಮಾನ മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കുന്നവരെ, ಮುಂದಕ್ಕೆ ಹೆಜ್ಜೆ ಹಾಕೋರ್ನ കാറ്റ് കണ്ട് പേടിക്കുന്നത് പോലെ, ಹಲ್ಲೆಲೂಯ ಈ ಸೇವೆಗೋಸ್ಕರವಾಗಿ ಮುಂದೆ ಹೆಜ್ಜೆ ಇಟ್ಟು ಬರುವವರು ಗಾಳಿಯನ್ನ ನೋಡಿ ಭಯಪಡುವ ಹಾಗೆ ഭയപ്പെടണ്ട, ಭಯಪಡಬೇಡಿ. ഉടനെ യേശു ತಕ್ಷಣವೇ ಯೇಸು കൈ നീട്ടി അവനെ പിടിച്ചു. ಕೈ ನೀಡಿ ಅವನನ್ನು ಹಿಡಿದು, യേശുവിന്റെ കൈ വന്ന് പിടിച്ചത് പത്രോസ്. ಯೇಸುವನ್ನ ಕೈ ಬಂದು ಹಿಡಿದಿದ್ದು ಪೇತ್ರನನ್ನು. കാരണം എന്തെന്നറിയാമോ? ಕಾರಣ ಏನ್ ಗೊತ್ತಾ? അവനാണ് ഇറങ്ങി തിരിച്ചത്. ಅವನಾಗಿದ್ದಾನೆ ಕರ್ತನಿಗಾಗಿ ಹಿಡಿದು ಬಂದಿದ್ದು. കാരണം നിന്റെ കാൽ വഴുതുവാൻ, ಯಾಕಂದ್ರೆ ನಿನ್ನ ಕಾಲು ഈ ಕದಲುವುದಕ್ಕೆ, കടലിൽ വഴുതി പോകാൻ ಈ ಸಮುದ್ರದಲ್ಲಿ ನಿನ್ನ ಕಾಲು ಕದಲಿ ಹೋಗ್ಲಿಕ್ಕೆ ദൈവം സമ്മതിക്കണം. ದೇವರು ಸಮ್ಮತಿಸೋದಿಲ್ಲ. ദൈവം കൈ പിടിച്ചവനെ കൈ ದೇವರು ಕೈ ಹಿಡಿದು ಅವನನ್ನ ಮೇಲೆತ್ತಿದ್ರು. അതിനുശേഷം ಅದರ ನಂತರ 32, 33 കൂടെ വായിച്ചാൽ 32, 33 ವಾಕ್ಯ ಓದಿದ್ರೆ ಓದ್ರಿ മത്തായി സുവിശേഷം 14, 33. ಮತ್ತೆ ಬರೆಸುವಂತೆ 14ನೇ 32, 33. ആ. ആ. ഇങ്ങോട്ട് നോക്കിക്കേ. ನೋಡಿ ഇപ്പൊ എന്താ കാറ്റ് വരാത്ത പാടുന്നത്? ಈಗ ಯಾಕೆ ದೋಣಿಗೆ ವಿರುದ್ಧವಾಗಿ ಗಾಳಿ ಬರ್ತಿಲ್ಲ? തിരിച്ചവർ പടകിൽ കയറിയപ്പോൾ ಅವರು ತಿರುಗಿ ದೋಣಿಯನ್ನು ಹತ್ತಿದಾಗ പടകിലെ പ്രതികൂലത്തിന്റെ കാറ്റില്ല. ಆ ದೋಣಿಗೆ ವಿರುದ್ಧವಾಗಿರುವ ಅನಾನುಕೂಲದ ಗಾಳಿ ಇಲ್ಲ. കാരണം അറിയാമോ? ಕಾರಣ ಏನ್ ಗೊತ್ತಾ? പ്രതികൂലത്തിന്റെ കാറ്റിനെ, ಅನಾನುಕೂಲದ ಗಾಳಿ, പ്രതികൂലത്തിന്റെ തെരയെ ಅನಾನುಕೂಲದ ಅಲೆಗಳನ್ನು യേശു മുഴുവൻ ചവിട്ടി ಯೇಸು ಪರಿಪೂರ್ಣವಾಗಿ ತುಳಿದು ಬಂದಿದ್ದಾರೆ. ഇനി അതിനകത്ത് വരാനില്ല. ಇನ್ನು ಆ ಅಲೆಗಳು ಬಡಿಲಿಕ್ಕಿಲ್ಲ. ಆಮೇಲೆ ഹല്ലേലൂയ. ಆಮೇಲೆ യേശു എന്നെ പോവാൻ നിർബന്ധിച്ചിട്ട് ഞാൻ പോയത്. ಯೇಸು ನನ್ನನ್ನು ಹೋಗುವುದಕ್ಕೆ ಬಲವಂತ ಮಾಡ್ಬಿಟ್ಟಾಗಿದೆ ನಾನು ಹೋಗಿದ್ದು. എന്നിട്ട് എന്താ പ്രശ്നമല്ല, ഇതല്ലേ ചോദ്യം. ನನಗೆ ಯಾಕೆ ಇಷ್ಟೊಂದು ಸಮಸ್ಯೆ ಅಂತಲ್ವ ನಮ್ಮ ಪ್ರಶ್ನೆ. വിശ്വസിച്ച് നിൽക്കാൻ പറ്റുമോ? ನಂಬಿಕೆಯಿಂದ ನಿಲ್ಲಕ್ಕಾಗತ್ತಾ? പ്രതികൂലത്തെ യേശു ചവിട്ടും. ನಿನ್ನ ಅನಾನುಕೂಲವನ್ನ ಯೇಸು ತುಳಿತಾನೆ. ചവിട്ടി. ಯೇಸು ತುಳಿಯುತ್ತಾನೆ. യേശു അവനെ തലയെ ചവിട്ടി. ಯೇಸು ಅವನ ತಲೆಯನ್ನ ಜಜ್ಜಿದ್ರು. തകർത്തേശു. ಅವನ ತಲೆಯನ್ನ ಜಜ್ಜಿದ್ರು ಯೇಸು. പിന്നെ അവർ പടകിൽ കയറിയപ്പോൾ ನಂತರ ಅವರು ಹಡಗನತ್ತಿದಾಗ കാറ്റമർന്നു പോകും. ಆ ಗಾಳಿ ಶಾಂತವಾಯಿತು. ലക്ഷ്യസ്ഥാനത്തേക്ക് പടക് പോയിക്കൊണ്ടിരിക്കും. ಆ ಗುರಿಯ ಕಡೆಗೆ ಆ ದೋಣಿ ಹೋಗ್ತಾ ಇದೆ. ഇതുവരെയുള്ള പ്രതികൂലത്തെ നോക്കരുത്. ಇದುವರೆಗೂ ಇರುವ ಅನಾನುಕೂಲವನ್ನು ನೋಡಬಾರದು. ഇതുവരെ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായ, ಇದುವರೆಗೂ ದೇವರಿಗಾಗಿ ನೀವು ಬಂದಾಗ, ഈ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നിട്ടുണ്ടായ ಈ ಪ್ರಾರ್ಥನೆಗೆ ಬಂದಾಗ ನಿಮಗೆ ಉಂಟಾಗ മാറാത്ത ചില പ്രതികൂലങ്ങളെ ನೀಗದೇ ಇರುವ ಕೆಲವು ಅನಾನುಕೂಲ നിങ്ങൾ നോക്കരുത്. ನೀವು ನೋಡ್ಬೇಡ್ರಿ. അത് ഉണ്ടാകും. ಅದು ಇರುತ್ತೆ. പക്ഷേ യേശു അതിനെ ശാസിക്കും. ಆದ್ರೆ ಯೇಸು ಅದನ್ನು ಗದರಿಸ್ತಾರೆ. ഹല്ലേലൂയ. യേശു അതിനെ നിയന്ത്രിക്കും. ಯೇಸು ಅದನ್ನು ನಿಯಂತ್ರಿಸ್ತಾರೆ. രണ്ടാമത് അവിടെ വീണ്ടും ഒരു യാത്ര തുടങ്ങി. ಎರಡನೇದಾಗಿ ಪುನಃ ಅವರು ಆ ದೋಣಿಯನ್ನು ಹತ್ತಿ ಪ್ರಯಾಣವನ್ನು ಆರಂಭಿಸಿದರು. ഒരു സുരക്ഷിത യാത്ര. ಒಂದು ಸುರಕ್ಷಿತ ಪ್ರಯಾಣ. ഇതേപോലെ ദൈവമക്കളെ, ಇದೇ ರೀತಿ ದೇವರ ಮಕ್ಕಳೇ, ഇതില്ലാത്ത ഒരു വിഷയം ഇവിടെയുള്ള ആരുമില്ല. ಬಿಡುಗಡೆ ಇಲ್ಲದೆ ಇರುವಂತ ಯಾರು ಇಲ್ಲಿ. എല്ലാവർക്കും വിഷയമാണ്. ಎಲ್ಲರಿಗೂ ആ ಸಮಸ್ಯೆಗಳಿದೆ. വിഷയം മാറാൻ പോകും. ಆ ಸಮಸ್ಯೆ ನೀಗಲಿಕ್ಕೆ ಹೋಗ್ತಿದೆ. വിശ്വസിക്കുക. ನಂಬಿಕೆ ಇದ್ರೆ, വിശ്വസിക്കുക. ನಂಬಿಕೆ ಇದ್ರೆ കർത്താവ് അത്ഭുതം ചെയ്തു. ಕರ್ತನ ಅದ್ಭುತ ഞാൻ ಮಾಡ್ತಾರೆ. നിങ്ങളുടെ ചോദ്യം ചോദിക്കുന്നു. ನನಗೊಂದು ಪ್ರಶ್ನೆ ಕೇಳಿ. യേശു അക്കരയ്ക്ക് പോകാൻ പറഞ്ഞിട്ട്, ಯೇಸು ಆಚೆ ದಡಕ್ಕೆ ಹೋಗ್ಲಿಕ್ಕಾಗಿ ಹೇಳ್ಬಿಟ್ಟು ഇതിവിടെ തുടങ്ങാൻ പറഞ്ഞിട്ട്, ಈ ಸೇವೆಯನ್ನ ದೇವರಲ್ಲಿ ಆರಂಭ ಮಾಡುವುದಕ್ಕಾಗಿ ಹೇಳಿ കാറ്റ് പ്രതികൂലമായാൽ ಗಾಳಿ ಅನಾನುಕೂಲವಾಗಿ ಬಂದಿದ್ದೆ ഇതൊന്നും ആയിട്ടില്ല. ಯಾವಾಗ್ಲೂ ಆ ತರ ಬಂದಿಲ್ಲ. ഒരു പരിധി 4 യാമം കഴിഞ്ഞപ്പോൾ ಒಂದು 4ನೇ ಜಾವ ಕಳೆದಾಗ യേശു എന്നെ ചവിട്ടി. ಯೇಸು ಅದನ್ನು ತುಳಿದು രണ്ടാമത് പടകിൽ കയറിയപ്പോൾ ಎರಡನೇ ಬಾರಿ ಪುನಃ ದೋಣಿಯನ್ನು ಹತ್ತಿದಾಗ ഈ പ്രതികൂല കാറ്റ് അവിടെ ഇല്ല. ಈ ಅನಾನುಕೂಲದ ಗಾಳಿಯೇ ಅಲ್ಲಿರ್ಲಿಲ್ಲ. വിശ്വസിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ನಂಬುವವರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. നിങ്ങളുടെ ജീവിതത്തിൽ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ആമേ വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട്, ನಂಬಿಕೆಗಾಗಿ ಹೊರಟು വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് ನಂಬಿಕೆಗಾಗಿ കാറ്റ് ಹೊರಟು പ്രതികൂലമായിട്ടുണ്ടെങ്കിൽ ಗಾಳಿ ಅನಾನುಕೂಲವಾಗಿದ್ರೆ എന്നും അത് നിൽക്കത്തില്ല. ಯಾವಾಗ್ಲೂ ಅದಿರೋದಿಲ್ಲ. പ്രതികൂലമില്ലാത്ത ഒരു യാത്ര, ಅನಾನುಕೂಲವಿಲ್ಲದ ಒಂದು അതിനെ ಪ್ರಯಾಣ, ജയിച്ചൊരു യാത്ര ಅದನ್ನ ಜಯ ಹೊಂದಿದ ನಂತರವಿರುವ ಒಂದು ಪ್ರಯಾಣ യേശു കൊണ്ടുവരും. ಯೇಸು ತರ್ತಾರೆ. അത് നമ്മൾ സംഗീതത്തിൽ വായിച്ചത്. ಅದನ್ನಾಗಿ ನಾವು ಕೀರ್ತನೆಯಲ್ಲಿ ಓದಿದ್ದು. കാൽ വഴുവാൻ ദൈവം
സമ്മതിക്കത്തില്ല. ನಿಮ್ಮ ಕಾಲುಗಳು ಕದಲಗೊಳಿಸುವುದಕ್ಕೆ ಆತನ ಅನುಮತಿಸುವುದಿಲ್ಲ. നിന്നെ പരിപാലകൻ മയങ്ങത്തില്ല. ಯಾಕಂದ್ರೆ ನಿಮ್ಮನ್ನ ಕಾಯುವ നിന്നെ ತೂಕಡಿಸುವುದಿಲ್ಲ. അയച്ചവൻ ഉറങ്ങത്തില്ല. ನಿಮ್ಮನ್ನ ಕಳಿಸಿದವ ನಿದ್ರೆ നിന്റെ ಮಾಡೋದಿಲ್ಲ. പ്രാർത്ഥന കേൾക്കുന്നവൻ ഉറങ്ങത്തില്ല. ನಿಮ್ಮ ಪ್ರಾರ್ಥನೆ ಕೇಳುವ ನಿದ್ರೆ നീ ಮಾಡೋದಿಲ್ಲ. എല്ലാം വിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയതുകൊണ്ട് ನೀನು ಎಲ್ಲವನ್ನ ಬಿಟ್ಟು ದೇವರಿಗೆ ಬಂದುದಿಲ್ಲ. നിന്നെ കാക്കുന്നവൻ മയങ്ങത്തില്ല. ನಿಮ್ಮನ್ನ ಕಾಯುವವನು ತೂಕಡಿಸುವುದಿಲ್ಲ. നിന്റെ കാൽ വൈകാതെ ദൈവം സമ്മതിക്കത്തില്ല. ನಿಮ್ಮ ಕಾಲು കದಲಿ ಹೋಗುವುದಕ್ಕೆ ಆತನ ഈ ಅನುಮತಿಸುವುದಿಲ್ಲ. നിമിഷം എല്ലാവരും നനീച്ചതാണ്. ಈ ನಿಮಿಷದಲ್ಲಿ ನಾವೆಲ್ಲರೂ ಎದ್ದು ನಿಂತುಕೊಳ್ಳೋಣ. നടുവേനെ കുറിച്ച് എപ്പോഴും എപ്പോഴും പറയുന്ന പറയണ്ട. ಸೊಂಟ ನೋವಿನ ಕುರಿತಾಗಿ ಯಾವಾಗಲೂ ಹೇಳ್ತೀರಾ ಎಂಬುದಾಗಿ ಹೇಳ್ಬೇಡಿ. ഇപ്പോൾ അങ്ങനത്തെ ഒരു രോഗത്തെ കഥ തുടങ്ങാൻ പോകുന്നു. ಈಗ ಆ ರೀತಿಯಾದ ರೋಗವನ್ನ ಕರ್ತನ ಮುಟ್ಟ ಕೊಟ್ಟಿಲ್ಲ. എല്ലാവരും ഹല്ലേലൂയ. ಎಲ್ಲರೂ ಎದ್ದು ನಿಂತ್ಕೊಳ್ಳಿ. ഉന്മേഷത്തോടെ ഇരിക്കുക, ആത്മാവിന്റെ ಉತ್ಸಾಹದಿಂದ ಎದ್ದೇಳೋಣ. ಆತ್ಮದಲ್ಲಿ എങ്ങനെ എണീക്കേണ്ടത്? ಹೇಗೆ ಎದ್ದೇಳಬೇಕು? എങ്ങനെ എണീക്കേണ്ടത്? ಹೇಗೆ? യുദ്ധ അഭ്യസിക്കാത്ത ഇസ്രായേലാണ്. ಯುದ್ಧದ ತರಬೇತಿ ಇಲ್ಲದೆ ಇರುವಂತ ಇಸ್ರಾಯೇಲ್ ಮಕ್ಕಳಿಗೆ യുദ്ധ അഭ്യസിക്കാൻ വേണ്ടി ಯುದ್ಧದ ತರಬೇತಿಗಾಗಿ ചിലതിനെ ദൈവം നിർത്തി. ಕೆಲವು ಶತ್ರುಗಳನ್ನು ದೇವರು ನಿಲ್ಲಿಸಿದ್ರು. പുലിയുടെ കുഞ്ഞുങ്ങളെ ಹುಲಿಯ ಮರಿಗಳಿಗೆ അവൻ പകുതി ജീവനാക്കി ಅರ್ಧ ಜೀವ ಮಾಡಿ അവര് മൃഗത്തോടെ കൊണ്ടിട്ടാൽ ಒಂದು ಪ್ರಾಣಿಯನ್ನ ತಂದು ಹುಲಿ ಮರಿಗಳ ಮುಂದೆ ಹಾಕಿದ್ರೆ ഒരു പുലിയുടെ കുഞ്ഞുങ്ങളോ ಯಾವ ಹುಲಿ ಮರಿ ಕೂಡ അവിടെ വെറുതെ ഇരിക്കത്തില്ല. ಅದು ಸುಮ್ಮನೆ ಇರೋದಿಲ್ಲ. അതിനെ ചാടിക്കറി കീഴ്പ്പെടുത്തി ಅದಕ್ಕೆ ಜಿಗಿದು ನೆಗದಾಡಿ ಅದನ್ನ ಅಧೀನ ಮಾಡಿ അവനെ ജയിച്ചിരിക്കും. ಅದನ್ನ ಜಯಿಸಿರುತ್ತೆ. ഇവിടെയുള്ള ദൈവമക്കളെ എന്ന മകളെ ಇಲ್ಲಿರುವ ದೇವರ ಮಕ್ಕಳಿಗೆ ಹಗಲು യേശുവിന്റെ ദൈവം യേശു ಯೇಸು വിശ്വാസം തല തകർത്തു. ಸೈತಾನ ತಲೆ ಜೊತೆಗೆ എനിക്ക് നിങ്ങൾക്ക് നേരെ വരുന്ന വിഷയങ്ങളെ ನನಗೆ ನಿಮಗೆ ವಿರುದ್ಧವಾಗಿ ಬರುವ ವಿಷಯಗಳು ആത്മാവിൽ കുടയുമ്പോൾ ನಾವು ಆತ್ಮದಲ್ಲಿ ಅದನ್ನ ಜಾಡಿಸಿ അതിൽ ആരാധിക്കുമ്പോൾ ಆತ್ಮದಲ್ಲಿ ನಾವು ಆರಾಧಿಸುವ അതെല്ലാം വീട്ടു മാറുകയാണ്. ಅದೆಲ್ಲ ಬಿಟ್ಟು ನೀಗಿಲ್ಪಡುತ್ತದೆ. ഇപ്പോൾ തന്നെ ദൈവകരങ്ങൾ വിട്ടുകൊടുക്കണം. ಈಗಲೇ ನಾವು ದೇವರ ಕಾರ್ಯಗಳನ್ನು ಬಿಟ್ಕೊಡುವ. എല്ലാ ഉള്ളങ്ങളും കർത്താവിനെ കരങ്ങളിൽ